ആദരണീയരും ബഹുമാന്യരുമായ മഹല്ലിന്റെ ഖതീബ്, പ്രിയ സുഹൃത്ത് നൗഷാദ് മദനി ഉസ്താദ് അടക്കമുള്ള ഉസ്താദുമാർ, പ്രിയപ്പെട്ട മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ, സഹോദരങ്ങൾ, ശബ്ദം കേൾക്കുന്ന സഹോദരിമാർ, സർവശക്തനായ അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഉത്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ്സോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. സുദീർഘമായ ആമുഖങ്ങൾ ഒഴിവാക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ചില വിചാരപദങ്ങളിൽ നാം എവിടെ എത്തി നിൽക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകളിലേക്കാണ് ഇന്നിൻ്റെ ഹ്രസ്വമായ നമ്മുടെ ചർച്ചയിൽ ഈ വിനീതൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ അറിവിൽ അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. അമല് ചെയ്യാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. ആയുസ് ചുരുക്കമാണ് എന്നത് പലപ്പോഴും ബോധ്യപ്പെടുത്തുന്ന അനുഭവങ്ങൾ ജീവിതത്തിന്റെ നിഗല നിമിഷങ്ങളിൽ നിരന്തരം നാം അനുഭവിച്ചു കൊണ്ടിരിക്കണം. പ്രത്യേകിച്ച് പ്രായം ചെന്ന് ഒരാൾ മരിച്ചു പോകുന്ന 90 വയസ്സ് വരെ എത്തി മക്കളെയും പേരമക്കളെയും അവരുടെ മക്കളെയും കണ്ട് ജീവിതം ആവോളം ആസ്വദിച്ച് അതിന്റെ അറ്റത്തെത്തി നിൽക്കുമ്പോൾ എല്ലാവരുടെയും ലാളനകളാൽ സ്നേഹത്താൽ വീർപ്പുമുട്ടി അവസാനം വെള്ളവും തൊട്ടുകൊടുത്ത് ഒരു 10-15 ദിവസം കിടന്ന് അങ്ങനെ ഒരു മരണം ഒരു മഹല്ലിലെ മരണ ലിസ്റ്റിൽ എടുത്തു നോക്കിയാൽ 10 പേരിൽ ഒരെണ്ണം ഉണ്ടായാൽ ഉണ്ടായി, അത്രയേ ഉള്ളൂ. അവിചാരിതമായി ആകസ്മികമായി വേഗം മനുഷ്യൻ മരിക്കുന്നു എന്ന ഒരു പുതിയ വിശേഷത്തിലാണ് ഈ കാലഘട്ടത്തിന്റെ ജീവിതം പോകുന്നത്. കൊറോണയ്ക്ക് ശേഷം അങ്ങനെയാണ് എന്നല്ല, നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങിയത് അങ്ങനെയാണ്. ആ ഒരു സന്ദർഭത്തിലാണ് ഇവിടെ ഏത് സമയവും നമ്മൾ ഡാമേജ് ആവും എന്നൊരു ചിന്ത നമുക്ക് ഇല്ല. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ ഇപ്പോ ഒരു കുറച്ച് നേരങ്ങൾക്ക് മുമ്പ് യാത്ര ദീർഘമായ 90 കിലോമീറ്റർ യാത്ര ചെയ്ത് ഞാൻ കുറച്ചു നേരം മുമ്പ് എൻ്റെ മൊബൈലിൽ വാട്സാപ്പ് എടുത്ത് നോക്കിയപ്പോൾ ഒരു കുഞ്ഞുമോള് ബ്രെയിൻ ട്യൂമറാണ് എന്ന് പറഞ്ഞ് ചിത്രം സഹിതം ഒരു വാട്സാപ്പ് മെസ്സേജ് കണ്ടപ്പോൾ അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ, ശിഫാ കൊടുക്കട്ടെ. തരിച്ചു പോവാ ഒരു 4-5 വയസ്സ് പ്രായം. ഈ അവസ്ഥയിൽ മാരക രോഗങ്ങൾ ജീവിതത്തെ കാർന്നു തിന്നുന്ന ഒരു ഭീതിജനകമായ സന്ദർഭത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും പോകുന്നത്. അപകടങ്ങൾ, സ്വാസ്ഥ്യം നഷ്ടപ്പെട്ട ഒരവസ്ഥ. ചികിത്സകളൊക്കെ 1000 കവിഞ്ഞ് 10000 കവിഞ്ഞ് ഒരു പനി വന്നതിന്റെ പേരിൽ 1.5 കോടി രൂപയ്ക്ക് ട്രീറ്റ്മെന്റ് നടത്തിയ ഒരു ടീച്ചറുടെ കാര്യം ഈ അടുത്ത ദിവസം എന്നോടൊരു സുഹൃത്ത് പറഞ്ഞു. ഒരു പനിയാ വന്നത്, 30 ലക്ഷത്തിന്റെ പുറത്ത് ഒരു പനി വന്നതിന്റെ പേരിൽ ആസ്റ്റർ മെഡിസിറ്റിയിലെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞൊരു സുഹൃത്തിനെ കുറിച്ചും പറഞ്ഞു. എന്താണ് ഈ പറഞ്ഞത്? ഒരു ചുക്കുവെള്ളം കാച്ചി കുടിച്ചാൽ ഭേദപ്പെട്ടിരുന്ന, ഒന്ന് ആവി കൊണ്ടാൽ മാറിയിരുന്ന എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു ട്രീറ്റ്മെന്റ് തലം വിട്ട് ജീവിതത്തിന്റെ സൗകര്യങ്ങൾ കൂടുന്നതിനനുസരിച്ച് ഞെരുക്കങ്ങളിലേക്ക് നമ്മൾ എത്തുന്നു എന്നതിനെ നാം മറക്കാണ്. ആ കൂട്ടത്തിലാണ് നാളേക്ക് എന്തുണ്ടെന്നുള്ളൊരു ചിന്തയും നമുക്ക് നഷ്ടപ്പെട്ടത്. ധാർമ്മിക ബോധം എന്ന് അതിന് പറയും. അള്ളാഹു നമ്മുടെ മനസ്സിന് ഉണരാനുള്ള ഭാഗ്യം നൽകട്ടെ. അള്ളാഹുവിന്റെ ഖുർആന്റെ ഒരു ചോദ്യമുണ്ട്, എന്താ നാളത്തേക്കുള്ള സമ്പാദ്യം എന്ന്. അത് ദുനിയാവിന്റെ കാര്യത്തിലുള്ള ചോദ്യമല്ല. ദുനിയാവിന്റെ കാര്യത്തിലുള്ള ചോദ്യങ്ങൾ നാളേക്കുള്ളത് എന്ന് ചോദിക്കേണ്ടതില്ല. അത്രയും ദുനിയാവിനോട് ലയിക്കുന്ന മനുഷ്യൻ അത് കരുതുന്നുണ്ട്. പക്ഷെ അവൻ മറക്കുന്നോടത്ത് ഓർമ്മപ്പെടുത്തലാണല്ലോ റബ്ബുൽ ഇസ്സത്തിന്റെ പരിശുദ്ധ കലാം. ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഉപദേശകനുമാണല്ലോ ഖുർആൻ. അങ്ങനെയെങ്കിൽ ഖുർആന്റെ ചോദ്യം ഇതാണ്, നാളേക്ക് നീ എന്ത് സമ്പാദിച്ചു? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ് واتقوا الله إن الله خبير بما تعملون.
സത്യവിശ്വാസികളെ സ്നേഹത്തോടെ വിളിച്ചിട്ട് ചോദിക്കാം, അള്ളാനെ സൂക്ഷിക്കണം, നാളേക്ക് വേണ്ടി എന്ത് സമ്പാദിച്ചു? അള്ളാനെ സൂക്ഷിക്കണം, അള്ളാഹുവിനെ സൂക്ഷിക്കണം, പേടിക്കണം എന്ന് പറഞ്ഞ രണ്ട് പ്രയോഗങ്ങളുടെ ഇടയിൽ നാളേക്കുള്ള സമ്പാദ്യം തികച്ചും ആഖിറത്തെയാണ്. വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും. അള്ളാനെ മറന്ന് ജീവിക്കുന്നവരെ പോലെ നിങ്ങളാവല്ലേ. അടുത്ത അവരെ പോലെ ആവല്ലേ. മഹാനായ ഇമാം ജലാലുദ്ദീൻ സുയൂത്തിയും മറ്റുമൊക്കെ അതിന് കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം, നന്മ ചെയ്യാൻ അവസരം ഉണ്ടായിട്ട് അത് പിന്നെ ആവട്ടെ എന്ന് വെച്ചാൽ നിനക്ക് പിന്നെ ആവാ എന്നത് സാധ്യമല്ല. കൊറോണ വന്നപ്പോ ഹജ്ജ് ഫറലായ പലർക്കും അത് നഷ്ടപ്പെട്ടു. ചിലർക്ക് ആ സന്ദർഭത്തിൽ മരണം വരെ വരിക്കേണ്ടി വന്നു. അത്രത്തോളം അവരുടെ അവസരം നഷ്ടപ്പെട്ടു. പിന്നെ ആവട്ടെ എന്ന് വെച്ചു. ആഖിറത്തിന്റെ കാര്യത്തിൽ അത് പാടില്ല എന്ന് ഖുർആൻ. ഫഅൻസാഹും അൻഫുസഹും ഉലൈക ഹുമുൽ ഫാസിഖൂൻ. അപ്പൊ നാളേക്ക് വേണ്ടിയുള്ള ഒരു ചിന്ത, സമയം ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ബോധം സമയബോധമാണ്. എങ്ങനെയാ നമ്മൾ പണ്ട് ജീവിച്ചിരുന്നത്? ഒരു സ്ഥിരമായ ഒരു ഇടവഴിയിലൂടെ ഒരു മീൻ കച്ചവടക്കാരൻ പോകുമ്പോ വീടിന്റെ അടുക്കളയിൽ ആകെ ഒരു ക്ലോക്കോ ടൈം പീസോ ഏതെങ്കിലും ഒരു ചുവരിൽ ഉണ്ടായി എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് സമയം അറിയാനുള്ള യാതൊരുവിധ ഡിസ്പ്ലേ സംവിധാനങ്ങളും ഇല്ലാത്തപ്പോ ആ ഉമ്മ പറഞ്ഞു, ആലിയാർക്കാട് മീൻവണ്ടി പോകുന്നുണ്ട്, സൈക്കിള് പോകുന്നുണ്ട്, ഏതാണ്ട് ലൊഹർ ബാങ്ക് വിളിക്കാറായി എന്ന് പറയും. അല്ലെങ്കിലോ വീടിന്റെ മുറ്റത്തെ 8 മണിച്ചെടിയും 10 മണിച്ചെടിയും നോക്കിയിട്ട് പറയാൻ കഴിയുമായിരുന്നു. അവരൊക്കെ സമയബന്ധിതമായി നിസ്കരിച്ചിരുന്നു. അവർ ഒരുപാട് നന്മകൾ ചെയ്തിരുന്നു. പാലക്കാട് ജില്ലയിൽ ഇക്കഴിഞ്ഞ ആഴ്ചയിൽ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഞാൻ യാത്ര ചെയ്തപ്പോ എന്റെ ഒരു പ്രിയ സഹോദരൻ, സ്നേഹിതൻ, 70 വയസ്സ് കഴിഞ്ഞ ഒരു കാരണവര് 2ാം പ്രാവശ്യം ഹജ്ജിനുള്ള അവസരം കിട്ടിയിരിക്കുക. ആദ്യം പ്രൈവറ്റായി പോയി, പിന്നീട് സർക്കാരിൽ പോവാൻ, ഉമ്മാക്ക് വേണ്ടി ഹജ്ജിന് പോവാൻ അവസരം കിട്ടി. അദ്ദേഹം ഒരു കർഷകനാണ്. അദ്ദേഹം ജീവിതത്തിൽ ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ച് 4-5 പെൺമക്കളൊക്കെ കല്യാണം കഴിപ്പിച്ച് യാതൊരുവിധ കടമോ ബാധ്യതയോ ലോണോ ഒന്നുമില്ലാതെ നല്ല സ്വസ്ഥമായ ജീവിതം. ഇപ്പോഴും കൃഷിപ്പണി. അവർക്ക് ആർഭാടങ്ങളോ ആലഭാരങ്ങളോ ഒന്നുമില്ല. അലങ്കാരങ്ങളുടെ മേൽച്ചാർത്തുകളൊന്നുമില്ല. ലളിതമാണവർ, എന്നാൽ മനോഹരമാണ് അവരുടെ ജീവിതം. അവർക്കൊക്കെ സമയത്തെ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞു. ഇന്നെപ്പോഴാ ഒന്ന് അർദ്ധരാത്രി എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടോ? നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ, എന്റെയൊക്കെ ചെറുപ്പം എന്ന് പറയുന്നിടത്ത് മദ്രസയിലൊക്കെ വർത്തമാനം പറയാൻ കിട്ടുന്ന സന്ദർഭത്തിൽ കുട്ടികൾ പരസ്പരം വർത്തമാനം പറയുമ്പോൾ ഏതെങ്കിലും ഒരു നോവൽ വായിച്ചതോ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അർദ്ധരാത്രി 12 മണി എന്ന് പറയുന്ന കേൾക്കുമ്പോ തന്നെ പേടിയാ. ഇന്ന് അസ്ർ കഴിഞ്ഞുള്ള ചായ കുടിക്കണം അർദ്ധരാത്രി 12 മണിക്ക്. അവിടം വരെ എത്തിയിട്ടുണ്ട് നമ്മൾ. സമയബോധം നഷ്ടപ്പെട്ടു എന്നതാണ്. ഓടിന്റെ വിടവിലൂടെ കോഴിമുട്ടയുടെ ആകൃതിയിൽ ഒരു വെളിച്ചം താഴേക്ക് വന്നതിനെ നിഴലായി കണ്ട്, അല്ലെങ്കിലോ വീടിന്റെ ഓടിന്റെ നിഴല് കണ്ടുകൊണ്ട് വെയിൽ കയറി വരുന്നതിനെ ലൊഹറിന്റെ സമയത്തോട് അടുപ്പിച്ച് കാണാൻ പൂർവീകർക്കൊരു വിവേകമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് സമയം നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് യാതൊരുവിധ ബോധവുമില്ല. ഒരു പുതിയാപ്പിള ഇറങ്ങാൻ നിക്കാഹിന് നിശ്ചയിക്കപ്പെട്ട സമയം എപ്പോഴാ വന്നു കയറാ? അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു, സമയം പാഴാക്കുന്നവൻ തീർച്ചയായും അവന്റെ ആയുസ്സാണ് പാഴാക്കിയതെന്ന് മഹാനായ ഹസൻ ബസ്രി തങ്ങൾ പറയുകയാണ്. ഗദാഉൽ അൽബാബി ഫീ ശർഹ് മൻദൂമ എന്ന ഗ്രന്ഥത്തിൽ കാണാം. മഹാനായ ഇസ്മാഈൽ അൽ ഹഖൽ ബറൂസവി തങ്ങളുടെ റൂഹുൽ ബയാനിൽ കാണാം, ലൈസ യൗമുൻ യഅതി മിൻ അയ്യാമിദ് ദുനിയാ ഇല്ലാ യതകല്ലം. ഈ ഭൂമിയിൽ ഓരോ പ്രഭാതവും നമ്മളിലേക്ക് കടന്നു വരുമ്പോ ആ പ്രഭാതം വർത്തമാനം പറയുന്നുണ്ടത്രേ. യഖൂൽ യാ അയ്യുഹന്നാസ് ഇന്നി യൗമുൻ ജദീദ്. ഓ ജനങ്ങളെ, ഞാനൊരു പുതിയ ദിവസമാ, ഞാനൊരു പുതിയ അനുഭവമാ. വഇന്നി അലാ മാ യുഅമലു ഫിയ ശഹീദ്. എന്നിൽ ചെയ്യപ്പെടുന്നതായ കാര്യങ്ങൾക്ക് നിനക്ക് അനുകൂലമായും പ്രതികൂലമായും ഞാൻ നിന്റെ റബ്ബിന്റെ മുന്നിൽ സാക്ഷി പറയുന്നതാണ്. വഇന്നി ലൗ ഖദ് ഗറബത്തി ശംസു
ഇന്നിന്റെ സായാഹ്ന സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാള സീമയിൽ ചഞ്ചായമണിഞ്ഞു കഴിഞ്ഞാൽ ഈ ദിവസമാകുന്ന ഞാൻ അർജിഇലൈക്കും ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ നിങ്ങളിലേക്ക് ഞാൻ മടങ്ങി വരൂല. ഇങ്ങനെ പറയാതെ ഒരു ദിവസവും നമ്മളിൽ നിന്നും കടന്നുപോയിട്ടില്ല. ഹബീബിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് സ്വഹാബികൾ ചോദിച്ചല്ലോ, ശ്രേഷ്ഠകരമായ ഒരു അമലിനെ കുറിച്ച് പറഞ്ഞു തരുമോ നബിയെ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു. ഇമാം ബൈഹഖി അവിടുത്തെ സ്വഹാബിൽ ഉദ്ധരിക്കുന്നുണ്ട്, അഫ്ദലുൽ അഅമാൽ, ഏറ്റവും ശ്രേഷ്ഠകരമായ അമൽ ഏതാണെന്നറിയുമോ? ഹിഫ്ദുൽ ഔഖാതി ഇൻദൽ ഔഫാസ്, ഓരോ ശ്വസന നിശ്വാസത്തിന്റെ നേരത്തും ഈ പാഴാകുന്ന സമയം എന്റെ ആയുസ്സല്ലേ എന്ന് ചിന്തിക്കലാണ് ഏറ്റവും വലിയ അമല് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. സമയം കളയാനില്ല, സമയം പാഴാക്കാനില്ല. എവിടെയും അമലുകൾക്കുള്ള അവസരമുണ്ടേ. ഞാൻ ഈ പറയുന്നത് അല്ലാഹു കൂലി തരുന്നതാവണേ, ഞാൻ ഈ കേൾക്കുന്നത് അല്ലാഹു കൂലി തരുന്നതാവണേ, ഞാൻ ചിന്തിക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമുള്ളതാവണേ, ഞാൻ ഇടപെടുന്നത് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചതാവണേ, ഞാൻ ആ ചെല്ലുന്നതും പോകുന്നതും വരുന്നതും കയറുന്നതും ഇറങ്ങുന്നതും അനങ്ങുന്നതും അടങ്ങുന്നതുമെല്ലാം എന്റെ ഹബീബ് എന്നെ പഠിപ്പിച്ചതും അല്ലാഹുവിന്റെ പൊരുത്തമുള്ളതുമാവണേ. ഇങ്ങനെ ഒരു ചിന്ത, ആത്മീയ ബോധം അങ്ങനെയാ വേണ്ടത്. ഇന്ന് ബോധ്യപ്പെടുത്തലുകളാണ് മറ്റുള്ളവർ. നവാദിറുൽ ഖൽയൂബിൻ എന്ന ഒരു ഗ്രന്ഥത്തിൽ കാണാം, മഹാന്മാരായ സ്വഹാബത്ത് യുദ്ധത്തിന് പോയിരിക്കുന്നു. യുദ്ധത്തിൽ ശത്രുപാളയത്തിൽ അപൂർവമായ ഒരു പോരാട്ടത്തിന്റെ നേർക്കാഴ്ച കണ്ടുകൊണ്ട് പകച്ചു നിൽക്കുന്നു സ്വഹാബികൾ. മുസ്ലിം സമൂഹത്തിന്റെ നേതാവും ശത്രു സമൂഹത്തിന്റെ നേതാവും തമ്മിലുള്ള പോരാട്ടം. മുസ്ലിം ഉമ്മത്തിന്റെ നേതാവ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ശത്രു സമൂഹത്തിന്റെ നേതാവുമായി ചരിത്രത്തിൽ വിരളമായി കണ്ടിട്ടുള്ള ഒരു പോരാട്ടം. അതാ ശ്വാസം അടക്കി പിടിച്ച് സ്വഹാബത്ത് ജിജ്ഞാസയോടെ നോക്കി നിൽക്കുന്നു. മുസ്ലിം സമൂഹത്തിന്റെ നേതാവ് ഉയരം കുറഞ്ഞ മനുഷ്യനാ, നല്ല ആകാര ഭംഗിയുണ്ട്. എന്നാൽ ശത്രുപക്ഷത്തിലുള്ള സഹോദരനാകട്ടെ നല്ല ഉയരമുള്ള മനുഷ്യനാ. ഘോരമായ പോരാട്ടത്തിൽ വാളുകൾ പരസ്പരം കൂട്ടിമുട്ടുമ്പോഴുള്ള ചിൽച്ചിൽ ശബ്ദവും ചിതറി വീഴുന്ന തീപ്പൊരികളും കണ്ട് അമ്പര നിൽക്കുന്ന അണികളുടെ മുന്നിൽ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മനോഹരമായ ചുവടുവെപ്പുകൾക്കൊടുവിൽ അതാ അന്തരീക്ഷത്തിലൂടെ ഒരു ആയുധം പറന്നു പോവാ. എല്ലാവരും കണ്ണ് ചിമ്മാതെ നോക്കി നിൽക്കുമ്പോൾ ശത്രു സമൂഹത്തിന്റെ നേതാവായ സഹോദരനെ മലർത്തിയടിച്ചിട്ട് മുട്ടുകാലുകൊണ്ട് നെഞ്ചിന്റെ മുകളിൽ കവച്ചിരിക്കുകയാ സയ്യിദുനാ അലി. പിടികൂടി നെഞ്ചിലിരുന്നതിൽ പിന്നീട് കൊല്ലാതെ വന്ന അലിയുനാ അവരോട് ചോദിച്ചു, എന്താ തങ്ങളെ വല്ലാതെ എഴുന്നേറ്റ് പോരാൻ കാരണം കൊല്ലാതെ? മഹാനായ അലി റളിയല്ലാഹു അൻഹു യുദ്ധമുഖത്ത് ധർമ്മത്തിന് വേണ്ടി, സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, അനീതിയുടെ നേതൃത്വത്തെ കീഴ്പ്പെടുത്തിയിട്ട് തിളങ്ങുന്ന ആയുധം അങ്ങ് ഉയർത്തിപ്പിടിച്ച് ശത്രുവിനെ വധിക്കാൻ വേണ്ടി ഉയർത്തിപ്പിടിച്ചപ്പോ ആ ആയുധത്തിന്റെ തിളക്കം തന്റെ മുഖത്തേക്ക് അടിച്ചപ്പോ നിസ്സഹായതയിൽ ആ മനുഷ്യൻ കണ്ണു പൊത്തുമ്പോ അലിയാര് തങ്ങൾ ആയുധം വലിച്ചെറിഞ്ഞിട്ട് നിരാശനായി മാറി നിൽക്കുന്ന കാഴ്ച കണ്ട് സ്വഹാബികൾ ചോദിച്ചു, എന്തേ കൊന്നില്ലല്ലോ? അലി റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞെന്നറിയോ? പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. അടിപെട്ട് വീണവൻ എൻ മുഖത്തൊരു തുപ്പ്, അപ്പോൾ എനിക്കവനോട് വന്നു വെറുപ്പ്, അപ്പോൾ വധിച്ചാൽ എന്റെ ദേഷ്യം അടക്കലായി, അല്ലാഹുവിനല്ലാതെ കൊല ഞാൻ ചെയ്യലായി,
ഞാൻ ആരെയും എനിക്കായി വധിച്ചിട്ടില്ല. ലില്ലാഹിക്കല്ലാതൊരു വധം എനിക്കില്ല. എന്റെ മുഖത്ത് തുപ്പിയതിന്റെ പേരിൽ ഞാൻ ആ സഹോദരനെ വധിച്ചാൽ അലിയുടെ വ്യക്തിപരമായ ഒരു വൈരാഗ്യം തീർക്കൽ എന്ന പേരിൽ അല്ലാഹു കൊലക്കുറ്റത്തിന് എന്നെ പ്രതിയാക്കുമേ സ്വഹേബ. ഞാൻ വന്നത് ഇഖ്ലാസിന്റെ മാർഗത്തിലാ. നിരാശനായി മാറി നിൽക്കുന്ന അലിയാർ തങ്ങളുടെ ദൃഢമായ കൈത്തണ്ടിലേക്ക് ഒരാൾ വന്ന് കടന്നു പിടിച്ചുകൊണ്ട് നെറ്റിത്തളം ചുളുക്കി പിടിച്ചുകൊണ്ട് മൗനാവൃതമായ മുഖത്തോട് കൂടെ 1000 പ്രഭാഷണം നടത്തുന്ന വാചാലത. അലിയെ, നിന്റെ കൂടെ എന്നെ കൂട്ടുമോ? നിന്റെ കൂടെ നീ കൂട്ടുമോ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ശത്രുസഞ്ചയത്തിന്റെ നേതൃത്വത്തിലുണ്ടായ സഹോദരൻ കലിമ ചൊല്ലുകയാ. ഇഖ്ലാസ് ഉണ്ട്, അല്ലാഹുവിനെ ബോധ്യപ്പെടുത്തൽ മാത്രമാണ് സഹോദര ജീവിതത്തിന്റെ പുരോഗമനത്തിലേക്കും പരിഷ്കാരങ്ങളിലേക്കും സംസ്കാരം എന്ന് പറഞ്ഞ് നാം കാട്ടിക്കൂട്ടുന്ന പേക്കോലങ്ങളിലേക്കും കടന്നു വരുമ്പോ യാഥാർത്ഥ്യങ്ങളെ മറന്നു പോകുന്ന നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താനാ മഹത്തായ അനുഗ്രഹീതമായ ഈ മസ്ജിദിന്റെ മുന്നിൽ ഇത്രയും ആളുകൾ ഒരുമിച്ച് കൂടിയോടത്ത് അടുത്ത ദിവസങ്ങളിൽ മഹാനായ ഒരു സയ്യിദിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നാം എല്ലാവരും കാത്തിരിക്കുമ്പോൾ സ്വലാത്തിന്റെ അമരധ്വനി കൊണ്ട് നാം നേടിയെടുക്കേണ്ട ഒരു ചൈതന്യമുണ്ട് മുഅ്മിനേ. ആ ചൈതന്യം നമ്മുടെ മനസ്സിന്റെ അകത്തേക്കാ വേണ്ടത്. ആ ചൈതന്യം നമ്മുടെ മനസ്സിന്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സമയവും നമുക്ക് പാഴല്ല, ഒരു സമയവും നമുക്ക് പാഴല്ല. എന്തിന് വന്നതാണ് ഇവിടെ എന്നറിയുമോ? ഒരു കച്ചവടക്കാരനെ പോലെ സങ്കല്പിച്ചു നോക്കൂ. നമ്മുടെ പരിസരത്ത് ഒരു പലചരക്ക് കച്ചവടം നടത്തുന്ന സഹോദരനെ ഒന്ന് സങ്കല്പിക്കൂ. എപ്പോഴാ സഹോദരൻ ഒരു പത്രം വായിക്കാൻ നമ്മുടെ കണ്ണിൽ കാണാൻ സാധ്യത കുറവാണ്. അത്യാവശ്യം കച്ചവട തിരക്കുള്ള ഒരു സഹോദരനാണ് എങ്കിൽ എപ്പോഴാ അദ്ദേഹം ശരീരത്തിൽ ഒരു സുഗന്ധം പൂശാ കാണലും അറിയലും പ്രയാസമാണ്. എപ്പോഴാണ് ആ മുഷിഞ്ഞ വസ്ത്രം ഒന്ന് മാറ്റി നല്ലൊരു വസ്ത്രത്തിൽ അദ്ദേഹത്തെ കാണല് പ്രയാസമാണ്. ഒരു കച്ചവടക്കാരനെ പോലെ ദുനിയാവിന്റെ കാര്യത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്നിട്ട് ആഖിറമങ്ങ് സമ്പാദിച്ചാൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ അയ്യുഹല്ലദീന ആമനൂ هل أدلكم على تجارة تنجيكم من عذاب أليم. അല്ലാഹു മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് പറയാണ്, ഞാൻ നിങ്ങൾക്കൊരു കച്ചവടം പറഞ്ഞു തരട്ടെ, ഞാൻ നിങ്ങൾക്കൊരു കച്ചവടം പഠിപ്പിച്ചു തരട്ടെ. ആ കച്ചവടത്തിന്റെ പ്രത്യേകത എന്താ? തുൻജീകും മിൻ അദാബിൻ അലീം. കഠോരമായ ഒരു ശിക്ഷ വരാനുണ്ടേ. നരകത്തിന്റെ വലിയ അഗ്നിഗോളങ്ങൾ നിങ്ങളെ വിഴുങ്ങുന്ന ഒരു ശിക്ഷ വരാനുണ്ട്. അതിൽ പെടാതെ നിങ്ങളെ സംരക്ഷിക്കുന്ന ഒരു കച്ചവടമുണ്ടെന്ന് ഖുർആൻ. എന്റെ പ്രിയമുള്ളവരെ, ഇങ്ങനെ ഒരു ഉപമ പോലെ ഖുർആന്റെ പ്രയോഗമെന്ന് ആഴ്ന്ന് ചിന്തിച്ചാൽ ഒരു കച്ചവടക്കാരന്റെ തിരക്ക് ആഖിറം സമ്പാദിക്കാനാണ് എങ്കിൽ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എപ്പോഴാ കച്ചവടക്കാരൻ? രാവിലെ 4 മണിക്ക് ആ പലചരക്ക് കച്ചവടക്കാരൻ മാർക്കറ്റിലേക്ക് പോകും. അത്യാവശ്യം പച്ചക്കറിയൊക്കെ വാങ്ങാനുണ്ടെങ്കിൽ എടുക്കാനുണ്ടെങ്കിൽ അങ്ങനെ പോകും. എന്നിട്ട് ഒരു 5:30 മണിയൊക്കെ ആവുമ്പോഴേക്കും ആ മാർക്കറ്റിലെ പള്ളിയിൽ നിസ്കരിച്ചിട്ട് വേഗം അദ്ദേഹം വാങ്ങിയ സാധനങ്ങളുമായി ഒരു 6 മണിയോടുകൂടെ കടയിലേക്ക് എത്തും. പിന്നെ ആ പഴയ തക്കാളിപ്പെട്ടിയൊക്കെ എടുത്ത് പുറത്തേക്ക് കളഞ്ഞ് ഒക്കെ നിരത്തി ഒക്കെ കറക്റ്റായിട്ട് വെക്കുമ്പോഴേക്കും ഒരു 6:45 7 മണിയാവും. അപ്പോഴേക്കും ആളുകൾ വന്നു തുടങ്ങും. പിന്നെ 7 മണി കഴിഞ്ഞ് അദ്ദേഹം ഒരു 8-8:30 ആവുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ ഭാര്യ അല്ലെങ്കിൽ മദ്രസയിലേക്ക് പോകുന്ന കുട്ടിയെ ഒരു ഗ്ലാസ് കട്ടൻ ചായ ഒരു ചെറു കടിയും കൊടുത്തു വെക്കും. അതങ്ങനെ അവിടെ കടയിൽ വെച്ച് കഴിക്കും. ഒരു 1:30-2 മണിയാകുമ്പോ വേഗം ഏതെങ്കിലും ഒരാൾ കടയിലുണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലും വന്നൊന്ന് സഹായത്തിന് നിൽക്കും, വീട്ടിൽ പോകും, കുളിക്കും, ളുഹർ നിസ്കരിക്കും, ഭക്ഷണം കഴിക്കും. പെട്ടെന്ന് വരും ഒരു 3 മണിയാവുമ്പോഴേ.
പിന്നെ വൈകുന്നേരത്തെ ചായ കിട്ടിയാ കിട്ടി. അങ്ങനെ ഒരു 9:30 മണിയോടുകൂടെ സാധാരണ കച്ചവടത്തിന്റെ എല്ലാ തിരക്കുകളും കഴിഞ്ഞ് എല്ലാം പിറക്കി വെക്കുമ്പോഴേക്കും അദ്ദേഹം ആലോചിക്കുക 10 മണിക്ക് ലാസ്റ്റ് വരാനുള്ള ബസ്, അതിൽ കുറച്ച് കസ്റ്റമർ ഉണ്ട് സ്ഥിരം, അവരെയും കൂടി പ്രതീക്ഷിച്ച് ഒരു 10:30-11 മണിയോടുകൂടെ അടച്ച് വീട്ടിലെത്തുമ്പോഴേക്കും പ്രിയപ്പെട്ട ഭാര്യ ചൂടുവെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, കുളിക്കും, ഇശ നിസ്കരിക്കും, ഭക്ഷണം കഴിക്കും. ആ മനുഷ്യൻ പിന്നെ കിടക്കുമ്പോ പിന്നെ ആദ്യം പറയുന്നത് 4 മണിക്ക് മുമ്പ് എഴുന്നേൽക്കണോലോ, മാർക്കറ്റിൽ പോണം. ഈ മനുഷ്യനോട് ചോദിക്കാണ് 2020 ഇന്ത്യയും പാകിസ്ഥാനും കളിച്ച് ആരാ ജയിച്ചതെന്ന് ചോദിച്ചാൽ പോയത് അറിയില്ല. ആ മനുഷ്യനോട് മറ്റേതെങ്കിലും കാര്യങ്ങളെ കുറിച്ച്, ആണവ കരാറിനെ കുറിച്ച് ചോദിച്ചാൽ അറിയൂല. ആ മനുഷ്യനോട് വേറെ ഏതെങ്കിലും ആധുനികമായ വാർത്തകളെ കുറിച്ച് ചോദിച്ചാൽ അറിയില്ല. ആ മനുഷ്യന്റെ ചിന്ത മുഴുവനും കച്ചവടം. നിങ്ങളൊരു കച്ചവടക്കാരനെ പോലെ ആ കച്ചവടത്തിനൊരു ക്യാപിറ്റൽ എമൗണ്ട് അള്ളാഹു നമ്മുടെ മനസ്സിൽ തന്നിട്ടുണ്ട്. തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി. ആ ക്യാപിറ്റൽ എമൗണ്ട് അള്ളാഹുവിലുള്ള വിശ്വാസമാ, ഹബീബിനോടുള്ള ഒരു ചെറിയ സ്നേഹമാ ഉള്ളിലുണ്ടോ. എന്നാൽ ആ കച്ചവടത്തിന് നമ്മൾ തയ്യാറായേ പറ്റൂ. വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലികും വഅൻഫുസികും ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. ആ കച്ചവടം നമ്മുടെ സമ്പത്ത് ചെലവ് ചെയ്യുന്നോടത്ത് ഒരു ബോധമാ. അല്ലാഹുവേ, ഞാൻ ഈ ചെലവ് ചെയ്യുന്നത് നിന്റെ മുന്നിൽ കൂലിയുള്ള ഒരു അമല് പോലെയാകുമോ അല്ലാ? ഞാൻ ഈ ചെലവ് ചെയ്യുന്നത് എന്റെ സമ്പത്തിന്റെ വിചാരണയിൽ ഞാൻ പരാജയപ്പെടാനുള്ള കാരണമാകുമോ അല്ലാ? ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടുമുള്ള അധ്വാനങ്ങൾ. എന്നാൽ എല്ലാവരും ഒന്ന് ആലോചിച്ചു നോക്കിക്കോ, നമ്മുടെ പണം നമുക്ക് എതിരെയാകുന്ന പല പല കാര്യങ്ങളുമുണ്ട്. നമ്മൾ അതിനു വേണ്ടി പണം ചെലവ് ചെയ്യുന്നവരാണ്. വിശദീകരിക്കുന്നില്ല. കച്ചവടത്തിൽ വിജയിക്കാൻ കഴിഞ്ഞാൽ യഗ്ഫിറു ലക്കും ദുനൂബക്കും വയുദ്ഖിലുക്കും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. അവിരാമം കളകളാരവം മുഴക്കി ഒഴുകുന്ന പുഴ കൊണ്ട് സമ്പൽ സമൃദ്ധമായ സ്വർഗത്തിന്റെ അകത്തളവാ അല്ലാഹു കച്ചവടത്തിന്റെ ലാഭമായി നൽകാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ഒരു കച്ചവടത്തിന് വേണ്ടിയിട്ട് വന്നോരാ നമ്മള്. കച്ചവടത്തിന്റെ മൂലധനം അല്ലാഹുവും റസൂലും ഹൃദയത്തിൽ ഉണ്ടാകാം. ഹൃദയത്തിൽ ആരുമില്ല. ഹൃദയത്തിലേക്ക് അല്ലാഹ് കടന്നു വന്നു കഴിഞ്ഞാൽ ചില മനുഷ്യന്മാരെ ഇമാം ഗസാലി ഇങ്ങനെ ഉദാഹരിക്കുന്നത് കാണാം. ഇമാം ഗസാലിയുടെ മുകാശഫയിൽ കാണാം, മഹാനവറുകൾ പറയുന്നുണ്ട് ചില ഉദാഹരണങ്ങൾ. മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നുണ്ട്. മഹാന്മാരായ സ്വഹാബികളെ പലരെയും ഈ ഉദാഹരണത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അവിടെ കാണാം ഇമാം ഗസാലി പറയുന്ന ഒരു കഥയുണ്ടാല തറായില സുലൈഖ. മഹദിയായ സുലൈഖ റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറയുകയാണ്. സുലൈഖ ബീവിയുടെ ഉള്ളിലേക്ക് അല്ലാഹ് കടന്ന അനുഭവത്തെ കുറിച്ച് പറയാ. യൂസുഫിനെ അങ്ങ് പ്രണയിച്ചല്ലോ, മഹദി അവർകൾ യൂസുഫ് നബിയെ പ്രണയിച്ചല്ലോ. സുദീർഘമായ ചരിത്രമാണ്. സുലൈഖ റളിയല്ലാഹു അൻഹയുടെ ഹൃദയത്തിലേക്ക് അല്ലാഹ് കടന്നു വരികയാ. സുലൈഖയുടെ കൊട്ടാരത്തിന്റെ വിശേഷങ്ങൾ പറയുന്ന പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂസുഫിന്റെ കഥകളെ ഇമാം ഗസാലി മനോഹരമായ ഭാഷയിൽ ഇങ്ങനെ പറയുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ ഏറ്റവും മധുരമുള്ള ചരിത്രം എന്ന് പറഞ്ഞ യൂസുഫ് നബിയുടെ കഥയിലേക്ക് കടന്നു വരുമ്പോ, യൂസുഫ് നബിയെ പ്രണയിച്ച സുലൈഖയുണ്ടല്ലോ, രാജകുമാരിയായി രാജ്ഞിയായി വാണു. അവസാനം കൊട്ടാരത്തിൽ നിന്നും യൂസുഫ് നബിയെ നഷ്ടപ്പെടുന്ന ഒരു സന്ദർഭമുണ്ട്. മഹാനായ യൂസുഫ് നബിക്ക് വേണ്ടി പ്രണയത്തോടുകൂടെ സുലൈഖ വഴിയോരങ്ങളിലേക്ക് ഇറങ്ങി യൂസുഫിനെ തേടുന്ന ഒരു സന്ദർഭമുണ്ട്. യൂസുഫ് നബിക്ക് വേണ്ടിയിട്ട് സുലൈഖ അന്വേഷണത്തിനിറങ്ങുന്ന ഒരു സംഭവമുണ്ട്. സുലൈഖയെ കുറിച്ച് മഹാനായ ഇമാം ഗസാലി പറയാ, വകാന ലഹാ മിനൽ ജവാഹിരി വൽ ഖലാഇദി ഖദറു 70 ജമലാ. സുലൈഖ ഇട്ടിരുന്ന ആഭരണ കൂമ്പാരങ്ങളെ ഭാണ്ഡക്കെട്ടായി കുതിരപ്പുറത്ത് വെച്ച് കഴിഞ്ഞാൽ 70ഓളം കുതിരയുടെ പുറത്ത് കൊണ്ടുപോകാനുള്ള ഭാണ്ഡക്കെട്ടോളം സുലൈഖ ധരിച്ചിരുന്ന ആഭരണ കൂമ്പാരങ്ങൾ ഉണ്ടായിരുന്നുവത്രേ. ആഭരണ കൂമ്പാരങ്ങളുമായി സുന്ദരിയായ സുലൈഖ റോഡിലേക്ക് ഇറങ്ങുകയാ. എന്റെ യൂസുഫിനെ കണ്ടോ, എന്റെ യൂസുഫിനെ കണ്ടോ, യൂസുഫിനെ കണ്ടു എന്ന് പറയുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ, ഞാൻ ഇന്ന് യൂസുഫിനെ കണ്ടു എന്ന് ഒരാൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
ഭാണ്ഡക്കെട്ട് നിറച്ചു കൊണ്ടുവന്നിരിക്കുന്ന ആഭരണ കൂമ്പാരത്തിൽ നിന്നും സുലൈഖയുടെ മനോഹരമായ ഒരു മാലയെടുത്ത് ആ മനുഷ്യന് കൊടുത്താൽ, ആർക്ക്? സുലൈഖയുടെ ഇഷ്ടബാധനമായ യൂസുഫിനെ ഇന്ന് കണ്ടു എന്ന് പറയുന്ന ആൾക്ക് അയാളോട് പോലും ഒരു സ്നേഹമാ. സുലൈഖയുടെ മാല സ്വീകരിച്ചുകൊണ്ട് അയാൾ നാട്ടിലേക്ക് പോയാൽ തുഗ്നീഹി, ആ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നനാവാൻ ആ മാല വിറ്റ പണം കൊണ്ട് സാധിക്കുന്ന വിധത്തിൽ സമ്പത്ത് മുഴുവൻ യൂസുഫിനോടുള്ള പ്രണയം കൊണ്ട് വലിച്ചെറിഞ്ഞ സുലൈഖ, ഇമാം ഗസാലി പറയുകയാണ്, എന്ത് കണ്ടാലും അതിന്റെ യൂസുഫ. ആകാശത്തിലേക്ക് നോക്കിയാൽ യൂസുഫിന്റെ പേരാ, എവിടേക്ക് തിരിഞ്ഞാലും യൂസുഫ് എന്ന ചിന്തയാ. ഉറക്കത്തിലും ഉണർവിലും സർവ്വസമയങ്ങളിലും യൂസുഫ് എന്ന ചിന്തയിൽ ലയിച്ചു കിടക്കുന്ന ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ യൂസുഫ് അല്ലാത്ത എല്ലാത്തിനെയും പെണ്ണ് മറന്നേ. യൂസുഫ് എന്ന സൗന്ദര്യധാമത്തെ മാത്രം ആരാധിക്കുന്ന പോലെ ഹൃദയം കീഴടക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിൽ കയറാത്ത ഒരു സാധാരണ പച്ച ശരീരത്തിന്റെ അകത്തേക്ക് പ്രളയം വന്നുകൊണ്ട് പെണ്ണിനെ കീഴ്പ്പെടുത്തുന്ന അത്ഭുതത്തെ കുറിച്ച് പറയുന്ന ഇമാം ഗസാലിയുടെ വാക്കുകൾ കേട്ടോളൂ. മഹദിയായ സുലൈഖ എവിടേക്ക് തിരിഞ്ഞാലും എന്ത് പറഞ്ഞാലും ഉരുവിടുന്നത് മുഴുവനും, ചിന്തിക്കുന്നത് മുഴുവനും, കാണുന്നത് മുഴുവനും, കേൾക്കുന്നത് മുഴുവനും യൂസുഫ് എന്ന് പറയുന്ന വാക്കല്ലാതെ മറ്റൊന്നുമില്ല എന്ന അവസ്ഥയിലേക്ക് ചിത്തഭ്രമം ഉണ്ടാ പെണ്ണ് കീഴ്പ്പെട്ടു പോകുമ്പോൾ നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുമ്പോൾ യൂസുഫേ എന്ന് വിളിക്കുമായിരുന്നു സുലൈഖ. അവസാനം പ്രേമം ഭ്രാന്തായി കരയാൻ തുടങ്ങി. കരഞ്ഞ് കരഞ്ഞ് സുന്ദരിയായ സുലൈഖയുടെ കരച്ചിൽ കൊണ്ട്, ടെൻഷൻ കൊണ്ട് ആ മുഖമങ്ങ് വാടുകയാ. കരഞ്ഞ് 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 കണ്ണിന് കരയലല്ലാതെ മറ്റൊന്നുമല്ല, കണ്ണുനീര് വറ്റുകയാണ്. കാഴ്ച പോവുകയാ, തെരുവിലേക്ക് ഇറങ്ങുകയാ. ചുരുക്കി പറയട്ടെ, മുഷിഞ്ഞു നാറിയ വേഷത്തിലും മനസ്സിലൊരായിരം ശക്തി എന്താണെന്നറിയുമോ? പ്രിയപ്പെട്ട യൂസുഫിനെ എപ്പോഴെങ്കിലും ഒന്ന് കാണാൻ കഴിയുമെന്ന അനുരാഗത്തിന്റെ ഒരു വലിയ ധൈര്യമാണ്. അങ്ങനെയിരിക്കെ കുറെ കാലം വഴിയോരങ്ങളിൽ ഇങ്ങനെ നിരങ്ങി 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 നടന്ന ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും പടുക്കുഴിയിലേക്ക് പോയ പെണ്ണുണ്ടല്ലോ, തന്റെ പ്രണയത്തിന്റെ ഏറ്റവും വലിയ യാഥാർത്ഥ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്ന മൗഢ്യമായ ഒരു വിശ്വാസവുമായി നിൽക്കുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കാരുണ്യത്തിന്റെ ഇടപെടൽ വരികയാണ്. മഹാനായ യൂസുഫ് നബിക്ക് അധികാരം കിട്ടുന്ന കാലത്തേക്ക് പോകട്ടെ. യൂസുഫ് നബി 70ഓളം വരുന്ന സൈന്യവുമായി, സംഘവുമായി, പരിവാരങ്ങളുമായി സുലൈഖ ഇരിക്കുന്ന ആ വഴിയോരത്തേക്ക് യാദൃച്ഛികമായ ഒരു യാത്ര പോവുകയാണ്. യൂസുഫ് നബിയുടെ കുതിരയുടെ കുളമ്പടിയെ അകലെ നിന്നുകൊണ്ട് സുലൈഖയുടെ പ്രണയത്തിന്റെ കാതുകൊണ്ട് കേൾക്കുകയാ. യൂസുഫ് നബിയുടെ വിയർപ്പിന്റെ ഗന്ധത്തെ പ്രണയത്തിന്റെ നാസാരന്ധ്രങ്ങൾ കൊണ്ട് പെണ്ണ് മണത്തറിയുകയാ. സുലൈഖ തിരിച്ചറിയുകയാ. യൂസുഫ് നബിയുടെ ഹൃദയമിടുന്ന താളത്തെ സുലൈഖ കേൾക്കുകയാ, അറിയുകയാ. തളർന്നൊട്ടിയ ശരീരത്തിലേക്ക് ഒരു നവജീവൻ കടന്നു വരികയാ. വഴിയോരത്ത് കണ്ണറിയാതെ അന്ധയായി തപ്പിത്തടയുന്ന സുലൈഖയിലേക്ക് ഒരു നവജീവൻ. സുലൈഖ അറിയുന്ന പ്രണയത്തിന്റെ വൈകാരികമായ അവസ്ഥയിലേക്ക് ഒരു വിവേകം രൂപപ്പെട്ടുകൊണ്ട് തപ്പിത്തടഞ്ഞ വഴിയോരത്തിന്റെ മധ്യഭാഗത്ത് നിന്നുകൊണ്ട് മാർഗതടസ്സത്തിലൂടെ എങ്കിലും സുലൈഖ യൂസുഫിനെ ഒന്ന് നേരിടാൻ തയ്യാറാവുമ്പോൾ യൂസുഫ് നബിയുടെ വാഹനം അവിടെ എത്തുന്നു. ചോദിക്കുന്ന ആരാണത്? അവരെ ഒന്ന് വഴിയിൽ നിന്നും മാറ്റുമോ? യൂസുഫ് നബിയോട് അവർ ഉറക്കെ പറയാൻ തുടങ്ങി. യൂസുഫേ, പേര് ചൊല്ലി വിളിക്കുകയാ. അധികാര സോപാനങ്ങളിൽ ഇരിക്കുന്ന മഹാചക്രവർത്തിയെ, എടോ യൂസുഫേ, നീ എന്നെ മറന്നോ? നിന്റെ തൂക്കം സ്വർണം കൊടുത്തുകൊണ്ട് ചന്തയിൽ നിന്നും നിന്നെ വിലവെടുത്ത് വാങ്ങിയ നിന്റെ യജമാനത്തി സുലൈഖയാ ഞാൻ നിന്റെ യജമാനത്തി സുലൈഖയാ. നീ എന്നെ മറന്നോ? നീ എന്നെ മറന്നോ? നിനക്ക് വേണ്ടി കാത്തിരുന്നതാ ഞാൻ, നിനക്ക് വേണ്ടി കണ്ണുനീര് ചാലിട്ടൊഴുക്കിയവളാ ഞാൻ, നിനക്ക് വേണ്ടി പ്രാർത്ഥന നടത്തിയവളാ ഞാൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അചഞ്ചലമായ തീരുമാനം ആകാശത്തിന്റെ വർണ്ണശബളമായ സീമയെ കീറി മുറിച്ചുകൊണ്ട് മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് മഹാനായ യൂസുഫ് നബിയോട് പറയാ, നബിയേ, അല്ലാഹു
അള്ളാഹുവിന്റെ അലംഘനീയ പ്രഖ്യാപനം വന്നിട്ടുണ്ട്. അങ്ങയുടെ ജീവിതത്തിന്റെ ഹരിതാപ കാലഘട്ടത്തിൽ അങ്ങ് പ്രവാചകനും പ്രബോധകനും അതോടൊപ്പം രാജ്യത്തിന്റെ ഭരണാധികാരിയായിരിക്കുമ്പോഴും സംരക്ഷണത്തിൽ സുലൈഖയെയും അങ്ങ് ഏറ്റെടുത്തുകൊണ്ട് പ്രിയപ്പെട്ടവളെ ജീവിതത്തിന്റെ പാതിയിലേക്ക് ചേർത്ത് പത്നിയാക്കണേ, അങ്ങയുടെ ഭാര്യയാക്കണേ, നിക്കാഹ് കഴിക്കണേ. സുലൈഖ യൂസുഫ് നബിയേക്കാൾ പ്രായത്തിൽ മൂത്തതെന്ന ചരിത്രത്തിൽ കാണുന്നത്. മഹാനായ യൂസുഫ് നബി കരഞ്ഞു പോവാ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിലേക്ക് കൈനീട്ടുകയാ. ജിബ്രീൽ സാക്ഷിയാവാ, അന്ധയായ വിരൂപിണിയായ ഈ പെണ്ണിനെ ഞാൻ എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ നിന്റെ തൃപ്തിയുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് എനിക്കൊരു സ്വർഗമില്ല അല്ലാ. പടച്ചോനെ, നിന്റെ പൊരുത്തം ഞാൻ ആഗ്രഹിക്കാണ് അല്ലാ. എന്നാലും ഞാൻ മനുഷ്യനല്ലേ, നീ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് പൊട്ടക്കിണറ്റിൽ നിന്നും ജയിലറകളിലൂടെ അപ്പുറത്തേക്ക് വന്ന് അധികാരത്തിന്റെ സോപാനങ്ങളിലെ വിശാലമായ ഉത്തരവാദിത്വം നീ എന്നെ ഏൽപ്പിക്കുമ്പോ അന്ധയായ ഈ പെണ്ണിന്റെ പ്രാഥമികമായ കാര്യങ്ങൾ പോലും ചെയ്യാൻ കഴിയാത്ത വിധം അവൾ അനാരോഗ്യം കൊണ്ടും മറ്റു പ്രയാസങ്ങൾ കൊണ്ടും വീർപ്പുമുട്ടുമ്പോൾ അല്ലാഹുവേ, ഈ പെണ്ണിന്റെ കണ്ണിന്റെ കാഴ്ചയെങ്കിലും നിനക്കൊന്ന് തിരിച്ചു കൊടുത്തുകൂടെ അല്ലാ? ഈ പെണ്ണിനൊന്ന് കണ്ണിന്റെ കാഴ്ച തിരിച്ചു കൊടുത്തുകൂടെ അല്ലാ? മഹാനായ യൂസുഫ് നബിയുടെ ഗദ്ഗതത്തോടുകൂടെയുള്ള ശബ്ദവീചികൾക്ക് ജിബ്രീൽ ആമീൻ പറയുമ്പോൾ അത്ഭുതം സംഭവിക്കാൻ ചടപിടിച്ച മുടികളതാ കാറ്റിൽ പറന്നു നടക്കുകയാ, പൊടിപുരണ്ട ശരീരമതാ വെളുത്തു തുടുക്കുകയാ. സുലൈഖയുടെ കണ്ണിന് കാഴ്ച വരികയാ. പതിറ്റാണ്ടുകളോളം പ്രണയിച്ചു നടന്നിട്ട് തന്റെ പ്രിയപ്പെട്ടവനെ കൺമുന്നിൽ കൺകുളിർക്കെ കാണാൻ യൂസുഫിന്റെ പ്രാർത്ഥന കാരണമാവുകയാ. സുലൈഖയുടെ മനസ്സിൽ യൂസുഫ് അതാ വലുതാവുകയാ. യൂസുഫിന്റെ അടുക്കിലേക്ക് ഓടുകയാ. നിക്കാഹ് സാധ്യമാവുകയാ. നിക്കാഹ് കഴിഞ്ഞ് ജീവിതത്തിന്റെ ആദ്യത്തെ രാത്രിയിലേക്ക് ആ പരാപര വെളിച്ചത്തിൽ കൊട്ടാരത്തിന്റെ സൗകര്യങ്ങളിലേക്ക് കടന്നു വരികയാ. നിക്കാഹ് കഴിഞ്ഞു വരുന്ന യൂസുഫ് നബി ആദ്യ രാത്രിയിൽ മുസ്ലിമായി വന്ന പെണ്ണിന് ആദ്യത്തെ രാത്രിയിൽ പറഞ്ഞു കൊടുക്കുന്നത് എന്താണെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, വിവാഹത്തിന് മുന്നേ ആദ്യ രാത്രി കഴിയുന്ന കാലഘട്ടത്തിലായി പ്രണയത്തെ കുറിച്ച് നമ്മൾ പറയുന്നത്. വിവാഹത്തിന് മുമ്പ് ശാരീരിക ബന്ധങ്ങൾ സജീവമാകുന്ന കാലഘട്ടത്തിലാ ഈ പ്രണയത്തെ കുറിച്ച് നമ്മൾ പറയുന്നത്. ഇതുവരെ യൂസുഫ് എന്ന് പറയുന്ന സൗന്ദര്യധാമത്തെ അന്ധമായി അനന്തമായി പ്രണയിച്ച പെണ്ണിന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് യൂസുഫ് നബി അങ്ങ് പറഞ്ഞു കൊടുക്കുകയാ. ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ. സുലൈഖയ്ക്ക് കലിമ ചൊല്ലിക്കൊടുത്ത യൂസുഫ് നബി നിക്കാഹിലൂടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അള്ളാഹുവിനെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കണമല്ലോ. സാന്ദർഭികമായി പറയട്ടെ, ഭർത്താവിന് ഭാര്യയോടുള്ള ഒന്നാമത്തെ കടമ ശറഅ് പഠിപ്പിക്കലാ. ഭാര്യയോട് ഭർത്താവ് നിർവഹിക്കേണ്ട ഒന്നാമത്തെ കടമ ശറഅ് പഠിപ്പിക്കലാ, ഫിഖ്ഹ് പഠിപ്പിക്കലാ. ഒരു പെണ്ണിനോട് ഒരാണ് തുറന്നു പറയാൻ, ഒരു പെണ്ണിനോട് ഒരു അധ്യാപകന്റെ റോളിൽ നിന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് മസല പറഞ്ഞു കൊടുക്കാൻ ഈ പ്രപഞ്ചത്തിൽ ഒരേ ഒരു ബന്ധത്തിനെ സാധിക്കും. അത് ഭർത്താവ് ഭാര്യയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോഴാ. സാന്ദർഭികമായി മസല പറഞ്ഞതാണ്. എന്നാൽ കേട്ടോളൂ, സുലൈഖ ബീവിക്ക് യൂസുഫ് നബി അള്ളാഹുവിനെ കുറിച്ച് പറയുകയാ. ആരാണ് അല്ലാഹ്? പ്രിയപ്പെട്ട സുലൈഖ, നിന്നെയും എന്നെയും പടച്ച അല്ലാഹ്, സർവലോകത്തെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹ്, വിശേഷ ബുദ്ധി കൊണ്ട് ആകാര ഭംഗി കൊണ്ട് മനുഷ്യനെ ആദരിച്ച അല്ലാഹ്, ഈ ജീവിതം നശ്വരമാണെന്നും ശാശ്വതമായ ഒരു പരലോക ജീവിതം വരാനുണ്ടെന്നും പഠിപ്പിക്കാൻ വേണ്ടി 1,24,000 വരുന്ന അമ്പിയാക്കളെ ഈ ഭൂമിയിലേക്ക് നിയോഗിച്ച അല്ലാഹ്, നീലവിഹായസിന്റെ നീലിമയിൽ നീരസമറിയാതെ നീലീഭവിക്കുന്ന നീലവാന പക്ഷികളെ പടച്ച അല്ലാഹ്, കാട്ടാനയുടെ ചിഹ്നം വിളിക്ക് കാടിന്റെ അകത്ത് ചന്തം കൊടുത്ത അല്ലാഹ്, ഹൃദയഹാരിയായ സൗരഭ്യങ്ങൾ ആവാഹിച്ചുകൊണ്ട് പാൽപുഞ്ചിരി പൊഴിക്കുന്ന പുഷ്പങ്ങൾക്ക് മുകളിലെല്ലാം മറന്ന് വട്ടമിട്ട് പറക്കുന്ന ചിത്രശലഭങ്ങൾക്ക് സൗന്ദര്യം കൊടുത്ത അല്ലാഹ്, പുള്ളിക്കുയിലിന്റെ പുതുകുത്തൻ ഗീതങ്ങൾക്കോ കുഞ്ഞാറ്റ കുരുവികളുടെ കളകൂചരങ്ങൾക്കും തസ്ബീഹിന്റെ ധ്വനി കൊടുത്ത അല്ലാഹ്, സുലൈഖയോട് അല്ലാഹുവിനെ കുറിച്ച് പറയാ. രാവിന്റെ ഇരുട്ടിന് കുളിർമയേകാൻ ചന്ദ്രന്റെ പ്രകാശത്തെ അലങ്കാരമാക്കിയ അല്ലാഹ്, പകലവനായി സൂര്യൻ നിറഞ്ഞു നിന്നുകൊണ്ട് പ്രകാശത്തിൽ പ്രപഞ്ചം കുളിച്ചു നിൽക്കാൻ സൂര്യനെ അവസരമാക്കിയ അല്ലാഹ്, സ്വർഗത്തെ പടച്ച അല്ലാഹ്, അതിനപ്പുറം ഒരു നരകമുണ്ട്, ഒരു സിറാത്തുണ്ട്, ഒരു വിചാരണയുണ്ട്. അവക്ക് പടച്ച അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. അല്ലാഹുവിനെ കുറിച്ച് സുലൈഖയുടെ മുന്നിൽ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുമ്പോ ഹൃദയായ സുലൈഖ
സുലൈഖയുടെ മനസ്സിൽ നിന്ന് യൂസുഫ് ഇറങ്ങുകയാ. അല്ലാഹു മനസ്സിന്റെ അകത്തേക്ക് കയറാ. ഞാൻ പറഞ്ഞല്ലോ, ഒരു കച്ചവടത്തിന് വന്നവരാ നമ്മള്. നമ്മുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് ആ കച്ചവടത്തിന്റെ ക്യാപിറ്റൽ എമൗണ്ട് അല്ലാഹു തന്നിട്ടുണ്ട്. ഏതാണ് ആ ക്യാപിറ്റൽ എമൗണ്ട്? തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി. അല്ലാഹുവിലുള്ള വിശ്വാസമാ, അവന്റെ റസൂലിലുള്ള വിശ്വാസമാ. ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ ഒരു തീപ്പൊരി പോലെ വന്നിരിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, സ്വഹീഹുൽ ബുഖാരിയുടെ മുഖദ്ദിമ തുടങ്ങുമ്പോ ഇമാം ബുഖാരി പറയാ, ബുഖാരിയുടെ തുടക്കത്തിൽ തന്നെ കാണാമല്ലോ, ഒരു മനുഷ്യന്റെ സൽപ്രവർത്തനങ്ങൾ കൊണ്ട് അവന്റെ ഈമാൻ അങ്ങ് വർദ്ധിപ്പിക്കുകയാ. അല്ലാഹു അതിനുള്ള അവസരം കൊടുക്കാ. ഏത് പ്രവർത്തനം ചെയ്തപ്പോഴാ നമ്മുടെ ഈമാൻ വർദ്ധിച്ചത്? പരിശുദ്ധ റമദാനിന്റെ തറാവീഹ് നിസ്കരിച്ചപ്പോ നമ്മുടെ ഈമാൻ വർദ്ധിച്ചോ? ഒരു വഅല് കേട്ടതിന്റെ പേരിൽ, ഒരു വഅല് പറഞ്ഞതിന്റെ പേരിൽ നമ്മുടെ ഈമാൻ വർദ്ധിച്ചോ? ഒരു സദഖ ചെയ്തതിന്റെ പേരിൽ നമ്മുടെ ഈമാൻ വർദ്ധിച്ചോ? ഇന്നിന്റെ ഈ രാവിലെ നമ്മൾ ഇശാ നിസ്കാരം നിർവഹിച്ചതിന്റെ പേരിൽ നമ്മുടെ ഈമാൻ വർദ്ധിച്ചോ? ഈമാൻ വർദ്ധിക്കാൻ നമ്മുടെ സൽക്കർമ്മങ്ങൾ കൊണ്ട് നമുക്ക് സാധ്യമല്ലെങ്കിൽ സ്വലാത്തിന്റെ ചൈതന്യം ഈ ഹൃദയത്തിൽ കയറിയിട്ടില്ല, ഹബീബിന്റെ സ്നേഹം ഈ ഹൃദയത്തിൽ കയറിയില്ല, അല്ലാഹ് എന്ന വിചാരം നമ്മുടെ മനസ്സിന്റെ അകത്തേക്ക് വന്നില്ല. വന്ന പെണ്ണുണ്ടല്ലോ, ജീവിതത്തിന്റെ നൈരാശ്യങ്ങൾ മുഴുവനും വലിച്ചെറിഞ്ഞുകൊണ്ട്, യൂസുഫ് എന്ന പ്രണയഭാജനത്തെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഒറ്റക്ക് പോയിരിക്കാൻ തുടങ്ങി. ആദ്യത്തെ രാത്രി അങ്ങ് കഴിഞ്ഞു. രണ്ടാമത്തെ രാത്രിയിലേക്ക് എത്തിയപ്പോൾ യൂസുഫ് നബിയോട് സുലൈഖ പറഞ്ഞു, നാളെ പകലാവട്ടെ, നമുക്ക് ഒരുമിച്ചിരിക്കാം, സംസാരിക്കാം, ഞാൻ എന്റെ അല്ലാഹനെ ഒന്ന് ഓർക്കട്ടെ. പിറ്റേ പകലിൽ യൂസുഫ് നബി എന്ന അധികാരത്തിന്റെ തിരക്ക് പിടിച്ച മനുഷ്യൻ ഓടി വരുമ്പോ പറയുകയാ, ഇന്നിന്റെ സായാഹ്നം കഴിയട്ടെ, ഈ വരുന്ന രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് കൂടാം. ഒരുമിച്ചൊന്ന് കിടക്കാൻ വേണ്ടി വിളിക്കുമ്പോ പ്രിയപ്പെട്ടവൾ പറയുകയാണ്, പകല് വിളിച്ചാ രാത്രി, രാത്രി വിളിച്ചാൽ പകൽ ഇങ്ങനെ ഒഴിഞ്ഞു മാറിപ്പോകുമ്പോൾ മഹാനായ യൂസുഫ് നബി അതാ അല്ലാഹുവോട് ചോദിക്കാ, പടച്ചോനെ ഇതെന്ത് മറിമായമാ, ഈ പെണ്ണിന്റെ ഉള്ളിൽ എന്താ എന്നെ കുറിച്ചുള്ളൊരു ചിന്തയില്ലേ? തുറന്ന് ചോദിക്കാൻ തീരുമാനിക്കുകയാ. യൂസുഫ് നബി ചോദിക്കുകയാ, പെണ്ണേ എന്നെ നിനക്ക് വേണ്ടേ? മഹദി അവറുകൾ യാതൊരുവിധ സങ്കോചവുമില്ലാതെ കൂസലെന്നെ പറഞ്ഞു, വഖാലത്ത് യാ യൂസുഫ് ഇന്നമാ കുൻതു ഉഹിബ്ബുക ഖബല അൻ അഅരിഫഹു. നീ എനിക്ക് പറഞ്ഞു തന്ന അല്ലാഹനെ കുറിച്ച് അറിയുന്നതിന് മുമ്പാ ഞാൻ നിന്നെ പ്രണയിച്ചത് യൂസുഫേ. എനിക്ക് നിന്നെ വേണ്ടാതെ പറയുന്നില്ല, പക്ഷേ നിന്നെ പ്രേമിച്ചപ്പോൾ ആ പ്രണയത്തിനപ്പുറത്തേക്ക് മനസ്സിനൊരു ആനന്ദമില്ലെന്ന് വിശ്വസിച്ച എന്റെ മുന്നിൽ അല്ലാഹ് എന്ന പ്രണയം കടന്നു വന്നപ്പോ നിന്നെ മറന്നു പോവാ ഞാൻ. മഹാനായ യൂസുഫ് നബി പറഞ്ഞു, പെണ്ണേ, അല്ലാഹുവിന്റെ ഒരു ഖദർ ഖളാ ഉണ്ട്. നിന്റെ വയറ്റിൽ 2 പ്രവാചകന്മാർ ജന്മമെടുക്കേണ്ടവരാ, 2 ആൺകുട്ടികളെ നീ പ്രസവിക്കേണ്ടതാ പെണ്ണേ. ആ പ്രസവത്തിന് വേണ്ടി ശരീരത്തിന്റെ ആ ബാഹ്യമായ പ്രകടനമായി ആ ശരീരത്തിൽ ഒരു സബബായി അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്ന ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ എല്ലാ കാര്യങ്ങളും നടക്കേണ്ടതുണ്ട് പെണ്ണേ. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് പറഞ്ഞതാണ്, നിന്നെയും കൊണ്ട് വീട് കൂടുകയും ശാരീരിക ബന്ധം നടത്തുകയും വേണമെന്നത് വഹയിന്റെ നിർദ്ദേശമാ. അതുകൊണ്ട് നീ എന്നിലേക്ക് വഴുതി വന്നേ പറ്റൂ, വഴങ്ങി വന്നേ പറ്റൂ. മഹദിയായ സുലൈഖ പറഞ്ഞു, അമ്മാ ഇദാ കാന അല്ലാഹു ജഅലനി ത്വരീഖൻ ഇലൈഹി ഫതഅതുക ലി അംരില്ലാഹ്. ശരീരത്തിന്റെ ഭൗതിക സുഖമറിയാതെ ആത്മാവ് മുഴുവൻ അല്ലാഹുവിൽ സമർപ്പിച്ചുകൊണ്ട് ശാരീരിക വേഴ്ചയിലൂടെ 2 പ്രവാചകന്മാരായ ആൺകുട്ടികൾക്ക് പ്രസവം നൽകാൻ, ജന്മം നൽകാൻ സുലൈഖ യൂസുഫ് നബിയുടെ മുന്നിലേക്ക് ചെന്നു എന്ന് ഇമാം ഗസാലി പറയുമ്പോ, ഉള്ളിന്റെ ഉള്ളിലേക്ക് ഒരു മധുരമായി നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലേക്ക് അല്ലാഹു കടന്നു വരണേ. ഈമാൻ എന്ന് പറഞ്ഞാൽ ഒരു മധുരമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി ഒന്നുകൂടി ഖാല റസൂലുള്ളാഹി അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സലാത്തുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തുൽ ഈമാൻ. ഈമാൻ എന്ന് പറഞ്ഞാൽ അതൊരു മധുരമാ, ഈമാൻ എന്ന് പറഞ്ഞാൽ അതൊരു ആസ്വാദനമാ, ഈമാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയം കൊണ്ട് നാം മാത്രം അറിയുന്ന ഒരു പ്രത്യേകമായ അനുഭവമാ. ഈമാൻ അങ്ങനെയാ. ഈമാൻ ഞെട്ടിത്ത് കാണുന്നതല്ല. ഈമാൻ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനിൽ മധുരം അറിഞ്ഞ പോലെ അറിയണം.
മധുരം. നാളൊരിക്ക പറഞ്ഞു ഷുഗർ ഉണ്ട്, വീട്ടിൽ നിന്ന് കഴിച്ചാലാ ഷുഗർ ഉണ്ടാവുള്ളൂ. റോട്ടീന്നോ പള്ളിന്നോ മൗലൂദൊക്കെ കഴിയുമ്പോൾ ഒരു ലഡു കഴിച്ചു എന്ന് വെച്ചു ഷുഗർ ഉണ്ടാവില്ല. എന്താ? അത് വീട്ടിൽ നിന്ന് കഴിച്ചാലേ ഉണ്ടാവുള്ളൂ. കാരണം എന്താ? മധുരം കഴിക്കാനുള്ള കൊതിയ. മധുരം കഴിച്ചു പോയാൽ മധുരത്തോടൊരു ആഗ്രഹം. മധുരം അനുഭവിച്ചാൽ മധുരം ഒരു മനുഷ്യൻ പിന്നെയും പിന്നെ ആഗ്രഹിക്കുക. ഈമാൻ എന്ന് പറഞ്ഞാൽ അത് മധുരം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാൻ എന്ന് പറഞ്ഞാൽ ഒരു മധുരമാ. ആ മധുരം കിട്ടിക്കഴിഞ്ഞാൽ എന്റെ പ്രിയമുള്ളവരെ, എവിടെയായി മധുരം കിട്ടിയത്? എവിടെയായി മധുരം കിട്ടിയത്? അമൽ ചെയ്തപ്പോ കിട്ടിയോ? ഇല്ലല്ലോ. ഒരിടത്തിലും നമുക്ക് ഈ മധുരം കിട്ടാതെ പോകുന്നു എന്നതാ അള്ളാഹുവിന്റെ ഹബീബ് പറയാ. മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു വിളിക്കുകയാ. അള്ളാഹു സ്വർഗ്ഗലോകത്തെ പടക്കുകയാ. എന്നിട്ട് മഹാനായ ജിബ്രീലിനോട് പറയുന്നു, ജിബ്രീലെ, ഞാൻ സ്വർഗം പടച്ചിട്ടുണ്ട്. ഇമാം തുർമുദിയുടെ ജാമിഉൽ ഹദീസ് കാണാം. സ്വർഗം ഒന്ന് കണ്ടുവരുമോ? സ്വർഗം കണ്ടുവന്ന ജിബ്രീല് അള്ളാന്റെ മുന്നിൽ വന്നിട്ട് പറയാ, പടച്ചോനെ, അനുഗ്രഹ വിഭൂഷിതമായ അകത്തളത്തിന്റെ അലങ്കാരം കണ്ട് ഞാൻ അമ്പരന്ന് വരികയാ. എന്തോ ഒരു മനോഹരമാ നിന്റെ സ്വർഗം. ഈ സ്വർഗത്തെ കുറിച്ച് നിന്റെ അമ്പിയ പുങ്കവരുടെ നാവിൻ തുമ്പിലൂടെയുള്ള വർണ്ണനകളിൽ പ്രപഞ്ചത്തിൽ വരുന്ന മനുഷ്യരും സർവ്വസൃഷ്ടികളും ഇത് മോഹിക്കുമല്ലോ. അല്ലാ, ജിബ്രീലെ, മോഹിക്കുന്ന സ്വർഗം ഞാൻ അങ്ങ് കൊടുക്കൂല ജിബ്രീലെ. അള്ളാഹുവിന്റെ ഹബീബ് പറയാ, അള്ളാഹു സ്വർഗത്തിനൊരു മതിൽ വെച്ചുവത്രേ. ആ മതിലിന്റെ പ്രത്യേകത എന്താ? വികർഷണ സ്വഭാവമാ. വികർഷണ സ്വഭാവമാ. ഇടുക്കി ആർച്ച് ഡാമിനുണ്ട് ഒരു വികർഷണ സ്വഭാവം. വെള്ളത്തെ അങ്ങോട്ട് തള്ളിമാറ്റുന്ന വികർഷണ സ്വഭാവമുണ്ട്. 16% അതിന്റെ പ്രവർത്തനങ്ങളിൽ പ്രയാസങ്ങൾ കാണപ്പെടുന്നു എന്ന് ഈ അടുത്തൊരു പഠനം വന്നു. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ഡാം ദുരന്തങ്ങളെ തൊട്ട് അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അല്ലാഹുവിന്റെ ഖുർആനിൽ ഒരു അധ്യായമുണ്ട്, സൂറത്ത് സബ്. അങ്ങ് പണ്ടൊരിക്കൽ ഒരു ഡാം ദുരന്തം നടന്ന കഥ പറയുന്ന അധ്യായമാണിത്. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. എപ്പോഴും ദുആ ഇറക്കേണ്ടതാണത്. വികർഷണ സ്വഭാവം സ്വർഗത്തിന്റെ മതിലിനുണ്ട്. രണ്ടാം വട്ടം ജിബ്രീലിനെ അങ്ങ് പറഞ്ഞയച്ചു. മഹാനായ ജിബ്രീലിന്റെ വിശാലമായ 600 ചിറകുകൾ കൊണ്ട് സ്വർഗത്തിന്റെ വർണ്ണമനോഹരമായ അകത്തളം കാണാൻ, വിശാലത കാണാൻ അങ്ങ് പറക്കാൻ തുടങ്ങി ജിബ്രീല്. അള്ളാഹുവിന്റെ മുന്നിൽ വന്നുകൊണ്ട് ജിബ്രീല് പൊട്ടിക്കരഞ്ഞു പറയാ, ഇങ്ങനെ ഒരു മതിൽ വെച്ചതിന്റെ പേരിൽ തമ്പുരാനെ നിന്റെ സ്വർഗത്തിലേക്ക് ആളെ കിട്ടൂല. അല്ലാഹു സ്വർഗത്തിലേക്ക് എത്തിക്കട്ടെ. ഏതാണ് ആ മതിലെന്നറിയുമോ? ഹുജിബത്തുൽ ജന്നത്തു ബിൽ മകാരിഹി ഖാല റസൂലുള്ളാഹി. മനുഷ്യന്മാർക്ക് വെറുപ്പുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് ആ മതില്. വയലൊക്കെ കഴിഞ്ഞു. ഫെബ്രുവരി മാസം, നല്ല തണുപ്പുണ്ട്. സുബൈക്ക് ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് മതി. അല്ലെങ്കിലോ അത് മൊല്ലാക്കായ ഉസ്താദുണ്ട്, ജമാഅത്തൊക്കെ നടന്നോളൂ. പിന്നെ ഇപ്പോൾ അവിടെ കിടക്കാൻ ഇന്നലെ വയലുണ്ടായതല്ലേ, അതൊന്നും പറഞ്ഞാൽ പറ്റൂല. അവിടെ ഒന്നും പാസ്സാവൂല. താല്പര്യങ്ങൾ ചില സമയത്ത് നമ്മളെ നന്മ ചെയ്യാൻ പിന്നോട്ട് വലിക്കുന്നോടത്താണ് സ്വർഗത്തിന്റെ ആ മതിൽ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്. അല്ലാഹു നമുക്ക് ആ മതിലിനെ ഭേദിക്കാനുള്ളതായ കരുത്ത് തരട്ടെ. ഏത് പ്രവർത്തനത്തിലും അത് കടന്നു വരണം. അതിങ്ങനെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് പോയപ്പോഴാ നമുക്ക് പലതും ബാഹ്യ പ്രകടനങ്ങളായി മാറി. നരകം പടച്ചു, പോയി കണ്ടുവരാൻ പറഞ്ഞു. നരകത്തിന്റെ ഭീതിജനകമായ ഗർജനം കേട്ടപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, പടച്ചോനെ, നിന്റെ അമ്പിയ പുങ്കവരുടെ നാവിൻ തുമ്പിലൂടെ ഈ നരകത്തിന്റെ വർണ്ണന ഒഴുകി വന്നു കഴിഞ്ഞാൽ അത് കേൾക്കുന്ന ഒരു സൃഷ്ടിയും ആ നരകത്തെ ഭയക്കാതിരിക്കില്ല. ആരും ആ നരകത്തിലേക്ക് ആളുണ്ടാവില്ല. അല്ലാഹു നരകത്തിനും ഒരു മതില് പടച്ചു. എന്നിട്ട് ജിബ്രീലിനോട് പറഞ്ഞു, ഒന്നുകൂടി പോയി കണ്ടിട്ട് വരൂ. സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം നരകത്തെ കണ്ടുവന്നിട്ട് അല്ലാഹുവിന്റെ മുന്നിൽ സാഷ്ടാംഗ സമർപ്പണത്തിലൂടെ പറഞ്ഞു, ഈ നരകത്തിന്റെ ആ മതില് ഏതൊരു സൃഷ്ടിയെയും അതിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന ആകർഷണത്തിന്റെ സ്വഭാവമുണ്ട് എങ്കിൽ അല്ലാഹുവേ, നിന്റെ മലക്കാകുന്ന ജിബ്രീൽ ഞാൻ പോലും ആ നരകത്തെ ഭയക്കുന്നു എന്ന് മഹാനായ ജിബ്രീൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സാഷ്ടാംഗ സമർപ്പണത്തിലൂടെ അള്ളാന്റെ മുന്നിൽ പറയുമ്പോ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി പരിശുദ്ധ ഖുർആന്റെ അനശ്വരമായ വ്യാഖ്യാനത്തിൽ ജിബ്രീലിനെ വർണ്ണിക്കുന്നോടത്ത് പറയുന്നുണ്ട്, ഹബീബായ നബി തങ്ങൾ പറഞ്ഞു,
പറഞ്ഞിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഒരിക്കൽ ചോദിച്ചു അത്രേ, എന്താണ് ജിബ്രീൽ നിന്റെ മുഖത്തിൽ രണ്ട് കറുത്ത അടയാളം? ജിബ്രീൽ പറഞ്ഞു, മാ ലഹിഖതു മുൻദു ഖുലിഖത്തുൻ നാർ. നബിയേ, അല്ലാഹു നരകത്തെ പടച്ച അന്ന് മുതൽക്ക് ഞാൻ ചിരിച്ചിട്ടില്ല നബിയേ. അപ്പോൾ ചോദിച്ചു, മാലി ലം അറ മീകായിൽ ലാഹിഖൻ ഖത്തു. മീകായിലിനെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ജിബ്രീലേ, മീകായിൽ ഒരിക്കൽ പോലും എന്റെ മുന്നിൽ ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഫഖാല ജിബ്രീലു മാ ലഹിഖ മീകായിൽ മുൻദു ഖുലിഖത്തുൻ നാർ. നരകത്തെ അല്ലാഹു പടച്ച അന്ന് മുതൽക്ക് മഹാനായ മീകായിൽ ചിരിച്ചിട്ടില്ലെന്ന് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. ആലോചിച്ചു നോക്കണം, നമ്മുടെ ജീവിതത്തിലൊക്കെ ചിരിക്കാൻ വേണ്ടി എന്തുട്ടുത്സവം മോനെ? കോമഡി ഉത്സവം, തട്ടിമുട്ടി ചിരിയില്ലാത്തൊരു പരിപാടിയില്ല. നാളെ ഒരാൾ പറഞ്ഞു, വഴുത് പറയുമ്പോ ഉസ്താദെ തമാശ പറയണം, കുറച്ചൊക്കെ ചിരിയും വേണം. കാരണം ആ ഒരു അവസ്ഥയിലേക്ക് ആത്മീയതയെ മനുഷ്യർ വിലയിരുത്തി. കുറച്ച് ചിരി വേണത്രേ, ചിരി വേണം. ചിരി എവിടെയാ ചിരിക്കാൻ പറഞ്ഞത്? മനുഷ്യൻ വഴുതിന്റെ സദസ്സിൽ ചിരിക്കണമെന്ന് വരെ ആഗ്രഹിക്കുന്നു. അവിടത്തോളം മഹാന്മാരായ മലക്ക് ചിരിച്ചിട്ടില്ല. ഉള്ളിൽ അല്ലയില്ലേ? അല്ലാഹു ഉള്ളിലില്ലെങ്കിൽ പണി വരും. അല്ലാഹു ഉള്ളിലില്ലെങ്കിൽ നമുക്ക് പണി വരും. സൂറത്തുൽ ഫാത്തിഹയുടെ വ്യാഖ്യാനം പറയുന്നിടത്ത് മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു കഥ പറയുന്നുണ്ട്. ഇമാം ഫഖറുദ്ദീൻ റാസി തഫ്സീറുൽ കബീറിൽ മരിദ മൂസ അലൈഹിസ്സലാം വസ്തദ വജഉ ബത്നിഹി ഫശകാ ഇലല്ലാഹി ഫദല്ലഹു അലാ അശ്ബിൻ ഫിൽ മഫാസാ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരിക്കൽ ഒരു വയറുവേദന വരികയാ. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവോട് ചോദിക്കുകയാ, പടച്ച റബ്ബേ, എനിക്ക് വയറുവേദന, അതിനൊരു മരുന്ന് വേണേ അല്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മൂസാ നബിയോട് പറഞ്ഞു, മൂസാ നബിയെ, ഇന്നാലിന്ന നാട്ടിൽ ഇന്നാലിന്ന മരുഭൂമിയിൽ ഒരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന ചെടിത്തണ്ടിലെ മുളച്ചു നിൽക്കുന്ന ഒന്നോ രണ്ടോ ഇലകളുണ്ട്, അതൊന്ന് പോയി പറിച്ചു കഴിച്ചോ, അങ്ങയുടെ വയറുവേദന മാറുമെന്ന് അല്ലാഹു വിവരം കൊടുക്കുക. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അങ്ങോട്ട് നടന്നു നീങ്ങുകയാ. ഉദരത്തിലേക്ക് വലത് കൈയിന്റെ തണ്ടങ്ങ അമർത്തിപ്പിടിച്ചിട്ട് വേദന സഹിച്ചുകൊണ്ട് മെല്ലെ മെല്ലെ ചുട്ടുകൊള്ളുന്ന മരുഭൂമിയിലൂടെ അല്ലാഹു പറഞ്ഞ ദിശയിലേക്ക് മൂസാ നബി നടന്നു ചെന്നുകൊണ്ട് ആ ഇല പറിക്കുന്നു, കഴിക്കുന്നു. മഹാനവറുകൾക്ക് സുബ്ഹാനല്ലാഹ് വയറുവേദന മാറുകയാ. അല്ലാഹുവിന്റെ വേണ്ടുക പ്രകാരം മൂസാ നബിയുടെ വയറുവേദന മാറുമ്പോ പിന്നെ കുറെ നാളത്തേക്ക് വയറുവേദന ഉണ്ടായിട്ടില്ല. കുറെ കാലം കഴിഞ്ഞപ്പോ മൂസാ നബിക്ക് വയറുവേദന മടങ്ങി വന്നപ്പോ മൂസാ നബി ചിന്തിക്കുകയാ, അല്ലാഹുവേ, അന്ന് എനിക്ക് വയറുവേദന വന്നപ്പോ ഞാൻ കഴിച്ച ചെടി അവിടെ തന്നെ ഉണ്ടാകുമല്ലോ. മഹാനായ മൂസാ നബി വയറുവേദന മൂർച്ഛിക്കുന്നതിന് മുന്നേ മെല്ലെ മെല്ലെ നടക്കുകയാ. അങ്ങോട്ട് നടന്നു ചെന്നുകൊണ്ട് ആ ചെടിത്തണ്ട് കണ്ടെത്തിയപ്പോൾ പുഞ്ചിരിക്കുകയാ. മഹാനവറുകൾ സങ്കോചമെന്നെ അങ്ങോട്ട് ചെന്നുകൊണ്ട് അതിന്റെ ഇല പറിക്കുന്നു, കഴിക്കുന്നു. വയറുവേദന കൂടുകയാ. മഹാനായ മൂസാ നബി ഉദരത്തിൽ അള്ളിപ്പിടിച്ചുകൊണ്ട് കമിഴ്ന്നു കിടക്കുകയാ, പിന്നെ മലർന്നു കിടക്കുകയാ. ശരീരത്തിന്റെ ഉള്ള ആരോഗ്യം വെച്ചുകൊണ്ട് രണ്ട് കൈകളും അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഉയർത്തിയിട്ട് പൊട്ടിക്കരയുകയാ. ആരാണ് അല്ലാഹുവിന്റെ മുന്നിൽ പൊട്ടിക്കരയുന്നതെന്ന് ചിന്തിക്കണേ. അല്ലാഹുവിന്റെ 1,24,000 വരുന്ന അംബിയാ ശ്രേഷ്ഠരിലെ ഏറ്റവും ചങ്കൂറ്റമുള്ള പ്രവാചകനാ. റൂഹ് പിടിക്കാൻ വേണ്ടി മഹാനായ ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുമ്പോൾ ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്ന ഹദീസിൽ കാണാം, മഹാനായ മൂസാ നബിയുടെ മുന്നിലേക്ക് ഇസ്രായീൽ വരുമ്പോൾ മൂസാ നബി ചോദിക്കുന്നുണ്ട്, നീ വന്നതെന്നെ സന്ദർശിക്കാനോ റൂഹ് പിടിക്കാനോ? ഒരു മുഖമുറയുമില്ലാതെ റൂഹ് പിടിക്കാനെന്ന് ഇസ്രായീൽ പറയുന്ന നേരത്ത് തന്റെ വലത് കൈയിന്റെ വിശാലമായ പള്ള വെച്ചുകൊണ്ട് മഹാനായ മൂസാ നബി ഇസ്രായീലിന്റെ കണ്ണിന് നോക്കി ഒരൊറ്റ കൊടുത്തു എന്ന് ഖാല റസൂലുള്ളാഹി. ഇസ്രായീലിന്റെ കണ്ണ് തെറിച്ചുപോയത്രേ. തെറിച്ചുപോയ കണ്ണുമായി അല്ലാഹുവിന്റെ മുന്നിലേക്ക് ചെന്നിട്ട് ഇസ്രായീൽ സങ്കടം പറഞ്ഞു, ഭൂമിയിൽ നിന്നും വിട്ടുപിരിഞ്ഞു പോരാൻ ഇഷ്ടമില്ലാത്തവന്റെ മുന്നിലേക്ക് റൂഹ് പിടിക്കാൻ എന്നെ പറഞ്ഞയക്കണോ അല്ലാഹ്? അല്ലാഹു ഇസ്രായീലിനെ സമാധാനിപ്പിച്ചു. ഇസ്രായീലിന്റെ കണ്ണ് അല്ലാഹു തിരിച്ചു കൊടുത്തു. എന്നിട്ട് മൂസാ നബിയോട് അനുവാദം ചോദിക്കാൻ പറഞ്ഞയച്ചു. ഒരു രോമാവൃതമായ ഒരു മൂരിയുടെ
കാളയുടെ പൂഞ്ഞിയുടെ മുകളിൽ കൈത്തണ്ട് അങ്ങ് കമിഴ്ത്തി വെച്ചാൽ ആ കൈപ്പിള്ളയുടെ അകത്ത് വരുന്ന രോമത്തിന്റെ എണ്ണത്തെ ഇസ്രായേലി മൂസ നബിയോട് വർഷമായി കൂട്ടിയിട്ടങ്ങ് ജീവിക്കാൻ അനുവാദം തന്നതായി അറിയിച്ചോ. ഇസ്രായേൽ അത് പറയാൻ വേണ്ടി വരുമ്പോൾ തൂർസീന പർവ്വതത്തിനോട് സമീപമുള്ള ഒരു മലഞ്ചെരിവിൽ നിന്നും ബൈത്തുൽ മുഖദ്ദസിന്റെ അനുഗ്രഹീതമായ ഖബർസ്ഥാനിലേക്ക് മെല്ലെ മെല്ലെ നടന്നു നീങ്ങിയ മൂസാ നബി മരണം പ്രതീക്ഷിച്ചുകൊണ്ട് ബൈത്തുൽ മുഖദ്ദസിന്റെ മുറ്റത്ത് തന്നെ കാത്തു നിൽക്കുന്നു. പുണ്യ നബി പറഞ്ഞല്ലോ സ്വഹീഹുൽ ബുഖാരി, വിനോദ രൂപേണ ഒരു കല്ലെടുത്തെറിഞ്ഞാൽ എവിടേക്ക് വീഴുന്നുവോ, പണ്ടൊക്കെ നമ്മൾ സേപ്പി കളിച്ചിരുന്നു, രാശി കളിച്ചിരുന്നു, അതുപോലെ തന്നെ ഗോലി കളിച്ചിരുന്നു. ഒരു കല്ലെടുത്ത് എറിഞ്ഞാൽ വീഴുന്ന രൂപത്തിലുള്ള ഒരു വിനോദത്തിന്റെ എറിഞ്ഞാൽ ഇവിടെ വീഴുമോ? അങ്ങനെ വീഴാവുന്ന അകലം മാത്രമാ ബൈത്തുൽ മുഖദ്ദസിൽ നിന്നും മൂസ നബിയുടെ ഖബറിലേക്കുള്ള ദൂരം. റഅയ്തു മൂസാ യുസല്ലി ഫീ ഖബ്രിഹി നബിയുനാ റസൂലുള്ളാഹി. മിഅ്റാജിന്റെ അനുഗ്രഹീതമായ യാത്ര പോവാൻ വേണ്ടി പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിന്റെ അനുഗ്രഹ വിഭൂഷിതമായ പള്ളിപ്പറമ്പിലൂടെ ഞാൻ നടന്നു പോകുമ്പോ മഹാനായ മൂസാ നബി ഖബറിൽ നിസ്കരിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. ഖാല റസൂലുള്ളാഹി, അത്രയടുത്ത് ഖബറ, അവിടെ അങ്ങനെ ഒരുങ്ങി നിൽക്ക, മരണം പ്രാപിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്ക. എന്റെ പ്രിയമുള്ളവരെ, സാന്ദർഭികമായി പറയാം, ഒരു നബി മരിച്ചു വീഴുന്നത് എവിടെയോ അവിടെ ആവണം ആ നബിയുടെ ഖബർ എന്നത് നുബുവ്വത്തിന്റെ യോഗ്യതയിലും നിബന്ധനയിലും പറയപ്പെട്ട പോലെയാ. അള്ളാന്റെ ഹബീബിന് മരിച്ചു വീഴാനും ഖബറടക്കാനും തൊട്ടടുത്ത് സ്വർഗമുണ്ടായിരുന്നു. മാബൈന ബൈതി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. ആയിഷാ ബീവിയുടെ തൊട്ടുപുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ കർട്ടൻ അങ്ങ് മാറ്റിയാൽ ഈ ഭൂമിയിലെ സ്വർഗം ഖിയാമത്ത് നാൾ സംഭവിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് ഈ ഭൂമിയിൽ നിന്നും നേരെ ലയിക്കുന്ന മസ്ജിദുൻ നബവിയുടെ അകത്ത് അനുഗ്രഹീതമായ വെള്ള മുസല്ല വിരിച്ചിട്ടുള്ള അല്ലെങ്കിൽ പ്രത്യേകം തിരിച്ചു നിർത്തിയിട്ടുള്ള ഭാഗം, അവിടെ കിടന്ന് മരിക്കാമായിരുന്നു, അവിടെ ഖബർ ഒരുക്കാമായിരുന്നു. ആയിഷാ ബീവിയുടെ വീട്ടിൽ വെച്ചുകൊണ്ട് വഫാത്തായി അവിടെ തന്നെ ഖബർ വന്ന സയ്യിദുനാ റസൂലുള്ളാഹി. ഒരു നബി മരണപ്പെട്ടാൽ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് മാത്രം മറ്റു പലയിടങ്ങളിൽ ഖബർ വന്നിട്ടുണ്ട് എന്നല്ലാതെ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മരണം നടന്നത് ഈജിപ്തിൽ നൈൽ നദിയുടെ അപ്പുറത്തുള്ള നാട്ടിൽ വെച്ച്. എന്നാൽ ആ ഖബർ ഒരുങ്ങിയതോ നൈൽ നദിയുടെ നടുവിലാണ്. ഈജിപ്തുകാരും അപ്പുറത്തെ നാട്ടുകാരും തർക്കമായി. ഈജിപ്തിൽ സമ്പൽ സമൃദ്ധി കണ്ടപ്പോൾ അവർ അപ്പുറത്തെ നാട്ടുകാർ ദാരിദ്ര്യത്തിൽ യൂസുഫ് നബിയുടെ ബറക്കത്ത് കൊണ്ടൊന്ന് മറികടക്കാൻ വേണ്ടി അപ്പുറത്തേക്ക് വിരുന്നിന് കൊണ്ടുപോയതാ. അവിടെ വെച്ച് മരണപ്പെട്ടപ്പോൾ അവിടെ ഖബർ വേണമെന്ന നാട്ടുകാര്, എന്നാൽ ഇവിടെ ഖബർ വേണമെന്ന് ഈജിപ്തുകാര്. തർക്കം വന്നു അവസാനം തീരുമാനിച്ചു നൈൽ രണ്ടായി തിരിയുന്നതിന്റെ കൃത്യം സെന്ററിൽ ഖബർ വരട്ടെ. എന്റെ വക പറഞ്ഞതല്ല, അള്ളാന്റെ ഖുർആന്റെ വ്യാഖ്യാനം ഇമാം ഖുർത്തുബി രേഖപ്പെടുത്തുകയാ. രണ്ടിടത്ത് പറയുന്നുണ്ട്. എന്നിട്ടോ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖബർ അവിടെ കുഴിച്ചു, ഖബർ ഉണ്ടാക്കി അവിടെ മഹാനവറുകളെ മറവ് ചെയ്തിട്ട് അതിലൂടെ നൈലിങ്ങനെ രണ്ട് ഭാഗത്തേക്ക് ഒഴുകി ഒഴുകി രണ്ട് നാട്ടിലേക്കും യൂസുഫ് നബിയുടെ ഖബറിൽ സ്പർശിതമായ നൈലിന്റെ ഓളങ്ങൾ എത്തുമ്പോൾ യൂസുഫ് നബിയുടെ ബറക്കത്ത് സമൂഹം പ്രതീക്ഷിച്ചിരുന്നു. 400 കൊല്ലം കഴിഞ്ഞ് പിന്നെ വന്ന നബിയാണ് മഹാനായ സയ്യിദുനാ മൂസാ. ഒന്നുകൂടി സയ്യിദുനാ മൂസാ. അള്ളാഹു തീരുമാനം അറിയിച്ചു, ഖബർ അവിടെ നിന്ന് മാറ്റണം, ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകുമ്പോ കൊണ്ടുപോകണം മൂസ നബിയെ. 400 കൊല്ലം മുമ്പ് മറവ് ചെയ്ത ഖബർ എവിടെയെന്ന് അറിയാൻ കഴിയുന്നില്ല. അന്വേഷിച്ചു. അപ്പോഴുണ്ട് ഒരു ഉമ്മ അവിടെ ജീവിച്ചിരിപ്പുണ്ട്, വലിയ പ്രായമുള്ള തള്ളയാ. അവര് ഈ ഖബറിനെ കുറിച്ച് വിവരമുള്ളവരാണ്. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആളെ പറഞ്ഞയച്ചു വിവരം അറിയാൻ വേണ്ടിയിട്ട്. അവർ പറഞ്ഞു, പറയൂല, മൂസ നബി വരണം ഇവിടെ. മൂസ നബി ചെന്നു, ചോദിച്ചു, ഞാൻ വേഗം പറയാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ചോദിച്ചു, എവിടെയാ ഖബർ? യൂസുഫ് നബിയുടെ ഖബർ എവിടെയാ? കാരണം എന്താ? റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക് വഅല്ലംതനി മിൻ തഅ്വീലിൽ ഹദീസ് فاطر السماوات والأرض أوتبني في الدنيا والآخرة توفني مسلما وألحقني بالصالحين. മുസ്ലിമായി മരിപ്പിച്ച സ്വാലിഹീങ്ങളുടെ കൂടെ ഖബർ വേണമെന്ന് ദുആ ചെയ്ത ആളാ സയ്യിദുനാ യൂസുഫ് നബി. സയ്യിദുനാ യൂസുഫ് നബി
ആ സ്വാലിഹീങ്ങൾ പ്രിയപ്പെട്ട പിതാക്കളാണ്. ഇസ്ഹാഖ് നബിയുടെ ഖബറാണ്. മഹാനായ ഖലീലുല്ലാഹി നബിയുടെ ഖബർ, ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖബറാണ്. യഅഖൂബ് നബിയുടെ ഖബറാണ്. ഖബറിലേക്ക് എന്റെ ഖബറും പോകണം, അവിടെ എനിക്ക് ഖബർ വേണമെന്ന് ജീവിച്ചിരുന്നപ്പോൾ നിരന്തരം ദുആയിരുന്നു. പക്ഷെ മരണം സംഭവിച്ചോടത്ത് ഖബർ ഒരുങ്ങണമല്ലോ. നെയിലിന്റെ സെന്ററിൽ നെയില് രണ്ടായി തിരിയുന്നോടത്ത് ഖബറുണ്ടെന്ന് ഉമ്മ പറയണമെങ്കിൽ ആ ഉമ്മ മൂസ നബിയോട് പറയാ, സ്വർഗ്ഗം എനിക്ക് തരാമെന്ന് വാക്ക് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ പ്രവാചകരല്ലേ, സ്വർഗ്ഗം തരാമെന്ന് എനിക്ക് ഉറപ്പ് പറഞ്ഞാൽ ഖബർ എവിടെയുണ്ടെന്ന് ഞാൻ പറഞ്ഞു തരാം. മഹാനായ മൂസാ നബി സ്വർഗ്ഗം കൊടുക്കാൻ ദുആയിരുന്നു. ഉമ്മ ഖബർ എവിടെയെന്ന് പറഞ്ഞു. ആ ഖബർ പൊളിച്ചു. 400 കൊല്ലം കഴിഞ്ഞ് മഹാനായ യൂസുഫ് നബിയുടെ ഖബർ മാന്തി മഹാനവറുകളുടെ പരിശുദ്ധമാക്കപ്പെട്ട ഷറഫാക്കപ്പെട്ട ശരീരത്തെ കൊണ്ടുപോയി ബാറകനാ ഹൗലാ ബിഖുബൂരിൽ അംബിയാ. അംബിയാക്കളുടെ ഖബറിടമുള്ളതിന്റെ പേരിലാണ് ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റുപാടുമുള്ള പള്ളിപ്പറമ്പിന് ബറക്കത്തുള്ളത് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഫഖ്റുദ്ദീൻ റാസി തഫ്സീറിൽ രേഖപ്പെടുത്താ. ആ ബാറക്നാ ഹൗല ഒരു പള്ളി പറഞ്ഞിട്ട് പള്ളിപ്പറമ്പിനെ പറഞ്ഞിരിക്കാം. സുബ്ഹാനല്ലദി അസ്വാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ. ഒന്നാം സ്ഥാനത്തുള്ള പള്ളിയായ മസ്ജിദുൽ ഹറമിൽ നിന്നും 3-ാം സ്ഥാനത്തുള്ള പള്ളിയിലേക്കാണ് ഇസ്രാ നടത്തിയത്. അതെന്തോന്ന് വിരോധാഭാസമാണ്, എത്ര വൈപരീത്യമാണ്. പക്ഷെ കാരണം ഖുർആൻ പറഞ്ഞു ബാറക്നാ ഹൗല, 3-ാം സ്ഥാനത്തെ പള്ളിയുടെ പറമ്പിന് ബർക്കത്തുണ്ട്. ഖുബൂരിൽ അംബിയ, മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തി മഹാന്മാരുടെ മഖ്ബറകൾ അവിടെ ഉണ്ട്. കേരളത്തിലെ മുജാഹിദ് സുഹൃത്തുക്കളൊന്നും ഈ ആയത്ത് കാണുമ്പോ എങ്ങോട്ടാ പോണെന്ന് അറിയില്ല. അമ്പിയാക്കളുടെ ഖബർ, അവിടെ ഒരു ഖബർ ഞാനും ആഗ്രഹിച്ചു. എന്റെ മരണം ഇസ്രായേലിലെ, നീ എന്നെ റൂഹ് പിടിക്കുമ്പോ ആ മലഞ്ചെരിവിലാണെങ്കിൽ ഈ ഖബർസ്ഥാനിൽ ഞാൻ എത്തിയിട്ടില്ലല്ലോ, എന്റെ ഖബർ അവിടെ പാടില്ല. പിൽക്കാലത്ത് ഇതിലൂടെ മനോഹരമായ ഒരു കാൽച്ചിലമ്പുകൾ ചുവട് വെക്കുന്ന ഒരു അനുഗ്രഹീതമായ ഒരു സന്ദർഭം വരാനുണ്ട്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബുറാക്കിൽ നിന്നും ഇറങ്ങി ഇസ്രായേൽ പ്രവേശിച്ച് മിഅ്റാജിന് പോവാൻ വേണ്ടി ബൈത്തുൽ മുഖദ്ദസിലേക്ക് നടന്നു വരുന്ന വഴി തന്നെ എനിക്ക് ഖബർ വേണം. ഒരു ഉഖ്റവിയായ മുതഅല്ലിമിന്റെ കാൽപാദം പറിച്ചു വെക്കുന്നോടത്ത് ഖബറുണ്ടെങ്കിൽ ആ ഖബറിൽ അല്ലാഹു 40 ദിവസം വരെ ശിക്ഷകളെ മാറ്റി വെക്കുമെന്ന് തസവുഫിന്റെ ഉലമാ പറഞ്ഞത് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, ഹബീബായ നബി തങ്ങൾ നടന്നു പോകുന്ന ഒരു ഖബറിന്റെ സമീപമാണെങ്കിൽ ആ ഖബറിൽ ഹബീബിന്റെ ബറക്കത്ത് കൊണ്ട് എത്രമാത്രം ശിക്ഷകൾ ഒഴിവായി കിട്ടാം. അതുകൊണ്ടാണല്ലോ ഉമർ ഇബ്നുൽ ഖത്താബ് അവിടെ തന്നെ ഖബർ ആഗ്രഹിച്ചത്. ഞാൻ വിശദീകരിക്കുന്നില്ല. അങ്ങനെ ഇസ്രായേൽ ആ ഖബർ ഇന്ന് കാണുന്നത് അവിടെ വെച്ച് അത്രയും ചങ്കൂറ്റമുള്ള മൂസ നബി അള്ളാഹുവിന്റെ തീരുമാന പ്രകാരം വയറുവേദന വന്നിട്ട് 2-ാം വട്ടം മഹാനവറുകള് വയറുവേദനക്ക് ആദ്യം കഴിച്ച ആ ചെടി തന്നെ കഴിച്ചു. വീണ്ടും വയറുവേദന കൂടിയപ്പോൾ അള്ളാഹുവിനോട് ദുആരക്ക, പടച്ചോനെ ഞാൻ തകർന്നു, ഈ വയറുവേദനയുടെ മരുന്നായി നീ മുമ്പ് നിശ്ചയിച്ചിരുന്ന ആ ചെടി തന്നെ കഴിച്ചപ്പോൾ എനിക്ക് വയറുവേദന അന്നുണ്ടായതിനേക്കാളും ഇരട്ടിയായി ഇന്ന് ഈ ചെടി കഴിച്ചപ്പോൾ എനിക്ക് അനുഭവിക്കാൻ നീ എന്താണ് ഇതിന് കാരണമാക്കിയതെന്ന് ചോദിച്ചപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മൂസ നബിയോട് പറയാണ്, നബിയേ لأنك في المرة الأولى ذهبت مني إلى الكلأ فحصل فيه الشفاء. ആദ്യം വയറുവേദന വന്നപ്പോ എന്നെ വിളിച്ച് ചോദിച്ചിട്ടാ പോയത്. അല്ലാ എന്ന വിചാരം വന്ന് ഉള്ളിലുണ്ട്. അതിന്റെ പേരിൽ അങ്ങോട്ട് പോകുമ്പോ ആ ചെടിക്ക് ഞാൻ നിർദ്ദേശം കൊടുത്തു. നിലവിൽ ചെടിക്ക് ഞാൻ ഏൽപ്പിച്ച ഡ്യൂട്ടി വയറുവേദന ഉണ്ടാക്കലായിരുന്നു. അങ്ങ് എന്നെ വിളിച്ചുകൊണ്ട് ചോദിച്ചു പോകുമ്പോൾ ചെടിയോട് ഞാൻ പറഞ്ഞു, നിന്നെ ഞാൻ ഏൽപ്പിച്ച ഡ്യൂട്ടിയുടെ വിപരീതം നീ ചെയ്യണേ. നിന്റെ ജോലി വയറുവേദന ഉണ്ടാക്കലാണ് എങ്കിൽ എന്നെ വിളിച്ചിട്ടാ എന്റെ കലീമ് വരുന്നത്. നിന്റെ ജോലി മാറ്റിക്കോ, നീ വയറുവേദനയുടെ മരുന്നാകണേ എന്ന് പറഞ്ഞേൽപ്പിച്ചു. അതുകൊണ്ട് ചെടി അതിന്റെ മരുന്നായി മാറിയതാ. വഫിൽ മർറത്തി സാനിയ ദഹബത മിൻകാ. 2-ാം വട്ടം എന്നെ ഓർക്കാനോ വിളിക്കാനോ തയ്യാറായില്ലല്ലോ. അങ്ങ് പോയത് സ്വന്തം ഇഷ്ടപ്രകാരമല്ലേ. ആ സമയത്ത് ആ ചെടി അതിന്റെ ഡ്യൂട്ടി ചെയ്തതാ. മൂസാ
നബിയെ സാക്ഷിയാക്കി എല്ലാവരോടും പറയട്ടെ, അമാ അലിംത അന്ന അന്ന ദുനിയാ കുല്ലഹാ സമ്മ, ഈ ഭൂമി മുഴുവനും മാരകമാ, ഈ ഭൂമി മുഴുവനും വിഷമാ, ഈ ഭൂമി മുഴുവൻ മരിക്കാൻ കാരണമാകുന്ന അപകടമാ, ഈ ഭൂമി മുഴുവൻ മനുഷ്യന്റെ സ്വാസ്ഥ്യം നഷ്ടപ്പെടുന്നതായ പ്രതികൂലമായ സാഹചര്യമാ. അല്ലാഹു പറയാണ് മൂസ നബിയോട്, അല്ലാഹു പറയുന്നു മൂസ നബിയോട്, ഭൂമി മുഴുവൻ മാരകമാണ്, പ്രയാസമാണ്. മാരകം മനുഷ്യനെ ബാധിക്കാതിരിക്കാനുള്ളതിന്റെ വിഷമിറക്കുന്ന പണിയുണ്ടല്ലോ. അല്ലാഹു എന്ന ഓർമ്മ ഉള്ളിലുണ്ടോ? പല മാരകമായ പ്രയാസങ്ങളും മാറ്റാൻ പറ്റുമെന്ന് മൂസ നബിയോട് അന്ന് അല്ലാഹു പറഞ്ഞു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ്. ജീവിതത്തിൽ കുറെ മാറ്റങ്ങൾ വേണം മുസ്ലിമേ, ജീവിതത്തിൽ കുറെ മാറ്റങ്ങൾ വേണം. നമുക്ക് ആദ്യം ശരിയാക്കേണ്ടത് നമ്മുടെ നിസ്കാരമാ. എവിടെയാ നമുക്ക് നിസ്കാരമുള്ളത്? നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ നിന്നും അന്യമായി കൊണ്ടിരിക്കല്ലേ. നിസ്കരിക്കാൻ പറഞ്ഞത് എപ്പോഴാ? വാങ്ക് വിളിച്ചാൽ അതിന്റെ ആദ്യ വഖത്ത് തന്നെയാ. അഖാമ യുഖീമു എന്ന പ്രയോഗമാ. തൂണിടുക എന്ന അതിനർത്ഥം, തൂണ് സ്ഥാപിക്ക, ഖവാഇബ് തൂണ് എന്ന അതിന് പറയാ. ഈ കാണുന്ന മനോഹരമായ പള്ളിയുടെ തൂണുകൾ അതിന്റെ കൃത്യമായ അതേ സ്ഥാനത്ത് തന്നെ ആ എഞ്ചിനീയർ നിശ്ചയിച്ച് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഈ ബിൽഡിംഗ് ഇങ്ങനെ നിലനിൽക്കൽ അതിന്റെ നിലനിൽപ്പിന് ചോദ്യമാ. തൂണിടുന്ന പോലെ തന്നെ വേണേ നിസ്കാരം എന്നത് ദീനിന്റെ തൂണാ. നബിയുനാ റസൂലുള്ളാഹി ഉഴപ്പ് മുഴുവൻ നിസ്കാരത്തിലാ. സഹോദരിമാരെ, ജംഉൻ കസറും കസറുമുണ്ട്. എന്നാൽ ലുഹറിനെ കൊണ്ടുവന്ന് അസറിലേക്ക് ജാമാക്കുന്ന പരിപാടിയുണ്ട്. എന്തിനാണ് കഷ്ടപ്പെടുന്നത്? മുഷിഞ്ഞ വസ്ത്രം മാറ്റിയിട്ട് ആ ലുഹറിന്റെ നേരത്തെ എത്ര സൗകര്യങ്ങളാ. ഓരോ ബെഡ്റൂമിലും നമുക്ക് ബാത്റൂമില്ലേ. അതിനപ്പുറത്തേക്ക് പറഞ്ഞാൽ പെണ്ണിന് അവളുടെ വീട്ടുവസ്ത്രം 6 മാസത്തിലൊരിക്കൽ അവളുടെ അവകാശമാ. ഇസ്ലാമിക കർമ്മശാസ്ത്രം അങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നിനക്കൊരു മാക്സി വേണോ, ചുരിദാർ വേണോ, 6 മാസത്തിലൊരിക്കൽ നിന്റെ അവകാശമായി എന്തിനാ അത് വെച്ചിരിക്കുന്നത്? ഈ അവകാശം സമയബന്ധിതമായ നിസ്കാരത്തിന് വേണ്ടിയാ. സമയബോധം നഷ്ടപ്പെട്ടോടത്ത് നമുക്ക് തിരിച്ചെടുക്കാനുള്ളതിന്റെ ഏറ്റവും വലിയ ഘടികാരബോധമാ നിസ്കാരം. കേട്ടോളൂ, അവ്വലുമാ തസ്വദ്ദുൽ വുജൂഹു യൗമൽ ഖിയാമ വുജൂഹു താരിഖിസ് സ്വലാ. ഖിയാമത്ത് നാളിൽ കോടാനു കോടി സൃഷ്ടികളുടെ മുന്നിൽ മുഖം കറുത്ത വിരൂപമുള്ള കുറെ ആളുകളെ കാണാൻ കഴിയും. മുഖം കറുത്തവനാണോ? എന്നാൽ അവൻ ആരാണെന്നറിയും. അവൻ നിസ്കാരത്തെ സമയബന്ധിതമായി നിർവഹിക്കാതെ നിസ്കരിച്ചില്ല എന്നല്ല, നിസ്കാരത്തെ സമയബന്ധിതമായി നിർവഹിക്കാത്തവനാ. അങ്ങനെയുള്ളവന്റെ മുഖം കറുത്തു പോകുമെന്ന് ഇമാം ഗസാലി അവിടുത്തെ മുഖാസഫയിൽ രേഖപ്പെടുത്തുകയാ. നരകത്തിൽ ഒരു താഴ്വാരമുണ്ടത്രേ. ആ താഴ്വാരത്തിന്റെ പേര് ലംലം എന്നാണ്. ആ താഴ്വാരത്തിൽ നിറയെ പാമ്പുകളാ, തീ വിഴുങ്ങുന്ന പാമ്പുകളാ, തീ പോലെ പൊള്ളുന്ന ചൂടുള്ള ശരീരമുള്ള പാമ്പുകളാ, തേളുകളാ. ആ പാമ്പിന്റെ ഒരൊറ്റ കടി കൊണ്ട് വിഷം ശരീരത്തിൽ തിളക്കുന്നത് 70 കൊല്ലമാ. ഖാല റസൂലുള്ളാഹി. ഒട്ടകത്തിന്റെ കഴുത്ത് പോലെ ദൃഢമായ ശരീരഭാഷയുള്ള പാമ്പുകൾ ആരെ കാത്തിരിക്കാണെന്നറിയുമോ? ഭൂമിയിൽ നിസ്കാരത്തിൽ അലംഭാവം കാണിച്ച ആളുകളെയാ. കേട്ടോ, ഒരു സംഭവം ഇമാം ഗസാലി പറയാ. സലഫ് സാലിഹീങ്ങളിൽപ്പെട്ട ഒരു മഹാനുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പെങ്ങള് മരിച്ചപ്പോ പെങ്ങളെ കൊണ്ടുപോയി ഖബറിൽ മറവ് ചെയ്തു. ഖബറിലേക്ക് പിടിമണ്ണ് വാരിയിടുന്ന നേരത്തെ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്നും വിലപിടിപ്പുള്ള ഒരു പണക്കിഴി താഴേക്ക് വീഴുകയാ. എന്തോ വിലപിടിപ്പുള്ള വസ്തു താഴേക്ക് വീഴാം. ദുഃഖഭാരത്താൽ മണ്ണിട്ട് മൂടി ഖബറെല്ലാം ശരിയായി. സന്ധ്യയോടടുത്ത സമയത്തേക്ക് അദ്ദേഹം ക്ഷീണിച്ചുകൊണ്ട് വീട്ടിലേക്ക് എത്തുന്ന അപ്പോഴുണ്ട് വിലപിടിപ്പുള്ള വസ്തു കാണാതെ പോയതിനെ കുറിച്ച് ആലോചിക്കുന്നു. ഓർമ്മയിൽ വന്നു പ്രിയപ്പെട്ട പെങ്ങളെ മറവ് ചെയ്യുമ്പോ ഖബറിന്റെ അകത്തേക്ക് കുമ്പിട്ട് നിന്നപ്പോ പോക്കറ്റിൽ നിന്നും ചാടിപ്പോയതാ.
ഇസ്ലാമിക കർമ്മശാസ്ത്രം വിലപിടിപ്പുള്ളത് ഖബറിൽ വീണാൽ ഖബർ മാന്താം എന്ന് പറയുന്ന ഒരു മസലയുണ്ട്. മഹാനായ സൂഫിയുണ്ടല്ലോ, രാത്രിയിൽ ആളൊഴിയുന്ന നേരത്തെ ഖബർ മാന്തിയിട്ട വിലപിടിപ്പുള്ള പണക്കിഴി എടുക്കാൻ വേണ്ടി പോവാൻ തീരുമാനിച്ചു. ആ സമയം അദ്ദേഹം ഖബർസ്ഥാനിലേക്ക് ചെല്ലുമ്പോൾ ഖബർസ്ഥാനിൽ ആരുമില്ലെന്ന് കണ്ടപ്പോൾ കൈക്കോട്ട് കൊണ്ട് പ്രിയപ്പെട്ട പെങ്ങളുടെ ഖബറങ്ങ് മാന്തുകയാ. സുബ്ഹാനല്ലാഹ്. ഖബറിന്റെ അടിത്തട്ടിലേക്ക് തന്റെ കൈക്കോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ വെള്ളം തിളച്ച് മറിയുന്ന പോലെയുള്ള ശബ്ദം കേൾക്കാം, ഗർജനങ്ങൾ കേൾക്കാം, പൊട്ടിക്കരയൽ കേൾക്കാം. അവസാനം അദ്ദേഹം അതിന്റെ ഒരു ചെറിയ ദ്വാരത്തിലൂടെ ഖബറിന്റെ അകത്തേക്ക് നോക്കിയപ്പോൾ അല്ലാ തീനാളം ജ്വലിച്ചിങ്ങനെ പ്രകാശിച്ചു വല്ലാത്ത ചൂട് വമിക്കുമ്പോ ഖബർ വേഗം മൂടിയിട്ട് അദ്ദേഹം പേടിച്ചരണ്ട് വീട്ടിലേക്ക് ഓടിച്ചെല്ലുന്നു. ഉമ്മായെ വിളിക്കുന്നു. ഉമ്മാനെ വിളിച്ചുകൊണ്ട് പറയുന്നു, കരച്ചിലടക്കാൻ പറ്റുന്നില്ല. ദുഃഖഭാരത്താൽ പ്രിയപ്പെട്ട ഉമ്മയെ ചേർത്ത് പിടിച്ചിട്ട് ചോദിക്കാഫത്ത് ഉമ്മായും കരച്ചില് തുടങ്ങി. എന്താ മോനെ? യാ ഉമ്മ അഖ്ബിരീനി അൻ ഉഖ്തി, നമ്മുടെ പൊന്നുമോളെ കുറിച്ച് പറഞ്ഞു തരുമോ ഉമ്മ? ഞാൻ വീട്ടിലല്ല ഉണ്ടാവലല്ലോ, ജോലിയുടെ ആവശ്യാർത്ഥം പുറത്തേക്ക് പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങൾ വീട്ടിൽ ഉമ്മാന്റെ അടുത്തല്ലേ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളുടെ ഖബർ ഞാൻ തുറന്നു നോക്കിയപ്പോൾ തീയാണ് ഞാൻ കണ്ടത്. നമ്മുടെ പൊന്നുമോൾ ഇവിടെ എങ്ങനെ ആയിരുന്നു ഉമ്മ? ഒന്ന് പറയുമോ ഉമ്മ? ഉമ്മാട്ട് ചോദിക്കുമ്പോൾ പെങ്ങളുടെ ജോലി എന്തായിരുന്നു? ഉമ്മ പറയാണ്, കരഞ്ഞിട്ട് പറയാ, മോനെ നിസ്കാരത്തിന്റെ സമയം തെറ്റി നിസ്കരിക്കുന്ന ഒരു സ്വഭാവമല്ലാതെ മറ്റൊരു ദുശീലവും നിന്റെ പെങ്ങൾക്കില്ല. നല്ല മോള, ഒറ്റ സ്വഭാവമേ ഉള്ളൂ, സമയം തെറ്റി നിസ്കരിക്കാം. അല്ലാഹു നന്നാക്കി തരട്ടെ, അല്ലാഹു നമ്മെ നന്നാക്കി തരട്ടെ. ഇമാം ഗസാലി പറയുന്നുണ്ട്, സമയം തെറ്റി നിസ്കരിക്കണവന്റെ കാര്യം ഇങ്ങനെയാണെങ്കിൽ നിസ്കരിക്കാത്തവന്റെ കാര്യം പറയണില്ല. നമ്മുടെ ജീവിതത്തിൽ നിന്നും അന്യം പോകുന്നത് ഈ സമയബോധമാണ്. ഈ സമയബോധമാ നമ്മുടെ ജീവിതത്തിൽ നിന്നും അന്യം പോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെയാ നമുക്ക് ഒരു ഉണർന്ന മനസ്സുള്ളത്? എവിടെയാ? ഒന്ന് കരയാൻ. നമ്മുടെ ഉള്ളിൽ അള്ളയില്ല. അള്ള ഉണ്ടാവാൻ, നമ്മുടെ ഉള്ളിൽ അള്ള ഉണ്ടാവാനുള്ള ഒരു ഒറ്റപ്പണിയുണ്ട്, ഒറ്റമൂലി എന്ന് പറയും. അത് ഖുർആൻ പറയണം. വേറൊന്നും കൂടി ഉണ്ട്, വിഷമമല്ലേ അതും ആവാവുന്നതാണ്. സ്വന്തം മരണത്തെ കുറിച്ചുള്ള ഓർമ്മ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ ഖുലൂബ തസ്ദഉ. ഇമാം ബൈഹഖി അവിടുത്തെ ശുഅബിൽ ഈ ഹദീസ് പറയുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയങ്ങളൊക്കെ തുരുമ്പെടുക്കുന്നുണ്ട്. കമാ യസ്ദഉൽ ഹദീദു ഇദാ അസ്സാബഹുൽ മാ. ഇരുമ്പിൽ ഈർപ്പമെത്തിയാൽ അത് തുരുമ്പെടുക്കുന്ന പോലെ മനുഷ്യന്റെ ഹൃദയത്തിൽ തുരുമ്പ് വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഖാലു, സഹാബികൾ പലരും ചോദിച്ചു, വമാ ജിലാഉഹാ യാ റസൂലല്ലാഹ്. ഇരുമ്പിൽ തുരുമ്പെടുത്താൽ കൊല്ലന്റെ ആലയിലെ ഉലയിൽ ഇരുമ്പ് കാഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഇരുമ്പിന്റെ തുരുമ്പ് കളയാൻ കഴിയും. പക്ഷെ മനുഷ്യന്റെ മനീമസമായ തുരുമ്പ് പിടിച്ച മനസ്സിനെ എങ്ങനെ കാഞ്ഞെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോ രണ്ട് കാര്യങ്ങളാ പറഞ്ഞത്, രണ്ട് പരിഹാരങ്ങളാ പറഞ്ഞത്. ഒന്ന് തിലാവത്തുൽ ഖുർആൻ. ശ്രദ്ധിക്കണേ, തിലാവത്ത് എന്ന പ്രയോഗം തനിച്ചിരുന്നുള്ള ഖുർആൻ പാരായണം. തിലാവത്ത് എന്നത് തനിച്ചിരുന്ന സ്വന്തത്തെ ബോധ്യപ്പെടുത്തുന്ന ഖുർആൻ പാരായണം. അത് ജീവിതത്തിൽ ഉണ്ടാവണം. അതിനുള്ള മാസമാണ് ശഅബാൻ. സ്വഹാബികളെ കുറിച്ച് പറയുന്നത് ഇമാം ശൈഖ് മുഹയ്യിദ്ദീൻ തങ്ങൾ അവിടുത്തെ ഉമിയിൽ ഫളായിലുൽ ഔഖാത്തിൽ മഹാനായ ഇമാം ബൈഹഖിയെ പോലെയുള്ളവർ, മഹാനായ ഇമാം ഗസാലിയെ പോലെയുള്ളവരൊക്കെ പറയുന്നുണ്ട്, സ്വഹാബികൾ അവരുടെ മുഖം മുസ്ഹഫിലേക്ക് കമഴ്ത്തി വെച്ചിരുന്ന മാസം അത് ശഅബാൻ. സ്വന്തമായുള്ള ഖുർആൻ പാരായണത്തിന് തിലാവത്ത് എന്ന പ്രയോഗം ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പരിശീലിച്ച് കാണിച്ചു തന്നതാ. അല്ലെങ്കിൽ ഇഖ്റ എന്നല്ല പറയാ, ജിബ്രീൽ കേൾക്കാനുണ്ട്. അവിടെ ഉത്ലു എന്നല്ല പറഞ്ഞത്, ഇഖ്റ. മറ്റൊരാൾ കേൾക്കുന്നിടത്ത് ഖിറാഅത്ത, അല്ലാത്തപ്പോൾ തിലാവത്ത്.
ഹൃദയത്തിന്റെ കറ കളഞ്ഞുകൊണ്ട് അല്ലാ എന്ന വിചാരം കേറ്റാൻ രണ്ട് മരുന്നിൽ ഒന്നാമത്തേത് തിലാവത്തുൽ ഖുർആൻ, തനിച്ചിരുന്നുള്ള ഖുർആൻ പാരായണം. രണ്ടാമത്തേത് കസറത്തു ദിക്രിൽ മൗത്ത്, സ്വന്തം മരണം. നമ്മുടെ വീടിന്റെ മുന്നിലും ഒരു നീലട്ടാർപ്പായ വലിച്ചു കെട്ടുന്നു, വാടക കസേര നിരത്തുന്നു, ക്ഷണിക്കാതെ നമ്മുടെ പ്രിയപ്പെട്ടവർ വരുന്നു. മൊത്തത്തിൽ ഒരു മൗനം, ആർക്കും ഒരു തമാശയില്ല, ചിരിയില്ല, വിനോദമില്ല. എല്ലാവരും ദുആയിലാണ്, ആമീനിലാണ്. വാവിട്ട് കരയുന്നവരുണ്ടാകാം, അലറി വിളിക്കുന്നവരുണ്ടാകാം. കൊച്ചുമക്കളെ കാണുമ്പോൾ അതുവരെ തോന്നാത്ത വാത്സല്യത്തിൽ അവരുടെ തലമുടിയിലൂടെ ഇങ്ങനെ തലോടിയിട്ട് സാന്ത്വനപ്പെടുത്തുന്നവരുണ്ടാവാം. നിഷ്കളങ്ക നിർമ്മലമായ കൊച്ചു മനസ്സങ്ങ് നമ്മുടെ നേരെ ചിരിച്ചു കാണുന്നുണ്ടാവാം. ഒരുപാട് പ്രായമൊന്നുമില്ല, പക്ഷെ അറ്റാക്കായിരുന്നു എന്ന് പറയാ. 43 വയസ്സുള്ള തൃശൂർ ജില്ലയിലെ മതിലകത്തിനടുത്തൊരു പ്രിയപ്പെട്ട സഹോദരൻ ഒരു പുതിയ വീട് വെച്ചു. ഈ അടുത്ത ദിവസം അതിലേക്ക് താമസം മാറിയിട്ട് 43കാരൻ ക്യാൻസർ എന്ന ഒരു മഹാമാരിയുടെ മാരകദ്രംഷ്ടകങ്ങൾ ആ ജീവിതത്തെ കാർന്നു തിന്നപ്പോൾ ഒരു കൊച്ചുമോളെ ബാക്കി വെച്ചിട്ട് പോയപ്പോ പ്രിയപ്പെട്ട ഉപ്പാന്ന് വിളിച്ചു കൊതി തീരുന്നതിന് മുന്നേ ആ പൊന്നുമോള് യതീമായി പോയപ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഇക്കഴിഞ്ഞ ആഴ്ചയിലെ ഇക്കഴിഞ്ഞ ആഴ്ചയിലെ മഹാനായ ശൈഖ് വരവൂർ മുഹമ്മദ് കുട്ടി മസ്താൻ ഉപ്പാപ്പ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവിടുത്തെ ആണ്ട് നേർച്ചയുടെ ഉറൂസിന്റെ പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ പാലക്കാട് ജില്ലയിലെ ചാലിശ്ശേരിക്കടുത്തൊരു സ്ഥലത്ത് എന്റെ അടുത്ത് ദറസിലോതി ഒരു പൊന്നുമോന്റെ വീട് പാർക്കലിന് വേണ്ടി ചെല്ലുമ്പോ ആ മോനോട് പറയാ, ഉസ്താദെ, എന്റെ കൂടെ സ്കൂളിൽ പഠിച്ചിരുന്ന പ്രിയപ്പെട്ട സഹോദരൻ ഇക്കഴിഞ്ഞ മാസം വിവാഹിതനായിരുന്നു, പക്ഷെ അറ്റാക്ക് വന്ന് മരിച്ചു ഉസ്താദെ. 27 വയസ്സ് പ്രായമായിരിക്കാം. ഈ രീതിയിലേക്ക് മരണത്തിന്റെ കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ മുന്നിൽ ഒരു പ്രതിസന്ധിയായി നിരാശയുടെ പർവ്വതങ്ങൾ സൃഷ്ടിക്കുമ്പോൾ എന്ത് ചിന്തിച്ചിട്ടാ സഹോദര നമ്മൾ മുന്നോട്ട് പോകുന്നത്? എപ്പോ വേണമെങ്കിലും പ്രാപിക്കുമെന്ന് ഉറപ്പുള്ള യാഥാർത്ഥ്യമുണ്ടല്ലോ. അതേക്കുറിച്ചുള്ള ഓർമ്മ കൊണ്ട് നമ്മുടെ മനസ്സിനെ കഴുകാൻ കഴിയുമെന്ന് ഞാനല്ല പറഞ്ഞത്. ജീവിതത്തിൽ പറഞ്ഞതൊന്നും പിഴച്ചിട്ടില്ലാത്ത മക്കയുടെ വരദാനമേ, മദീനയുടെ മന്ദമാരുതനേ, ലോകത്തിന്റെ അജയ്യനായ പ്രഭുവേ, അമീനേ മുജ്തബാ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹൃദയം നന്നാക്കണം. അങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് ആ രണ്ട് കാര്യങ്ങൾ കൊണ്ട്, ഖുർആൻ പാരായണമെന്ന ബാഹ്യമായ പ്രവർത്തനം കൊണ്ടും സ്വന്തം മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ എന്ന് പറയുന്ന ആന്തരികമായ പ്രവർത്തനങ്ങൾ കൊണ്ടും നന്നാവാൻ നിന്നാൽ ഇങ്ങനെ അങ്ങോട്ട് കൈ കെട്ടി ഇത് പറയുമ്പോൾ കണ്ണ് നനയണം. നനയട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മഹാനായ മുഹമ്മദ് ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഒരാൾ ചോദിച്ചല്ലോ, തങ്ങളെ മുന്നിൽ സ്വർഗം കാണിച്ചു തരാം, അങ്ങയുടെ മുന്നിൽ മറ്റൊരിടത്ത് ഇടങ്ങിയ സ്ഥലത്ത് ഒരു മുസല്ല വിരിച്ചു തരാം, അങ്ങ് ഏത് തെരഞ്ഞെടുക്കുമെന്ന് ചോദിച്ചപ്പോൾ, സ്വർഗമെനിക്ക് വേണ്ട, സ്വർഗമെനിക്ക് വേണ്ട, സ്വർഗമെനിക്ക് വേണ്ട, ഞാൻ തെരഞ്ഞെടുക്കുന്നത് അഹ്മദ് സമർഖന്ദി അദ്ദേഹത്തിന്റെ തംബീഹിൽ രേഖപ്പെടുത്തുന്നുണ്ട്, ഞാൻ തെരഞ്ഞെടുക്കുന്നത് ആ ഇടുങ്ങിയ സ്ഥലത്ത് വിരിച്ചിട്ടിരിക്കുന്ന മുസല്ലയാ, ഞാൻ അവിടെ ആഗ്രഹിക്കുന്നത് 2 റക്അത്ത് സുന്നത്താണ്. എന്തുകൊണ്ട്? സ്വർഗം എന്റെ ഇഷ്ടമാണ്, നിസ്കാരം അല്ലാഹുവിന്റെ ഇഷ്ടമാ. നിസ്കരിച്ചാലങ്ങ് ലഹരി കയറും സഹോദര, ഹൃദയത്തിന്റെ അകത്തേക്ക് ലഹരി കയറും. 2 കാര്യം മതി. ഒന്ന് ഖുർആൻ പാരായണമാ, ഒന്ന് ഖുർആൻ പാരായണമാ, ഖുർആൻ പാരായണമാ. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു വമിൻഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആൻ ترتيلا إنا سنلقي عليك قولا ثقيلا إن ناشئة الليل هي أشد وطئا وأقوم قيلا إن لك في النهار سبحا طويلا واذكر اسم ربك وتبتل إليه تبتيلا رب المشرق والمغرب لا إله إلا
هو فاتخذه وكيلا واصبر على ما يقولون واهجرهم هجرا جميلا وذرني والمكذبين أولي النعمة ومهلهم قليلا إن لدينا أنكالا وجحيما وطعاما ذا غصة وعذابا أليما. മുത്തുനബി കിടന്നുറങ്ങുന്നോടത്തുനിന്ന് എഴുന്നേൽപ്പിക്കുന്നതിന് പറയുന്ന പ്രയോഗമാ ഖും ഖും ഖും. എഴുന്നേൽക്ക് നബിയേ, എഴുന്നേൽക്ക് നബിയേ, എഴുന്നേൽക്ക് നബിയേ. എഴുന്നേറ്റ് വന്നിരുന്നല്ലോ. ഹൈസം ഇബ്നു അബീ സിനാനിൽ നിന്നും ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാമല്ലോ, സ്വഹാബത്ത് പുന്നാരപ്പുമാന വർണ്ണിക്കുന്നോടത്ത് അബ്ദുല്ലാഹി ഇബ്നു റവാഹത്ത് തങ്ങൾ പാടിവെച്ചത് മഹാനവറുകളുടെ വഫാത്തിന് ശേഷം അബൂ ഹുറൈറ പാടിയല്ലോ. وفينا رسول الله يتلو كتابه إذا انشق معروف من الفجر ساطع أرانا الهدى بعد العمى فقلوبنا به موقنات أن ما قال واقع يبيت يجافي جنبه عن فراشه إذا استثقلت بالمشركين المضاجع. ശരീരത്തോട് ഒട്ടിക്കിടക്കുന്ന പുതപ്പിനെ തട്ടിമാറ്റി ഐഷാ ബീവിയുടെ കിടപ്പറയിൽ നിന്നും ഹഫ്സ ബീവിയുടെ കിടപ്പറയിൽ നിന്നും കടന്നു വന്ന് ഖുറൈശി തറവാട്ടിലെ തമ്പുരാക്കന്മാരുടെ ശരീരത്തിന്റെ ഭാരം കൊണ്ടും വലിപ്പം കൊണ്ടും അവരെ കിടന്നിറങ്ങുന്ന കട്ടിലുകൾ വീർപ്പുമുട്ടുമ്പോൾ നിസ്കരിച്ച നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബിയോട് പറഞ്ഞു, നബി എഴുന്നേറ്റ് വന്നുകൊണ്ട് നിസ്കരിക്കണേ, ഉറക്കച്ചട പ്രയാസമാവല്ലേ, അങ്ങയുടെ ശത്രുവിന്റെ വലിപ്പം പ്രശ്നമല്ല നബിയെ, അങ്ങ് ചെയ്യേണ്ടത് വറത്തിലിൽ ഖുർആൻ തർത്തീല, അങ്ങ് നിസ്കാരത്തിലുള്ള ഊർജ്ജമായി ഖുർആൻ പാരായണത്തെ മനോഹരമാക്കണേ നബിയെ, മനോഹരമാക്കണേ നബിയെ. മനോഹരമായ ഖുർആൻ പാരായണത്തിന്റെ ശബ്ദവീചികൾ എന്റെ ഹൃദയത്തെ മുറിച്ചു. ആ ഹൃദയത്തിന്റെ മുറിവിന്റെ അകത്തേക്ക് ഇസ്ലാമിന്റെ വെളിച്ചമെത്തി. ഞാനല്ല പറഞ്ഞത്, ഇമാം മുഹമ്മദ് അവിടുത്തെ മുസ്നദിൽ ഉദ്ധരിക്കുന്നുണ്ട്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, അല്ലാഹുവിന്റെ ഹബീബ് ഖുർആൻ പാരായണം ചെയ്യുന്നത് കട്ട് കേൾക്കുന്ന പണിയുണ്ടായിരുന്നു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബിന് റളിയല്ലാഹു അൻഹു അത്രത്തോളം ഖുർആൻ പാരായണം ജീവിതത്തിൽ നിരന്തരം ഉണ്ടായിരുന്ന മുത്തുനബിയുണ്ടല്ലോ. ഖുർആൻ പാരായണത്തിലൂടെ നിസ്കാരത്തിന്റെ ലഹരിയിലേക്ക് എത്തിയപ്പോൾ വെള്ളത്തോട് പോലും മലയാള നാടിനെ അനശ്വരമാക്കി ആ വരികൾ പറയേണ്ടി വന്നല്ലോ, പാടേണ്ടി വന്നല്ലോ. അമൂർത്തപാദം പൊടിമൺ പുരണ്ട പിതാവിനെ കണ്ടത് വെമ്പലോടെ താതാൻ കുളിപ്പിപ്പതിനായി മുതിർന്നു. തണ്ണീർ കുടം കൊണ്ടഴലാണ്ട പുത്രി പിടിച്ചിരുത്തി ചെളി പോക്കുവാനായി നിറഞ്ഞ കുംഭോടകമോടുകൂടെ താതന്റെ ഗാത്രങ്ങളിലായി പതിച്ചു കുമാരിയാൾ തൻ ചുടു കണ്ണുനീർ. സുജൂദിൽ കിടന്ന മുത്തുനബിയുടെ ശരീരത്തിലേക്ക് കൂമ്പാരം കയറ്റി വന്ന മൺകൂനയുടെ ഉള്ളിൽ സുജൂദിന്റെ ലഹരിയിൽ, നിസ്കാരത്തിന്റെ ലഹരിയിൽ അല്ലാഹുവിന്റെ ഹബീബ വേദനകൾ മറന്നപ്പോ സുജൂദിൽ നിന്നും ഹബീബായ നബി തങ്ങൾ എഴുന്നേറ്റ് വരുമ്പോൾ ചിന്ന ഭിന്ന ശിഥിലമായി തെറിച്ചു വീണ മണൽത്തരികൾ ശരീരത്തെ ഒന്നും ബാധിച്ചതേയില്ല. എന്നാലും ഇടതോർന്നു നിൽക്കുന്ന നീണ്ട തലമുടിയുടെ അകത്ത് ആ മണൽത്തരികൾ പുരണ്ടിരിക്കുന്നത് ദൂരെ നിന്നും ആ ചെറിയ മോള് ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ ഓടി വന്നു. പിടിച്ചിരുത്തി ചെളി പൊക്കുവാനായി നിറഞ്ഞ കുംഭോടകമോടുകൂടെ ഒരു കുടത്തിൽ ആ ചെറിയ കയ്യിൽ ഇങ്ങനെ നിറച്ചു വെച്ചിരിക്കുന്ന വെള്ളമങ്ങ് തുളുമ്പുന്നു, കൈവിറയ്ക്കുന്നു. വലത്തെ കൈയിന്റെ മിനുസമുള്ള തണ്ടുകൾ ഉപ്പാന്റെ തലമുടിക്കകത്തേക്ക് കടക്കുന്നു. എന്നിട്ടൊന്ന് കുടയുന്നു. പ്രിയപ്പെട്ട പൊന്നുമോള് പിതാവ് സുജൂദിൽ മൺകൂനയുടെ ഉള്ളിൽ കുടിച്ചു മൂടിയത് കണ്ടു നിന്ന മോളാ. ഖുറൈശി തറവാട്ടിലെ മേലാളന്മാരുടെ കിരാതമായ കാഴ്ചയെ അകലെ നിന്ന് കണ്ട് കൈവിരല കടിക്കാനല്ലാതെ പൊന്നുമോൾക്ക് കഴിയൂല മുഅ്മിനേ.
പിതാവിന്റെ തലമുടിയുടെ അകത്തേക്ക് വിരൽ കടത്തിയിട്ട് അങ്ങ് കുടയാൻ തുടങ്ങി. എന്നിട്ടോ കയ്യിലുള്ള തണുത്ത വെള്ളം കൊണ്ടാൻ നിറുക കഴുകിയെടുക്കുന്നതിന് മുന്നേ നിറഞ്ഞു നിൽക്കുന്ന കൺതടം ചാലിട്ടൊഴുകിയ ചൂട് കണ്ണുനീരുകൊണ്ട് ഉപ്പാന്റെ തല കഴുകിയ പൊന്നുമോളെ ബിബി ഫാത്തിമ നിസ്കാരത്തിന്റെ ലഹരിയിലേക്ക് അള്ളാന്റെ ഹബീബ് പോയത് ഖുർആൻ പാരായണം കൊണ്ടാ. ജീവിതത്തിൽ വേണം ഞാൻ പറഞ്ഞു തരാം, ഓതണ്ട പോലെ ഓതിയാൽ 20 ഹജ്ജ് ചെയ്ത കൂലിയുണ്ടെന്ന് അള്ളാന്റെ ഹബീബ് പറഞ്ഞതായി ഇമാം ഇസ്മാഈൽ അൽ ഹഖൽ ബറൂസ് ബിറൂഹുൽ ബയാനിൽ രേഖപ്പെടുത്തിയ ഒരു അധ്യായമുണ്ട് അള്ളാന്റെ ഖുർആനിൽ. അള്ളാഹുവിന്റെ ഖുർആനിന്റെ ഹൃദയമെന്നാ പറയുന്നത്. കാണാതെ എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ പറയുന്നു, കണ്ടു ഓതണേ, കണ്ടു ഓതണേ ആ അധ്യായമാ സൂറത്ത് യാസീൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു വെള്ളിയാഴ്ച ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ നാം നടക്കുന്ന പരിസരങ്ങളിൽ മുഴുവനും ബറക്കത്ത് നിറഞ്ഞു നിൽക്കുമെന്ന്, പ്രകാശമായി നിലകൊള്ളുമെന്ന് പറഞ്ഞ ഒരു അധ്യായമുണ്ട് അള്ളാഹുവിന്റെ ഖുർആനിൽ. അത് സൂറത്തുൽ കഹ്ഫ. വെള്ളിയാഴ്ച രാവിലെ പാഴാവല്ലേ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരൊറ്റ പ്രാവശ്യം ഓതിയാൽ അള്ളാഹുവിന്റെ ഖുർആനിന്റെ 1/6 ഭാഗം ഓതി എന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുള്ള ഹബീബായ നബി തങ്ങൾ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുള്ള 1000 ആയത്തിന്റെ കൂലി കിട്ടുന്ന ഒരു അധ്യായം ഖുർആനിലുണ്ട്. ആ അധ്യായം അൽഹാഖുമുത്ത കാഫിറ മുഅ്മിനേ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. 3 ഓതിക്കഴിഞ്ഞാൽ ഖുർആൻ പൂർണ്ണമായി ഓതി എന്ന് പറയുന്ന പ്രതിഫലമുള്ള ഒരു അധ്യായമുണ്ട്. അത് ഖുൽ ഹുവല്ലാഹു അഹദ. 2 ഓതിക്കഴിഞ്ഞാൽ ഖുർആൻ ഒരു വട്ടം ഓതിയ കൂലിയുണ്ടെന്ന് പറഞ്ഞത് അതാ ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ. ഓതിക്കൂടെ? പ്രതിഫലങ്ങൾ എത്രയാ, പ്രതിഫലങ്ങൾ എത്രയാ. ഖുർആൻ പാരായണം ജീവിതത്തിൽ വേണം. നമുക്കൊരു മുസ്ലിമിന്റെ രൂപം വേണം. അറ്റ്ലീസ്റ്റ് മുണ്ടെടുക്കുന്ന സഹോദര, മുണ്ടെടുത്തത് അവസാനിക്കുമ്പോൾ ഇടത്തേക്ക് വരാനൊന്ന് ശ്രദ്ധിക്കണേ. വയത് കഴിയുമ്പോൾ വലത്തേക്ക് കൊടുത്തവരൊന്നും ഇടത്തേക്ക് കൊടുത്തിട്ട് വീട്ടിലേക്ക് പോകാൻ നിൽക്കണം. അത് ഒരാഴ്ച കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി. കാരണം വീട്ടിൽ ചെല്ലുമ്പോ മുണ്ടുണ്ടായിരുന്നു. എന്തപ്പത് അങ്ങനെയൊക്കെ പറഞ്ഞത്? മുസ്ലിമിന്റെ ശീലാണ്. മയ്യത്തിന്റെ കഫൻ പുടവ എങ്ങനെ വേണമെന്ന് പറയുന്നോടത്താ നീ മുണ്ടെടുക്കുന്നതിനെ പരിഗണിച്ചിട്ടുള്ളൂ. കാരണം സഞ്ചരിക്കുന്ന മയ്യത്ത ഓരോ ശരീരം എപ്പോ വേണമെങ്കിലും അത് ആവാവുന്നതാവുന്ന. അപ്പൊ മയ്യത്തിനെ കുറിച്ച് കർമ്മശാസ്ത്രം പറഞ്ഞു. തുഹ്ഫയുടെ 3-ാം ഭാഗത്തിലുണ്ട്, മയ്യത്തിന്റെ കഫൻ പുടവ തുടങ്ങുന്നത് വലത്തേക്കാ, അവസാനിക്കുന്ന ഇടത്തേക്കാ. അതാ മുണ്ട്, അവിടെയാ മുണ്ട്, അത് തന്നെയാണ് മുണ്ട്. മാത്രമല്ല കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഹിബ്ബു തയാമുന ഫീ ശഅനിഹി കുല്ലിഹി. വലത്തേക്ക് തുടങ്ങാ എന്ന നല്ല കാര്യങ്ങൾ വലത്തത് കൊണ്ട് തുടങ്ങുന്നത് മുത്തുനബിയുടെ ഇഷ്ടമാണ്. മുണ്ടെടുക്കൽ ഇത്രയും നല്ല കാര്യം വേറൊന്നുമില്ല. ഒരു തുണി എടുത്തെടുക്കാന്ന് പറഞ്ഞാൽ ഇത്ര വലിയ ഈ കാലഘട്ടത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ലേ. നമ്മളൊരു മുസ്ലിമിന്റെ രൂപം ഉണ്ടാവണം, അതിനെ പറ്റിയ കോലം ഉണ്ടാവണം. പ്രത്യേകിച്ച് ചെറുപ്പക്കാർ ഈ പല്ലിയുടെ വാല് മുറിഞ്ഞ മാതിരിയുള്ള ഷർട്ടും ഗ്രീസ് വരട്ടിട്ട് കയറ്റിയാ കേറാത്ത ഫക്കീറിന്റെ മാതിരി കീറി പറഞ്ഞ ജീൻസും, അവനെങ്ങാനും ഒരു റുക്കൂ ചെയ്ത സുബ്ഹാന റബ്ബി 40 ദിവസത്തെ ഈമാൻ പുറയിലേക്കണവന്റെ ബാത്തിലായിരിക്കും. അമ്മാതിരി ചിലപ്പോഴൊക്കെ ബസ്സിലൊക്കെ കയറുന്നവർ പെട്ടുപോകാറുണ്ട്. ഇവനിങ്ങനെ മുകളിൽ കൈ പിടിച്ച പുറയിലേക്കണവൻ തീർന്നു. ആ രീതി അത്രത്തോളം ഇന്നത്തെ വേഷവിധാനങ്ങള് മനുഷ്യനെ അങ്ങോട്ട് മാറ്റിയിരിക്കുക. വസ്ത്രധാരണകൾ ഇതെല്ലാം, തലമുടി വെട്ടല്, താടിവെക്കല്, മിതത്വം, വസ്ത്രധാരണത്തിലെ മിതത്വം. പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ വേണ്ടി പോയപ്പോ അന്നിട്ടിരുന്ന ചുവന്ന ചുരിദാർ പിന്നെ തൊട്ടടുത്ത ആഴ്ചയിലെ കല്യാണത്തിന് പറ്റൂല എന്ന് വാശി പിടിച്ച സഹോദരിയോട് പറയാ, വസ്ത്രത്തിന് മിതത്വം വേണം. പണ്ടൊക്കെ ഒരു പെണ്ണിനെ കെട്ടിക്കാൻ നേരത്തെ യോഗ്യത ചോദിക്കുമ്പോ പറയും ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചോദിക്കും യോഗ്യത എന്ത്, 30 ഓതി തീർത്തതാണെന്ന് പറയും. പിന്നെ ചോദിക്കും അതിനപ്പുറത്തേക്ക് ഒരു യോഗ്യത എന്തെന്ന് ചോദിക്കുമ്പോ തയ്യൽ അറിയാം, അതൊരു യോഗ്യതയായിരുന്നു. തയ്യല് ഒരു ബറക്കത്തുള്ള ജോലിയാ. ആദ്യം തയ്യൽ നടത്തിയ മഹാൻ അബുൽ ബശ്റാദ് അലൈഹിസ്സലാം. ആദ്യം നൂല് നൂറ്റത് ഹവ്വാ റളിയല്ലാഹു അൻഹ. അല്ലാഹു 1000 കൈത്തൊഴിൽ ആദം നബിക്ക് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഭൂമിയിൽ വന്ന മഹാനവറുകൾ ആദ്യം ചെയ്ത കൈത്തൊഴിൽ ഉടുവസ്ത്രം നഷ്ടപ്പെട്ട അവസ്ഥയിൽ സ്വർഗം ഉപേക്ഷിച്ചു വന്നപ്പോ സ്വർഗത്തിന്റെ വസ്ത്രം ഉപേക്ഷിച്ച് ഇലകൾ കൊണ്ട് നാണം മറച്ച ആദം നബി ഈ
ഭൂമിയിൽ വന്ന് ആദ്യം ചെയ്ത കൈത്തൊഴിൽ അത് തയ്യലാ തുന്നലാ നബിയുനാ റസൂലുള്ളാഹി. അത് ബറക്കത്താ. ഒരു വീട്ടിൽ സ്റ്റിച്ചിങ് പഠിച്ചിരിക്കണം, പെണ്ണ് അത് ചെയ്തിരിക്കണം, ആണുങ്ങളും ചെയ്യണം. ഒരു ഷർട്ടിന്റെ ബട്ടൺ പോയാൽ അതിന് ഭാര്യയെ വിളിക്കേണ്ടതില്ല. സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസിൽ തന്നെയുണ്ട്, അള്ളാന്റെ ഹബീബ് വസ്ത്രം തുന്നിയിരുന്നു, അവിടുന്ന് വീട്ടു ജോലിയിൽ ഭാര്യയെ സഹായിച്ചിരുന്നു, അവിടുന്ന് ചെരുപ്പ് കഴുകിയിരുന്നു, വസ്ത്രം കഴുകിയിരുന്നു. വാങ്ക് വിളിക്കുന്ന നേരത്ത് പള്ളിയിലേക്ക് അതേ സമയത്തിന്റെ ആദ്യ വഖത്തിൽ പോയിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹി. ഇത് പെണ്ണുങ്ങളിലേക്ക് കുറെ കാര്യങ്ങൾ അങ്ങോട്ട് ചേർത്ത് വെച്ചിട്ട് ആണുങ്ങൾ അങ്ങോട്ട് ഒഴിഞ്ഞു മാറി. മൂപ്പരിങ്ങനെ കരസേനാ മേധാവിയുടെ മാതിരി ആ മുൻവശത്ത് വരുന്ന പത്രവും വായിക്കുക, വീഡിയോ വലിക്കുക, ഇതിനപ്പുറത്തേക്ക് ഒരു ചിന്ത പുള്ളിക്കില്ല. ആ അവസ്ഥയിലേക്ക് പെണ്ണുങ്ങളെ മാത്രം പരിമിതപ്പെടുത്തുന്ന ഇടപാട് ഇസ്ലാമിലില്ല. അതുകൊണ്ട് നമ്മുടെ വേഷവിധാനങ്ങൾ, ഐഷ ബീവിയോട് ചോദിച്ചില്ല എന്റെ കൂടെ സ്വർഗത്തിലേക്ക് വരണ്ടോ? ആ ചോദ്യത്തിന് എങ്ങനെയാ മറുപടി പറയാ? അള്ളാന്റെ ഹബീബ് ചോദിച്ചില്ല. ഇമാം തിർമിദിയുടെ ജാമിഇൽ കാണാം, ഐഷ ബീവിയോട് അള്ളാന്റെ റസൂൽ ചോദിച്ചു, ഇദാ അറത്തുൽ ലുഹൂഖ ബി, എന്റെ കൂടെ സ്വർഗത്തിലേക്ക് വരാനുണ്ടോ? എന്റെ കൂടെ എന്നോട് ഒട്ടി 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 വരാൻ, എന്നോട് ഒട്ടിച്ചേർന്ന് വരാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ഐഷാ ബീവിയോട് അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുമ്പോൾ ഐഷാ ബീവി കണ്ണ് നിറഞ്ഞുകൊണ്ടാ പറയുന്നത്, ഉണ്ട് നബിയേ. എന്നാൽ ഐഷാ ഒരു യാത്രക്കാരൻ യാത്രയിൽ കരുതുന്ന ഭക്ഷണം പോലെയുള്ളതാ ദുനിയാവ്, നീ പ്രതീക്ഷിക്കാവൂ. യാത്രയിലെ നമ്മൾ കൊണ്ടുപോകുന്നത് എന്താ? ഒരുപാട് കൊണ്ടുപോകാനൊന്നും പറ്റില്ല. നാളെ അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തേക്ക് ഒരു ദിവസത്തേക്കുള്ള ഭക്ഷണം നമ്മൾ ഇവിടെ നിന്ന് യാത്രക്കാരൻ കയ്യിൽ വെച്ചാൽ അത് കേടാവും. യാത്രക്കാരൻ ഉപേക്ഷിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് പോലെ ദുനിയാവിനെ നീ പ്രതീക്ഷിക്കാവൂ. അള്ളാന്റെ ഹബീബ് പറഞ്ഞു. എന്നാൽ മറ്റൊരു കാര്യം പറയട്ടെ, പെണ്ണെ, സ്വർഗത്തിൽ എന്നോട് ചേരാൻ ഇനി പറയുന്ന നിബന്ധന, ഒരു നെഗളിപ്പ് വരാറുണ്ട് പെണ്ണുങ്ങൾക്ക്. ഒരു 5 പവന്റെ മാല വാങ്ങിയാൽ പിന്നെ അയൽവക്കത്തുള്ളവരോട് മിണ്ടൂല. ഒരു പുതിയ കാറ് വാങ്ങിയാൽ പിന്നെ ഒരൽപ്പം കിബിർ വരാറുണ്ട്. അങ്ങനത്തെ ഒരു കിബിറും പൊങ്ങച്ചവും നിന്റെ മനസ്സിൽ വരല്ലേ? അങ്ങനത്തെ ഒരു പൊങ്ങച്ചം നിനക്ക് വരല്ലേ? നല്ലൊരു മരുമോള് വന്നാൽ ചില അമ്മായിമ്മമാര് മിണ്ടൂല. ചിലപ്പോ അതൊരാഴ്ച നിൽക്കുള്ളൂ, ചിലപ്പോ ഈ മിണ്ടാത്തത് മുഴുവൻ ഒന്നായിട്ട് അപ്പുറം പോയി കൊട്ടും. മരുമോള് പ്രതീക്ഷിച്ച പോലെ ആയില്ലെങ്കിൽ. പക്ഷെ ഒരു നെഗളിപ്പ് വരാറുണ്ട് പെണ്ണുങ്ങൾക്ക്, പൊതുവെ ഒരിത്തിരി കുണുങ്ങൾ വരാറുണ്ട്. അത് പാടില്ല. എന്റെ കൂടെ സ്വർഗത്തിലേക്ക് വരാൻ ഇനിയുള്ള നിബന്ധന എന്നറിയുമോ? വലാ തസ്തഖ്ലിഖീ തൗബാ, ഒരു വസ്ത്രവും അത് കീറിയതിന്റെ പേരിൽ പഴഞ്ചനാണെന്ന് പറഞ്ഞു വലിച്ചെറിയല്ലേ പെങ്ങളെ. ആയിഷാ ബീവിയോട് അള്ളാന്റെ റസൂൽ പറഞ്ഞതാ, ഒരു വസ്ത്രവും അത് പഴഞ്ചനാണെന്ന് പറഞ്ഞു വലിച്ചെറിയല്ലേ. അതിന് കണ്ടം വെച്ച് തുന്നിയിട്ടല്ലാതെ, അതിന് കഷണം വെച്ച് തുന്നിയിട്ടല്ലാതെ ഒരു വസ്ത്രവും നീ പഴഞ്ചനാണെന്ന് പറഞ്ഞ് കീറിയതിന്റെ പേരിൽ വലിച്ചെറിയല്ലേ. നബിയുനാ റസൂലുള്ളാഹി സ്വർഗം തടയുന്ന കാരണമാത്, സ്വർഗം തടയുന്ന കാരണമാത്. ജീവിതത്തിൽ ഇങ്ങനെ കുറെ കാര്യങ്ങൾ വേണേ. കണ്ടാൽ സലാം പറയണേ, കുടുംബത്തിലേക്ക് കടന്നു വരുമ്പോൾ മക്കളോട് സലാം പറയണേ, പ്രിയപ്പെട്ടവളോട് സലാം പറയണേ. അള്ളാന്റെ ഹബീബ് പറഞ്ഞല്ലോ കുടുംബത്തിൽ സ്നേഹമുണ്ടാവാൻ. അനസ് ബിൻ മാലിക്കിനോട് പറഞ്ഞല്ലോ, സ്വഹീഹുൽ ബുഖാരിയിൽ ഹദീസ് കാണാലോ. അനസേ, നിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കൊച്ചുമോനാ അനസ്, വീട്ടുകാരോട് സലാം പറഞ്ഞാൽ നിനക്കും നിന്റെ കുടുംബത്തിനും അത് ബറക്കത്താണെന്ന് നബിയുനാ റസൂലുള്ളാഹി. കുടുംബത്തിലേക്ക് ബറക്കത്ത് ഒഴുകി വരാൻ കുടുംബത്തിലുള്ളവരോട് സലാം പറയണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ലാ തദ്ഖുലൂ അൽ ജന്നത ഹത്താ തുഅ്മിനൂ, മുഅ്മിനാവാതെ നിങ്ങൾക്ക് സ്വർഗ്ഗമില്ല. വലാ തുഅ്മിനൂ ഹത്താ തഹാബ്ബൂ, നിങ്ങൾ പരസ്പരം സ്നേഹിക്കാതെ മുഅ്മിനുമാവൂല. അവലാ അദുല്ലുകും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബതും, ഞാൻ നിങ്ങൾക്കൊരു അമൽ പറഞ്ഞു തരാം. ആ അമൽ ചെയ്താൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കും. ആ അമൽ ചെയ്താൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക വഴി നിങ്ങളുടെ ഈമാൻ വർദ്ധിക്കും. അതുവഴി നിങ്ങൾക്ക് സ്വർഗം പ്രാപിക്കാം. അങ്ങനത്തെ ഒരു അമൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അഫ്ശുസ്സലാമ ബൈനകും, നിങ്ങൾ
നിങ്ങൾക്കിടയിലെ സലാം നിങ്ങൾ പ്രചരിപ്പിക്കണേ, നിങ്ങൾക്കിടയിലെ സലാം നിങ്ങൾ പ്രചരിപ്പിക്കണേ. കണ്ടാൽ സലാം കൊണ്ടാണ് മിണ്ടൽ വേണ്ടത് എന്നുള്ളതാ നബി തങ്ങളിൽ കാണുന്നത്. മിണ്ടിക്കഴിഞ്ഞ് സലാം പറഞ്ഞാൽ പിന്നത് അസ്ഥാനത്താണെന്നാണ് തുഹഫയിൽ ഉള്ളത്. സ്നേഹം പരസ്പരമിൽ വളർത്താൻ നല്ലതാ, അത് കാരണം ഈമാൻ ശരിക്കുറയ്ക്കുന്നതാ. ഈമാൻ ഉറച്ചവരോ കടക്കും സ്വർഗ്ഗമേ. ഇതുപോലെ തന്നെ ഹദീസ് കാണാം മുസ്ലിമിൽ. തുടങ്ങുന്നത് സുന്നത്താണ്, മടക്കല് വാജിബാണ്. എന്നാൽ വാജിബിനേക്കാൾ സുന്നത്തിന് കൂലി കൂടുതൽ ഉണ്ടെന്ന് ഇസ്ലാമിക കർമ്മശാസ്ത്രം പറയുന്നു. ആദ്യം സലാം പറയുന്നവരെ വല്ലാത്ത കൂലിയ. ഒരു വഴിയോരത്ത് വെച്ച് എന്നും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അലിയാർ തങ്ങൾ കാണാറുണ്ട്. ഇരുവരും കാണുമ്പോൾ പ്രായത്തിൽ കുറഞ്ഞ അള്ളാന്റെ ഹബീബിനോടുള്ള അടുപ്പത്തിൽ ഒരൽപ്പം പുറകിൽ നിൽക്കുന്ന അബൂബക്കർ തങ്ങളെക്കാളും ഒരൽപ്പം പിന്നിൽ നിൽക്കുന്ന അള്ളാന്റെ ഹബീബിന്റെ ഔദ്യോഗികമായ കാര്യങ്ങളിൽ ചർച്ചകളിൽ പിന്നെ കടന്നു വരുന്ന അലിയാർ തങ്ങൾ കൊച്ചുമോനല്ലേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കാണുമ്പോൾ അങ്ങോട്ട് സലാം പറയലായിരുന്നു പതിവ്. ഒരിക്കലതാ ആ വഴിയോരത്ത് എന്നും കാണുന്ന പോലെ കണ്ടപ്പോ അലിയാർ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് സലാം പറയാതെ പകച്ചു നോക്കി നിൽക്കുമ്പോൾ സിദ്ദീഖ് തങ്ങളുടെ മുഖം വാടുകയാ. അലിയിനോട് പിണക്കമാണോ? മഹാനായ സിദ്ദീഖ് തങ്ങൾ അങ്ങോട്ട് സലാം പറഞ്ഞുകൊണ്ട് വിതുമ്പുന്ന ചുണ്ടുകളുമായി തേങ്ങലോട് ഗദ്ഗതത്തോടുകൂടെ പുന്നാര പൂമാന്റെ മുന്നിൽ ചെന്നുകൊണ്ട് സങ്കടം പറയാ. നബിയെ, എന്നും ഞങ്ങൾ അവിടെ വെച്ച് കാണുമ്പോ എന്റെ അലി എന്നോട് സ്നേഹത്തോട് ചിരിച്ചൊട്ട് സലാം പറഞ്ഞു. ഇന്ന് ചിരിയെ ഉണ്ടായിട്ടുള്ള സലാം പറഞ്ഞിട്ടില്ല നബിയെ. അലിയൻ എന്നോട് പിണക്കമുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കണേ. അള്ളാന്റെ ഹബീബിന്റെ സദസ്സിലേക്ക് അലിയാര് തങ്ങൾ കടന്നു വന്നപ്പോ ഇരുവരെയും ചേർത്തിരുത്തിയിട്ട് സ്നേഹത്തിന്റെ ഭാഷയിലങ്ങ് വിസ്തരിച്ചപ്പോ അലിയാർ തങ്ങൾ പറയാ, നബിയെ, ഇന്നലെ രാത്രി ഞാൻ ഒരു സ്വപ്നം കണ്ടത് അള്ളാന്റെ സ്വർഗത്തിന്റെ അനുഗ്രഹീതമായ അകത്തളമാ. അവിടെ ഞാൻ മനോഹരമായ ഒരു കൊട്ടാരം കണ്ടു നബിയെ. ആ കൊട്ടാരം ആർക്കാണ് ഉള്ളതെന്ന് ഞാൻ അവിടെ അന്വേഷിച്ചപ്പോ രണ്ട് സഹോദരന്മാർ പരസ്പരം കണ്ടുമുട്ടിയാൽ ആദ്യം ആര് സലാം പറയുന്നു അവന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന കൊട്ടാരമാ. കൊട്ടാരം എന്ന് സ്വർഗത്തിന്റെ കാവൽക്കാരനായ മലക്കെനിക്ക് വിവരം തരുമ്പോ അങ്ങ് കഴിഞ്ഞാൽ ഈ പ്രപഞ്ച കടാഹത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം വെക്കുന്നത് എന്റെ പ്രിയപ്പെട്ട അബൂബക്കർ തങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് അലിയാർ തങ്ങളെന്ന് കെട്ടിപ്പടർന്നുകൊണ്ട് പറയുന്നു. ആ സിദ്ദീഖ് തങ്ങൾക്ക് ആ കൊട്ടാരം കിട്ടാൻ എന്നും ആ കൊട്ടാരം അർഹമാക്കുന്ന ഞാൻ ഇന്നെങ്കിലും എന്റെ സിദ്ദീഖ് തങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചു പോയതാ നബിയേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് സലാം പ്രചരിപ്പിക്കണേ. പ്രിയമുള്ളവരെ, തലമറച്ചുകൊണ്ട് നടക്കണേ. സഹോദരങ്ങളെ, തലമറച്ച് നടക്കാൻ നമുക്കൊരു തന്റെ ഇടം വേണം. എവിടെയും അങ്ങനെ വേണം. നിസ്കരിക്കാനെങ്കിലും അറ്റ്ലീസ്റ്റ് തലമറയ്ക്കാൻ ഒരു കർച്ചീഫിന്റെ തുണ്ട് കയ്യിൽ വേണേ. ജീവിതത്തിൽ ഇതൊക്കെ വേണമല്ലോ. എവിടെയാ നമ്മൾ രക്ഷപ്പെടാ എന്നത് അന്വേഷിച്ച് നടക്കേണ്ട ഒരു സ്വഭാവമാ നമുക്കുണ്ടാവേണ്ടത്. ആഖിറത്തിലേക്കുള്ള സമ്പാദ്യമാ. ഒരു കച്ചവടത്തിന് വന്നവരാ കച്ചവടത്തിന്റെ ലാഭമുണ്ടാക്കാനുള്ള പരമാവധി പരിശ്രമത്തിൽ വേണം തലമറച്ച് നടക്കണം. എന്തുകൊണ്ടെന്നറിയുമോ? അള്ളാന്റെ ഹബീബ് പറഞ്ഞു, തലമറച്ചുകൊണ്ട് ഒരാൾ ഒരു റക്അത്ത് നിസ്കരിക്കുന്നത് 70 റക്അത്തിന്റെ കൂലിയാ. തലമറച്ചുകൊണ്ട് ഒരു റക്അത്ത് നിസ്കരിച്ച, തലമറച്ച് ഒരു അസ്ർ നിസ്കരിച്ച 70 അസ്ർ നിസ്കരിച്ച കൂലിയാ. മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാവും. തലമറക്കല് ഇബ്ലീസിന് വെറുപ്പുള്ളതാ. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ബദറിലേക്ക് തലപ്പാവ് കെട്ടിയ മലക്കുകളുടെ കൂടെ ഇറങ്ങി വരാ. ബദറിൽ ഇറങ്ങിയ മലക്കുകളൊക്കെ തലപ്പാവ് ധരിച്ചവരായിരുന്നു. ജിബ്രീലിന്റെ തലപ്പാവ് കറുത്ത തലപ്പാവായിരുന്നു. ഇബ്ലീസ് വെറുത്തുപോയി. അപ്പോൾ ജീവിതത്തിൽ ഇങ്ങനെ കുറെ മാറ്റങ്ങൾ ഞാൻ അവസാനിപ്പിക്കാം. മരിച്ച വീട്ടിലേക്ക് കടന്നു ചെന്നാൽ യാസീൻ ഓതാൻ അറിയുന്നവർ അത് ആവർത്തിച്ചു.
ഒരു മരണാസന്നനെ യാസീൻ മരിച്ച വീട്ടിലേക്ക് ചെല്ലുമ്പോ പരമാവധി ഖുർആൻ ഓതണം. ഒരു മരണാസന്നനെ ഖുർആൻ ഓദിച്ച് കേൾപ്പിക്കണം. മരണാസന്നനായ മനുഷ്യന്റെ മുന്നിൽ 2 സൂറത്തുകൾ ഓതൽ പുണ്യമാണ്. ഒന്ന്, മരണാസന്നന് മരണത്തിന്റെ പെടച്ചലിൽ അയാള് ദാഹം കൊണ്ട് വലഞ്ഞു നിൽക്കുമ്പോ ആശ്വാസമായി ഓതി കേൾപ്പിക്കേണ്ടത് മരണാസന്നൻ കേൾക്കണം സൂറത്ത് റഅദ്. സൂറത്ത് റഅദ് ദാഹശമനമാണ്. രണ്ടാമത്തേത് സൂറത്ത് യാസീൻ. ഇസ്മായിൽ അൽ ഹഖൽ ബറൂസവി റൂഹുൽ ബയാനിൽ പറയുന്നുണ്ട്, സൂറത്ത് യാസീന്റെ അക്ഷരങ്ങളുടെ ക്രോഡീകരണം ആ മനുഷ്യനിൽ പ്രചോദനം കൊടുക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് തെറ്റുകൂടാതെ ഉച്ചരിക്കാനുള്ള ഒരു ടെൻഡൻസിയാണ്, ഒരു പ്രേരണയാണ്, പ്രചോദനമാണ്. അങ്ങനെ കരുത്തു കൊടുക്കുക ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് യാസീൻ. മരിച്ചോടത്ത് യാസീൻ ഓതണമെന്നല്ല പറഞ്ഞത്. ഫഖറഉ ഇൻദ മൗതാകും സൂറത്ത് യാസീൻ. നിങ്ങളിൽ മരണാസന്നന് യാസീൻ ഓതണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇസ്ലാമിനെ പരിഷ്കരിച്ചേ അടങ്ങൂ എന്ന് പറയുന്ന പരിഷ്കർത്താവ് ഈ ഹദീസ് കാണുന്നുവെങ്കിൽ അവനും പഠിക്കണം, അവനും ഓതണം യാസീൻ. മരണാസന്നന് യാസീൻ ഓതി കേൾപ്പിക്കണം. അവൻ യാസീൻ കേട്ട് മരിക്കണം. യാസീൻ കേട്ട് മരിക്കുന്ന മനുഷ്യന്റെ മുന്നിലേക്ക് യാസീനിലെ ഓരോ അക്ഷരങ്ങളുടെ കണക്കനുസരിച്ച് ഒരു അക്ഷരത്തിന് 10 മലക്ക് എന്ന കണക്കിൽ ലക്ഷക്കണക്കിന് മലക്കുകൾ അവന്റെ മരണനേരത്തെ അവിടെ സന്നിഹിതമാവുകയും മയ്യിത്ത് കുളിപ്പിക്കാനും ആ ജനാസയെ കഫൻ ചെയ്യാനും ജനാസ അനുഗമനത്തിലും ഖബറിലേക്ക് ഇറക്കി വെക്കാനും പിടിമണ്ണ് വാരിയിടാനും നിസ്കാരത്തിനും പ്രാർത്ഥനയ്ക്കും ആ മലക്കുകൾ അവന്റെ കൂടെയുണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മരണാസന്നന് മരണാനന്തരം യാസീൻ ഓതണം. ഇൻദ മൗതാകും എന്ന് പറഞ്ഞ അൽ മൗത അല്ലെങ്കിൽ മൗത എന്ന വാക്ക് മരിക്കുന്നതിന് മുമ്പ് മൻ ഹദറഹുൽ മൗതു മൻ മാത രണ്ടിനും സാധ്യമാണ്. മരിക്കുന്നതിന് മുമ്പും പറയാം മൗത എന്ന വാക്ക്. ഇന്നക ലാ തുസ്മിഉൽ മൗത, മരിച്ചോരങ്ങ് കേൾപ്പിക്കൂല എന്ന് സാധാരണ ചില ആൾക്കാർ ആയത്തോതി പറയാറുണ്ട്. അവർ പറയുന്നത് മരണശേഷമുള്ള മൗതയാണെങ്കിൽ രണ്ടിനും പറ്റും മൗത. ഫഖറഉ ഇൻദ മൗതാകും സൂറത്ത് യാസീൻ. മരിച്ചോടത്ത് കരച്ചിലുണ്ടാവാറുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരിമാരോട് ഒരു ഉപദേശം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. മരണവീട്ടിലെ മയ്യിത്ത് കാണൽ സുന്നത്ത് ഇല്ല. മയ്യിത്ത് കാണൽ സുന്നത്തില്ല, പക്ഷേ കാണാം, വെറും ജായിസ് മാത്രമാണ്. കാണൽ സുന്നത്തില്ല, ജായിസ് മാത്രമാണ്. കാണൽ സുന്നത്തുള്ളോടത്ത് പോലും തിരക്ക് പാടില്ലെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാണൽ സുന്നത്തുള്ളത് ഹജറുൽ അസ്വദ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഹറമിൽ മഹാനവറുകൾ ഉംറയോ ഹജ്ജോ കർമ്മം നിർവഹിക്കാൻ പോകുന്ന നേരത്ത് പറയുന്നുണ്ട്, കയ്യൂക്കിന്റെ ബലത്തിൽ തിരക്ക് കൂട്ടുന്നോടത്ത് ഉമറേ നീ യോഗ്യത കാണിക്കാൻ പോവല്ലേ എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹജറുൽ അസ്വദിന്റെ അവിടെ തിരക്ക് കൂട്ടിയിട്ട് മുത്തി വലിയ ശുജായി വരണമെന്നൊന്നും അതിനർത്ഥമില്ല. ഹജറിന്റെ മുന്നിൽ ചെന്ന് കൈ പൊക്കിയാൽ മതി, അത് സാക്ഷിയാ. ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ കൈ ഒന്ന് പൊക്കിയാൽ മതി, തൊട്ട് മുത്തി കിട്ടിയാൽ ഖൈർ, ഇല്ലേലോ ഒന്ന് കൈ പൊക്കിയാൽ മതി. സ്ത്രീകളോട് തവാഫ് ചെയ്യാൻ പറഞ്ഞത് അകന്ന് തവാഫ് ചെയ്യാനാ. ഉംറക്ക് പോയാൽ ഹജ്ജിന് പോയാൽ ഹജറുൽ അസ്വദ് കിട്ടിയില്ലെങ്കിൽ ആകെ പോയി എന്ന ആൾക്കാരുടെ ഒരു നിലപാട്. അങ്ങനെയൊന്നുമില്ല. ഹജറുൽ അസ്വദ് കിട്ടിയാൽ ഖൈർ, പക്ഷേ അവിടെ പോയി അപകടം വരുത്തി വെച്ചാൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ ശഫാഅത്ത് കിട്ടുമെന്ന് നോക്കണം. കാരണം റസൂലുള്ളാഹി തിരക്ക് കൂട്ടുന്നോടത്ത് ഹറാമിയത്ത് വരില്ലേ, ഇടിച്ചു കയറുന്നോടത്ത് ആണും പെണ്ണും കൂടിക്കലരലിന്റെ ഹറാമിയത്ത് വരുന്നുണ്ട്. അത് വരാതെ സൂക്ഷിക്കണമെന്ന് ഏത് ഇൽമിലും പറഞ്ഞിട്ടുണ്ട്. ഇഖ്തിലാത്തുൻ നിസാഇ ബിർരിജാൽ തന്നെയാണ് പെണ്ണ് പള്ളി പോകുന്നതിന്റെ വിധി പറയുന്നോടത്ത് കർമ്മശാസ്ത്രം അത് പാടില്ലെന്ന് പറയാൻ പറഞ്ഞ ഞാൻ ആ രീതിയിൽ മസലകൾ അങ്ങനെയാ. മരിച്ചോടത്തൊരു തിരക്കുണ്ട്. മരിച്ചോടത്ത് ഖബറിലേക്ക് വെച്ചാലും പിന്നെയും ഒരു കാണിക്കണ പരിപാടി ഉണ്ട്. മയ്യത്ത് കാണൽ സുന്നത്തില്ല, കാണാം, പക്ഷേ വെറും ജായിസ്. കാണാം, ഞാനൊരു ചായ കുടിക്കാണ്, കുടിക്ക എന്നത് യാതൊരുവിധ നിർബന്ധമുള്ള കാര്യമല്ല. വേണമെങ്കിൽ കുടിക്കാം, വെറും ജായിസായ ഒരു കാര്യത്തിന്റെ പേരിൽ ഹറാം സംഭവിച്ചാൽ ആ ജായിസും ഹറാമാണ്. മയ്യിത്തിനെ സംബന്ധിച്ച്, മയ്യിത്ത് കാണുന്നതിനെ സംബന്ധിച്ച് തുഹ്ഫയിൽ പറയുന്നത്, ഖൽയൂബിയിൽ പറയുന്നത്, ഒരു മനുഷ്യൻ മയ്യിത്തിനെ കാണൽ ആവശ്യമുണ്ടെങ്കിൽ ആവാം എന്നാണ്. അതായത് കുളിപ്പിക്കുന്ന നേരത്ത് കുടുംബക്കാരന് പോലും കാണുന്നതിൽ ലിമിറ്റ് വെച്ചിട്ടുണ്ട്. വെള്ളം ചേരുന്നോ എന്ന് നോക്കലാണ് ഒരു ആവശ്യമായി ഫുഖഹാ പറഞ്ഞിട്ടുള്ളത്. വെള്ളം ചേരൽ മയ്യിത്ത് കുളിയുടെ നിർബന്ധമായ ഒരു കാര്യമാണ്.
അതിനുവേണ്ടി മയ്യത്തിലേക്ക് രൂക്ഷമായി നോക്കാം. മയ്യത്തിന്റെ ഔറത്ത് എന്ന് പറയുന്ന ഭാഗത്തേക്ക് നോക്കൽ ഹറാമാണ്. അന്യ പെണ്ണിന് അന്യ ആണ് ഔറത്ത് തന്നെയാണ്. അല്ലെങ്കിൽ ആ രീതിയിൽ നമുക്ക് വിലക്കപ്പെട്ട രീതിയിൽ അന്യ പെണ്ണ് അന്യ ആണിന് ഔറത്താണ്. ഒരു മയ്യത്തിലേക്ക് കാരണമില്ലാതെ നോക്കൽ കറാഹത്താണ്. എന്നാൽ വലാ യൻദുറുൽ ഗാസിലു മിൻ ബദനിഹി ഇല്ലാ ഖദറൽ ഹാജ അൻ യുക്റഹു നദറുൽ സായിദി അലാ ദാലിക വയഹ്റുമു നദറുൽ ഔറാ ഖൽയുബി. അന്യ ആണ് അന്യ പെണ്ണ് എന്ന പരസ്പരം ഔറത്താകുന്ന ഇടം മയ്യത്ത് കാണുന്നോടത്ത് സൂക്ഷിച്ചേ പറ്റൂ. തൊട്ടാൽ ഉളൂ മുറിയുന്നവർ പോലും വലിയൊരു ബന്ധം സ്ഥാപിച്ചുകൊണ്ട് മയ്യത്ത് കാണുന്നിടത്തേക്ക് ഇടിച്ചു കയറുന്ന ഒരു അവസ്ഥ ഉണ്ട് എങ്കിൽ എന്റെ പ്രിയമുള്ളവരെ കുറെ സൂക്ഷിക്കേണ്ടിയിരിക്കും. നാം അറിയാതെ ഹറാമുകൾ കടന്നു വരുന്ന രംഗങ്ങൾ പെണ്ണുങ്ങൾ അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് മയ്യത്തിനെ കേടുവരുന്ന രീതിയിൽ, മയ്യത്തിനെ സാരമായ ആഖിറത്തിലേക്ക് ബാധിക്കുന്ന രീതിയിൽ പെണ്ണുങ്ങളും മരിച്ച വീട്ടിൽ പല നിലക്കുള്ള കോലാഹലങ്ങൾ കാണിക്കാറുണ്ട്. പുണ്യനബി പഠിപ്പിച്ചല്ലോ, സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം, മൻ നീഹ അലൈഹി യുഅദ്ദബു ബിമാ നീഹ അലൈഹി. ഒരു മയ്യത്തിന്റെ മേൽ അട്ടഹസിച്ച് കരയുന്നോടത്ത് ആ മയ്യത്തിനെ അത് ദോഷകരമായി ബാധിക്കുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ആളുകൾ മനസ്സിലാക്കിയത്, മരിച്ചിട്ട് 4 ആള് കരഞ്ഞില്ലെങ്കിൽ, ഒരു മരിച്ച വീട്ടിൽ ആങ്ങളെ വന്നപ്പോ പെങ്ങള് മരുമോളാ വീട്ടിൽ നല്ലോണം അണിഞ്ഞൊരുങ്ങി കന്താടി ഒരു മരിച്ച വീട്ടിൽ എങ്ങനെയാണോ അതിനെന്താ ഞാൻ ഇത്ര നേരം കരയാറുന്നല്ലോ എന്ന് പറഞ്ഞത്. പെണ്ണുങ്ങൾ മനസ്സിലാക്കും, ഇദ്ദേഹം പറഞ്ഞു വെക്കും, ഞാൻ മരിച്ച എനിക്ക് വേണ്ടി കരയാനും കൂടി ആരുമില്ലല്ലോ എന്ന് പറയും. അപ്പൊ ഓർക്കും ഇങ്ങനെ മരിച്ച ആദ്യത്തെ പരിപാടി കരയില്ല, അന്ന് അത് കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി കാര്യം. മരിച്ചോടത് കരയാം എന്നതിന് പോലും നാവ് കൊണ്ടുള്ള കരയലല്ല, ഖൽബ് കൊണ്ടുള്ള കണ്ണുകൊണ്ടുള്ള കരയല. നാവ് കൊണ്ട് അലറി വിളിച്ച് കരയരുത്. നാവ് കൊണ്ട് നമ്മൾ എന്തിനാ കരയണത്? നമുക്ക് കിട്ടിയതൊക്കെ നിന്നുപോയി എന്നോർത്താ കരയുന്നത്. അല്ലാതെ ആ പോയ മനുഷ്യൻ ഇനിയുള്ള ലോകം ഭീകരമാകുമോ എന്ന് പേടിച്ചല്ല നമ്മൾ കരയണത്. നമുക്ക് കിട്ടിയത്, ഇന്നാളൊരാൾ പറഞ്ഞു 2 അടങ്ങായ അരിയുടെ ചോറ് ഒറ്റരിപ്പിൽ നിന്ന മനുഷ്യനാണല്ലോ കിടക്കണു അങ്ങനെ പറഞ്ഞാ കരയണത്. ആളുടെ വസ്തുക്കൾ പറഞ്ഞങ്ങനെ കരയണം. ആളിൽ നിന്നും കിട്ടിയത് ഇനി എനിക്കാരാ അല്ലാതെ ആ പോണ ആള് കബറില് മുൻകറിനെ നക്കീറിനെ കാണാൻ പോകുന്നത് ഓർത്തല്ല നമ്മൾ കരഞ്ഞു. അല്ല, നമ്മുടെ സ്വാർത്ഥമായ താല്പര്യത്തിൽ ആ സാധുവിനെ ഇടങ്ങേറാക്കല്ലേ. മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു വെച്ചേക്കണം, എന്റെ പേരിൽ പൊട്ടിക്കരയരുത്. കരയാം, വിതുമ്പിക്കരയാം. സിദ്ദീഖ് തങ്ങൾ കരഞ്ഞ പോലെ, ഹബീബിന്റെ വഫാത്ത് അറിഞ്ഞപ്പോൾ കരഞ്ഞ പോലെ. കണ്ണ് കരയണം, ഖൽബ് കരയണം, നാവ് കരയരുത്. ജാഹിലിയ കാലഘട്ടത്തിന്റെ തുടർച്ചയായി എന്റെ സമൂഹം ഒഴിവാക്കാത്ത 4 കാര്യങ്ങൾ. സ്വഹീഹ് മുസ്ലിം. ജാഹിലിയ കാലഘട്ടത്തിലെ 4 കാര്യം എന്റെ സമൂഹം ഒഴിവാക്കൂല. ഒന്നാമത്തേത് അൽ ഫഖ്റു ഫിൽ ഹിസാബ്, കുടുംബ മഹിമ പറഞ്ഞുകൊണ്ട് പൊങ്ങച്ചം നടിക്കാ. രണ്ടാമത്തേത് വാപ്പാക്ക് വിളി, ഉമ്മാക്ക് വിളി എന്റെ സമൂഹം ഒഴിവാക്കൂല. അങ്ങോട്ട് പറ ഉസ്താദേ, അയാൾ എപ്പോഴും എന്നെ വാപ്പയ്ക്ക് വിളിക്കും. അത് വേണ്ട, അത് നല്ല സംസ്കാരമല്ല. ഭാര്യയോട് സ്നേഹമുണ്ട്, പക്ഷെ വാപ്പാക്ക് വിളിയിൽ ഒരു കുറവില്ല. വാപ്പാക്ക് വിളി എന്റെ സമൂഹം, വാപ്പാക്ക് വിളി എന്റെ സമൂഹം ഒഴിവാക്കൂല. മൂന്നാമത്തേത് ജോത്സ്യനെ സമീപിക്കാം. ശകുനത്തെ കുറിച്ചുള്ള ആലോചന പൂച്ച വട്ടം ചാടിയാൽ ഇന്നത്തെ ദിവസം പോക്കാം. 1-ാം തീയതി വന്നാൽ അയാള് വീട്ടിൽ കയറിയ പിന്നെ പറ്റൂല. ആ രീതിയിൽ നമുക്ക് ശകുനത്തെ കുറിച്ചുള്ള ശകുനം നോക്കുന്ന സ്വഭാവം അത് പാടില്ല, ജാഹിലിയത്താണ്. 4-ാമത്തേത് വന്നിയാഹ, മരിച്ചോടത്ത് അലറിക്കരയുന്ന പെണ്ണെ, അത് ജാഹിലിയത്താണെന്ന് ഖാല റസൂലുള്ളാഹി. അവസാനം പറഞ്ഞ വിഭാഗത്തെ കുറിച്ച് പറയാണ്, അന്നാഇഹതു ഇദാ ലം തതുബ് ഖബല മൗതിഹാ, മരിച്ചോടത്ത് അലറിക്കരഞ്ഞവള്, അവള് മരിക്കുന്നതിന് മുമ്പ്, അന്ന് മൂത്താപ്പ മരിച്ചപ്പോ, വാപ്പ മരിച്ചപ്പോ, ആങ്ങള മരിച്ചപ്പോൾ അലറിക്കരഞ്ഞത് ഓർത്ത് വെച്ചുകൊണ്ട് അതിന് പ്രത്യേകം തൗബ ചെയ്തില്ലെങ്കിൽ, തുഖാമു യൗമൽ ഖിയാമത്തി വഅലൈഹാ സിർബാലുൻ മിൻ ഖത്റാൻ, നരകത്തിന്റെ ടാറുരുകി ഒലിക്കുന്ന ഒരു കുപ്പായം അവളുടെ ശരീരത്തിലൂടെ അല്ലാഹു ചാർത്തുവെന്ന് നബിയുനാ റസൂലുള്ളാഹി.
അതുകൊണ്ട് മരിച്ചോടത്ത് വാ വിട്ട് കരയല്ലേ. മരിച്ചോടത്ത് നമ്മൾ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് കണ്ണിങ്ങനെ ഒലിച്ചിറങ്ങിക്കോ, വിതുമ്പിക്കോ അത് പറ്റേ പക്ഷേ നാവ് കൊണ്ട് അലമുറയിട്ട് കരയാൻ പാടില്ല. ആരാ? ജഅഫർ ഇബ്നു അബീ ത്വാലിബ് എന്ന മഹാൻ, അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തിൽ 2 വട്ടം ഹിജ്റ പോയ മഹാനാ. ആഫ്രിക്കയിലെ അബിസീനിയയിലേക്ക് ആദ്യം ഹിജ്റ പോയി, പിന്നീട് മദീനയിലേക്ക് വന്ന മഹാനായ ജഅഫർ അലി ഇബ്നു അബീ ത്വാലിബിന്റെ പ്രിയപ്പെട്ട സഹോദരനാ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞല്ലോ, എന്റെ ശരീരത്തിന്റെ അംശമായ എന്റെ ജഅഫർ എന്നെ എങ്ങനെ കാണുന്നുവോ, എന്റെ ആകാര ഭംഗി എങ്ങനെയോ അതുപോലെ തന്നെയാ എന്റെ ജഅഫർ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങനത്തെ മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് എന്ന മഹാനവറുകൾ മരിക്കുന്നത് മുഅ്തത്തിന്റെ രണഭൂമിയിൽ വെച്ചാ. 90 വെട്ടേറ്റാ മരിക്കുന്നത്. ജഅഫർ റളിയല്ലാഹു അൻഹുവിന് 90 വെട്ടേറ്റ് 41ാമത്തെ വയസ്സിൽ മഹാൻ ഷഹീദാകുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ അസ്മാ റളിയല്ലാഹു അൻഹാ, ആത്മീയമായ തർബിയത്ത് ഒരുപാട് കിട്ടിയ പെൺകുട്ടിയാണ്. ഒരു 27-28 വയസ്സൊക്കെ പ്രായമുണ്ടാകാം. പ്രിയപ്പെട്ട ഭർത്താവ് 41 വയസ്സുകാരൻ മരണപ്പെടുകയാ. 90 വെട്ടേറ്റ് മരിക്കുന്ന ജഅഫറിന്റെ ശരീരത്തിലേക്ക് 88ാമത്തെ വെട്ടേൽക്കുന്നത് മഹാനവറുകളുടെ ഇടത്തെ കയ്യിലാ. ഇടത്തെ കയ്യിലാ മഹാനവറുകളുടെ വെട്ടേൽക്കുന്നത്. ഇടത്തെ കയ്യറ്റ് പോയി. മഹാനവറുകൾ പതാക താഴെ വീഴാതെ വലത്തെ കൈ കൊണ്ടെടുക്കുന്നു. മഹാനവറുകൾ വലത്തെ കയ്യിലേക്ക് 89ാമത്തെ വെട്ട് വരുന്നു. ഷോളറിന്റെ ഭാഗം മുതൽക്ക് 2 ഭാഗങ്ങൾ അങ്ങറ്റ് പോകുന്നു. അല്ലാഹുവിന്റെ ഹബീബ് തന്ന പതാക താഴെ വീഴാതെ ജഅഫർ കമിഴ്ന്ന് കിടന്നുകൊണ്ട് കടിച്ചു പിടിക്കുമ്പോൾ അതാ 90ാമത്തെ വെട്ട് വരികയാ. 90ാമത്തെ വെട്ട് വന്നപ്പോൾ മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ലഫാസാബത്തുഹു ദർബത്തുൻ ഖാലിഫത്തുൻ ശതറത്തുഹു ശതറത്തൈൻ. ജഅഫർ ഇബ്നു അബീ ത്വാലിബ് 2 പിളർപ്പായേ. ആ ശരീരത്തെ കൂട്ടിച്ചേർത്തുകൊണ്ട് മനുഷ്യക്കോലമുണ്ടാക്കി തുണിയിൽ പൊതിഞ്ഞിട്ട് വീട്ടിലേക്ക് മയ്യത്ത് കൊണ്ടുവരുമ്പോൾ ചോരയിട്ട് വീഴുന്ന ശരീരം, മുറ്റത്ത് പിച്ച വെക്കുന്ന കുഞ്ഞുമക്കൾ ഓടിക്കളിക്കുമ്പോ പ്രിയപ്പെട്ടവള് ഭർത്താവ് വരുന്നത് നോക്കി രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി കാത്തിരിക്കുമ്പോ മയ്യത്ത് വീട്ടിലേക്ക് വന്നാൽ പെണ്ണ് കരയൂലേ? ആ പെണ്ണ് കരഞ്ഞു മുഅ്മിനെ. ആ പെണ്ണ് കരഞ്ഞപ്പോൾ വാവിട്ട് കരഞ്ഞു പോയി. 41 വയസ്സുകാരന്റെ മയ്യത്ത് വീട്ടിൽ വന്ന നേരം ഇങ്ങനെ ഒരു പ്രതീക്ഷയോടുകൂടെ പ്രിയപ്പെട്ടവളെ കാത്തിരിക്കുന്നോടത്തേക്ക് മയ്യത്ത് കൊണ്ടുവന്നതിന്റെ ഭീകരമായ രൂപം കൊണ്ട് വാവിട്ട് കരഞ്ഞോടത്തേക്ക് അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിലേക്ക് സ്വഹാബി വന്നുകൊണ്ട് പറയാ, നബിയേ, ജഅഫറിന്റെ പെണ്ണുങ്ങൾ കരയാണ് നബിയേ. ആരാ? ജഅഫർ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞല്ലോ, ലഖദ് റഅയ്തു ജഅഫറൻ ഫിൽ ജന്നത്തി ലഹു ജിനാഹാനി മുദർറജാനി ബിദ്ദിമാ. രക്തത്തിന്റെ കളറുള്ള 2 ചിറക് കൊണ്ട് എന്റെ ജഅഫർ സ്വർഗ്ഗത്തിൽ പാറി നടക്കുന്നത് ഞാൻ കണ്ടു. നബി മുഹമ്മദ് മുസ്തഫ ജഅഫറിന്റെ വഫാത്ത് പറയാൻ വേണ്ടി സ്വഹാബി അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിലേക്ക് വരുമ്പോ വാതിലിന്റെ വിടവിലേക്ക് കിതച്ചോടി വരുന്ന സ്വഹാബി എന്ത് പറയാനെന്നറിയാൻ വേണ്ടി വാതിലിന്റെ വിടവിലേക്ക് ഞാൻ എന്റെ മുഖം ചേർത്ത് വെച്ച് ഞാൻ നോക്കിയപ്പോ ആ സമയത്ത് ഞാൻ കണ്ടത് ഒരു സ്വഹാബി വന്നുകൊണ്ട് പറയുമ്പോൾ ജലസ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ ഹബീബ് ആ വാർത്ത കേട്ടുകൊണ്ട് ഇരുന്നു പോയി. ഒരു മരണവാർത്ത കേട്ട് റസൂലുള്ളാഹി ഇരുന്നു പോയി. അങ്ങനത്തെ മരണം കേട്ടോടുത്ത് പെണ്ണ് കരയാണെന്ന് പറയാൻ സ്വഹാബി ഓടി വന്നു. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ആ പെണ്ണിനോട് കരയല്ലേ എന്ന് പറ, കരയല്ലേ എന്ന് പറ. രണ്ടാം വട്ടം സ്വഹാബി വന്നു, നബിയെ പറഞ്ഞിട്ട് കേൾക്കണില്ല, വീണ്ടും കരയാ. രണ്ടാം വട്ടവും പറഞ്ഞു, അവരോട് കരയല്ലേ എന്ന് പറ. അവരനുസരിക്കുന്നില്ല നബിയെ. മൂന്നാം വട്ടം വന്നു. മൂന്നാം വട്ടം വന്നിട്ട് പറഞ്ഞു, വല്ലാഹി ലഖദ് ഗലബനാ യാ റസൂലല്ലാഹ്, ഞങ്ങൾ ആരും പറഞ്ഞിട്ട് ആ പെണ്ണുങ്ങൾ കേൾക്കുന്നില്ല. ജഅഫറിന്റെ വീട്ടിലെ സഹോദരിമാര് കരച്ചിലടക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, കരയുന്ന പെണ്ണിന്റെ വായിലേക്ക് മണ്ണ് വാരി നിറച്ച് കരച്ചിൽ നിർത്തി സ്വഹാബ ഖാല റസൂലുള്ളാഹി മയ്യത്തിന് കേടാ വാവിട്ട് കരയരുത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ജീവിതത്തിൽ നാം കാണുന്ന യാഥാർത്ഥ്യങ്ങളിലേക്ക് ആത്മീയമായ ഒരു ചിന്തയോടുകൂടി സഞ്ചരിച്ചാൽ അത് അമലാക്കാൻ കഴിയും.
കുടുംബ ബന്ധങ്ങൾക്ക് സ്ഥാനം കൊടുത്തു, മഹല്ലിന് സ്ഥാനം കൊടുത്ത്, വ്യക്തിബന്ധങ്ങൾക്ക് സ്ഥാനം കൊടുത്ത്, ശാശ്വതമായ വഴക്ക് പിണക്കങ്ങൾ ഒരിടത്തും പാടില്ല എന്ന ബോധത്തോടുകൂടി അത് ഇനി അടുത്തുള്ള അജ്നും പൊരുത്തപ്പെടിക്കാം. അങ്ങനെ ചിന്തയെ പാടില്ല. എല്ലാ കറകളും കഴുകിക്കളഞ്ഞ് ഞാൻ തയ്യാറായി നിൽക്കുന്നു എന്ന ബോധം, മരണത്തെ പ്രതീക്ഷിക്കുന്ന ബോധം ഓരോ നിമിഷവും നമ്മുടെ ഉള്ളിലുണ്ട് എങ്കിൽ, എന്റെ പ്രിയമുള്ളവരെ, ഒരു മനുഷ്യന് ഹറാമ് ചെയ്യാൻ ഇന്ന് സിനിമ കാണാൻ പോവേണ്ടതില്ല. TV കാണൽ ഹറാം എന്നുള്ള വയതൊക്കെ തീർന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ്രോയിഡിന്റെ നീല വെളിച്ചത്തിൽ നമ്മളുടെ കാമക്കേളികൾ മുഴുവൻ കാണിക്കാൻ കിട്ടുന്ന അവസരമായി ഓരോ മനുഷ്യനും ഏകാന്തത ആഗ്രഹിക്കുന്ന ഒരു കാല. ഞാൻ അവസാനിപ്പിക്കാം. ഇബ്നു മാജ അവിടുത്തെ സുനനിൽ പറഞ്ഞ ഒരു ഹദീസ് കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒരു മനുഷ്യൻ അവന്റെ സ്വകാര്യത ഇഷ്ടപ്പെടുന്ന ഒരു കാലായത്. പണ്ടാണ് പേരക്കുട്ടികൾ വിരുന്നിന് വന്ന ഓടിക്കളിക്കൽ, മാവേക്കറിൽ, ഊഞ്ഞാലകെട്ടിൽ, കൊളുത്തിച്ചാടലൊക്കെ ഉണ്ടായത്. ഇന്ന് പേരക്കുട്ടി വിരുന്നിന് വന്ന ഓടിച്ചു വിടില്ല. കാരണം ആ മൂലക്ക് ഈ മൂലക്കൊക്കെ പോയിരുന്ന ഇങ്ങനെ തോണ്ടല. അങ്ങനെയാണ് ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പരിമിതപ്പെട്ടു. രാത്രി 1:30 മണിയായപ്പോ സ്പെഷ്യൽ ടൂൺ മൊബൈലിൽ റിംഗ് ചെയ്തു. ഭാര്യയുടെ മെസ്സേജ് വരുമ്പോഴാ സാധാരണ ആ റിംഗ് ടൂൺ വരാം. ഭർത്താവ് നോക്കി, ഇതെന്തോന്നാ ഇപ്പൊ രാത്രി 1 മണിക്ക് ഇവിടെ മെസ്സേജ് ചെയ്തിരിക്കുന്നത്. നോക്കിപ്പോ എന്താ, വാട്സാപ്പിൽ ഭാര്യ എഴുതിയിരിക്കുക, ഇത്തിരി അങ്ങോട്ട് നീങ്ങിക്കിടക്കും മനുഷ്യ, ചൂടെടുത്തിട്ട് പാടില്ല. ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത്രത്തോളം മനുഷ്യർ ഏകാന്തതയെ ഒന്ന് ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നവരുണ്ട്. तन्हाई के सब दिन तन्हाई के सब रात अब होने लगे उनसे खलवत में मुलाकातें. ഏകാന്തമായ എന്റെ പകലുകൾ, ഏകാന്തമായ എന്റെ രാവുകൾ, ആ ഏകാന്തതയിൽ ഞാൻ ഒറ്റയ്ക്കിരിക്കുമ്പോൾ എന്റെ മുന്നിൽ അവിടുത്തെ വരാറുണ്ട്. ആരാണ് അവിടുത്തെ? നബിയുനാ റസൂലുള്ളാഹി. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അധിപനായ ജോർജ് അഞ്ചാമന്റെ മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് ലണ്ടനിലെ ബക്കിംഗ്ഹാം കൊട്ടാരത്തിന്റെ മോന്തായം പിടിച്ചു കുലുക്കിയിട്ട്, മിസ്റ്റർ ജോർജ്, I want to get the freedom of my country in my heart, otherwise let me have a 6 feet soil piece in any of Finland. എടോ ജോർജ്, ഞാൻ പിറന്നു വീണ എന്റെ നാടിന്റെ സ്വാതന്ത്ര്യം ഈ കൈയുടെ വെള്ളയിൽ വെച്ചതാ. ഇല്ലാത്ത പക്ഷം എനിക്ക് കബറിനായി 6 അടി മണ്ണ് സ്വാതന്ത്ര്യമുള്ള ഇടത്തേക്ക് താ. മഹാനായ മൗലാന മുഹമ്മദ് അലി ജൗഹർ അവിടെ നിന്നുകൊണ്ട് പ്രഭാഷണം നടത്തി. ജോർജ് അഞ്ചാമനെ പിടിച്ചു കുലുക്കിയിട്ടുള്ള പ്രഭാഷണം കഴിഞ്ഞിട്ട് ബൈത്തുൽ മുഖദ്ദസിലേക്കാ പോയത്. മഹാനവറുകളുടെ ഖബർ എവിടെയാണ്? ആ മൗലാന മുഹമ്മദ് അലി ജൗഹർ ആഗ്രഹിച്ചത് എന്താണെന്നറിയുമോ? ഒറ്റക്കിരിക്കുമ്പോൾ അവിടുത്തെ വരാറുണ്ട്. ഏകാന്തതയിൽ അല്ലാഹുവിന്റെ ഹബീബ് മുന്നിൽ വരും. മുസ്ലിമേ, 3 ഘട്ടത്തിൽ റസൂലുള്ളാഹി നമ്മുടെ മുന്നിൽ വരാറുണ്ട്. ഒന്നാമത്തെ ഘട്ടം എപ്പോഴാണെന്നറിയോ? ഒരു മുറബ്ബിയായ ശൈഖിന്റെ കൈ പിടിച്ചുകൊണ്ട് മുരീദായി ആ മുറബ്ബിയായ ശൈഖിന്റെ ത്വരീഖത്തിലൂടെ ദിക്റുകൾ സ്വീകരിച്ച് അംഫാസിയായ ദിക്ർ സ്വീകരിച്ചുകൊണ്ട്, അംഫാസിയായ ദിക്ർ എന്ന് പറഞ്ഞാൽ റാത്തീബ് കഴിക്കുമ്പോൾ നമ്മൾ ചൊല്ലാറില്ലേ, ഹാഹി ഹൂ ഹയ്യൻ ഹൂ 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 യാ മൻ ഹൂ പോലെയുള്ള അംഫാസിയായ ദിക്റുകള് മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരുടെ പ്രിയപ്പെട്ട ഉമ്മ ബിയുമ്മ റളിയല്ലാഹു അൻഹാ കിടന്നുറങ്ങുമ്പോൾ ശ്വാസം വലിക്കുന്ന ശബ്ദമുണ്ടല്ലോ, യാ ഹയ്യോ യാ ഖയ്യൂം. ചന്ദ്രികാ പത്രത്തിന്റെ എഡിറ്റോറിയൽ വായിച്ചിട്ടാ ഞാൻ പറയുന്നത്. യാ ഹയ്യോ യാ ഖയ്യൂം എന്ന ദിക്ർ കേൾക്കാമായിരുന്നു. അംഫാസിയും അൽഫാദിയുമായ ദിക്റിന്റെ ധ്വനികൾ വായിലൂടെ, ശ്വസനത്തിലൂടെ, നിശ്വാസത്തിലൂടെ പുറത്തേക്ക് നിർഗളിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തുമ്പോൾ ആ മുറാഖബയുടെ ഹാലെന്ന് പറയുന്ന ഏകാന്തതയുടെ ഹാലുണ്ട്. ആ ഏകാന്തതയുടെ ഹാല് അള്ളാഹുവിന്റെ ഹബീബിനുണ്ടായിട്ടുണ്ട്. ജബലുൻ നൂറിന്റെ മുകളിൽ അള്ളാഹുവിന്റെ ഹബീബ് ഗുഹയുടെ ഇരുട്ടിന്റെ ഗോഹരങ്ങളിൽ ഇരുന്നുകൊണ്ട് ഒരു വിരൽ തുമ്പ് പോലെ കഅബ ശരീഫ് കാണാവുന്ന അകലങ്ങളിലേക്ക്, സമുച്ചയത്തിലേക്ക് അവിടുന്ന് ആ ചുട്ടുപൊള്ളുന്ന വെയിലിൽ പോലും അള്ളാഹുവിന്റെ ഹബീബ് ഏകാന്തത തേടിപ്പോയ മുറാഖബ എന്ന അവസ്ഥയുണ്ടല്ലോ. ലോകത്തുള്ള ഔലിയാക്കൾക്ക് കിട്ടിയിരുന്ന അവസ്ഥയുണ്ടല്ലോ. മഹാന്മാരായ ഔലിയാക്കളുടെ ദിക്ർ സ്വീകരിക്കുന്ന, മുറാഖബയിരിക്കുന്ന മുരീദിന് കിട്ടുന്ന അവസ്ഥയുണ്ടല്ലോ. ആ അവസ്ഥയിലേക്ക് ഞാനും നിങ്ങളും എത്തുമോ ഇല്ലയോ എന്നത് പ്രതീക്ഷയില്ല. ആ അവസ്ഥയിലിരിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, തലക്കോട് റസൂലുള്ളാഹി വരും മുഅ്മിനേ, നേര്യമംഗലത്ത് റസൂലുള്ളാഹി വരും മുഅ്മിനേ, കോതമംഗലത്ത് റസൂലുള്ളാഹി വരും മുഅ്മിനേ, ഓടക്കാലിയിൽ റസൂലുള്ളാഹി വരും മുഅ്മിനേ. അല്ലാഹുവിന്റെ ഹബീബ് മുന്നിലേക്ക് വരുമെന്നാ പറഞ്ഞത്. എന്റെ ഏകാന്തത
ഏകാന്തതയിൽ ഞാൻ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഞാൻ അവിടുത്തെ കാണാറുണ്ട്, ഞാൻ അവിടുത്തെ കാണാറുണ്ട്. ബ്രിട്ടീഷ് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് 1921 ഒക്ടോബർ മാസം 26-ാം തീയതി കറാച്ചിയിലെ ബ്രിട്ടീഷ് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് കയറുമ്പോൾ ഇതേ മൗലാന മുഹമ്മദ് അലി ജൗഹർ അന്ന് പറഞ്ഞിരുന്നു, ഈ കോടതി അള്ളാന്റെ ഹബീബിന്റെ കോടതിയായിരുന്നെങ്കിലേ. അങ്ങനെ അള്ളാന്റെ ഹബീബിനെ ഓർത്തുകൊണ്ട് മാഇസ് ഇബ്നു മാലിക്കിന് നിർദാക്ഷിണ്യം ശിക്ഷ വിധിക്കല്ല ചെയ്തത്, ദാക്ഷിണ്യത്തിന്റെ 6-7 പഴുതുകൾ കാണിച്ചു കൊടുത്ത് ഒരു വലിയ ന്യായത്തെ പഠിപ്പിക്കാൻ മാഇസിന്റെ കുറ്റബോധത്തെ അള്ളാന്റെ ഹബീബ് ആധാരമാക്കിയിട്ട് മഹാനവറുകൾക്ക് രക്ഷപ്പെടാനുള്ള പഴുത് കാണിച്ച കോടതി. പൊന്നുമോള് ഫാത്തിമ കെട്ടാലും കൈത്തണ്ട് വെട്ടിമാറ്റുമെന്ന് പറഞ്ഞ കോടതിയുണ്ടല്ലോ, ബ്രിട്ടീഷുകാരന്റെ കോടതി ആ കോടതിയായിരുന്നുവെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞ ആ ഏകാന്തതയിലെ ആ ഒരു ചിന്തയുണ്ടല്ലോ, അള്ളാന്റെ ഹബീബ് വരുന്ന ഒരവസ്ഥയുണ്ടല്ലോ. അപ്പൊ റസൂലുള്ളാഹിനെ നമുക്ക് മുന്നിൽ കാണാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത് നമുക്ക് കാണാൻ കഴിയുന്നത് എപ്പോഴാണെന്നറിയുമോ? സ്വപ്നത്തിൽ കാണാൻ പറ്റും. അത് ഓരോരുത്തരുടെ അടുപ്പമനുസരിച്ച് കൊണ്ട് സ്വപ്നം യഖ്ളത്തായി മാറുകയാ. മഹാന്മാരായ പലരുടെയും ജീവിതത്തിൽ മഹാനായ ഇമാം നുബാത്തി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വഫാത്തിന്റെ 17 ദിവസം മുമ്പ് അള്ളാന്റെ ഹബീബിനെ കാണുമ്പോ അവിടുത്തെ ഉമിനീര് ഇറ്റിച്ചു കൊടുത്ത ചരിത്രം പറയുന്നുണ്ടല്ലോ. ആ ഉമിനീരിന്റെ വാസന ആ ബെഡ്റൂം മുഴുവനും നിറഞ്ഞിരുന്നു. അവസാനം ഞാൻ കഴിച്ചത് റസൂലുള്ളാഹി അള്ളാന്റെ ഹബീബിന്റെ ഉമിനീരാണെന്ന് പറഞ്ഞിരുന്നു ആ മഹാൻ. അത്രത്തോളം സ്വപ്നത്തിൽ കാണാൻ പലർക്കും പല രീതിയിൽ കഴിയുന്നു. അവരുടെ ആത്മീയതയുടെ അളവനുസരിച്ച് കൊണ്ട് കാണാൻ കഴിയുന്നു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇക്കഴിഞ്ഞ വർഷം, ഈ വർഷമല്ല, ഇക്കഴിഞ്ഞ വർഷം റജബില് ബഹുമാന്യനായ എന്റെ പ്രിയ സുഹൃത്ത് നൗഷാദ് ബാഖയുടെ വരവൂരത്ത് ദുആ കഴിഞ്ഞ് അവിടെ വെച്ചുകൊണ്ട് ഞാനുണ്ടാ സദസ്സിൽ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി ഏൽപ്പിക്കുമ്പോൾ കൈപൊക്കിയവരുണ്ടാകും, അവിടെ ഏറ്റെടുത്തവരുണ്ടാകും. അന്ന് സ്വലാത്ത് ചൊല്ലാൻ ഒരു സഹോദരി ഏറ്റെടുത്തു പോയി. 7 ലക്ഷം സ്വലാത്ത് ചൊല്ലിയിട്ടായി റജബ് 23-ന് വരവൂർ ഉറൂസിന് വേണ്ടി ആ സഹോദരി വരുന്നത്. ആ സഹോദരി പേര് വെളിപ്പെടുത്താതെ ആ സ്റ്റേജിലേക്ക് എഴുതി കൊടുത്തു, 7 ലക്ഷം സ്വലാത്ത് എനിക്ക് ചൊല്ലാൻ കഴിഞ്ഞപ്പോ 3 വട്ടം ഞാൻ അല്ലാഹുവിന്റെ ഹബീബിനെ സ്വപ്നം കണ്ടേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിന്റെ ഹബീബിനെ കാണാൻ മൂന്നാമതൊരവസരം എപ്പോഴാണെന്നറിയുമോ? സ്വലാത്തിന്റെ ചൈതന്യം കൊണ്ട് ഹൃദയത്തിൽ കുമിഞ്ഞുകൂടിയിരിക്കുന്ന പാപഭംഗിലമായ കറകളുടെ കൂമ്പാരത്തെ പറിച്ചെറിയാൻ നമുക്ക് കഴിയണം. മൂന്നാമത് നമുക്ക് മരണനേരമുണ്ട് മുസ്ലിമേ. ആ മരണനേരത്ത് നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം പറയുമ്പോ എവിടെയും മുഹമ്മദ് റസൂലുള്ളാഹി ചേർത്ത് പറഞ്ഞിട്ടുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ ഒരു രംഗത്തിൽ തനിച്ചു പറയുകയാ. എന്തുകൊണ്ടെന്നറിയുമോ? മുഹമ്മദ് റസൂലുള്ളാഹി മുന്നിലുണ്ട്. അസ്റായിലിന്റെ ഭീകരമായ മുഖത്തേക്ക് നോക്കാതെ മുത്തായ നബിയുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചു മരിക്കാൻ, അവിടുന്ന് ചിരിച്ചു കാണിക്കുമ്പോൾ ആ ചിരിയിലേക്ക് നോക്കി മരിക്കാൻ. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ഏകാന്തതയിൽ റസൂലുള്ളാഹി കടന്നു വരും വിധം സ്വലാത്തിലേക്ക് കൂടണേ. അവസാന കാലഘട്ടത്തിൽ ഒരു സമൂഹം വരാനുണ്ട്. ആഖിറത്തിലേക്ക് അവർ മലക്കൂമ്പാരം പോലെ വലിയ അമലിന്റെ കൂമ്പാരമായി വരുമേ. ഒറ്റ നിമിഷം കൊണ്ട് ധൂളിയായി പറന്നു പോകുമേ. ആരാണ് നബിയെ അവർ? ആരാണ് നബിയെ അവർ? അവർ നിങ്ങളിൽപ്പെട്ടവരാ, നിങ്ങളുടെ സഹോദരങ്ങളാ. എന്താ നബിയെ? മഹാനായ സൗബാൻ എന്ന സ്വഹാബി എഴുന്നേറ്റുകൊണ്ട് കുതറി കുതറി ചോദിച്ചു കൊണ്ടിരിക്കുക, നബിയെ അവർ ചെയ്യുന്ന ആ മോശമായ പ്രവർത്തനം എന്താ? അവരുടെ അമല് ഉപകാരപ്പെടാതെ പോവാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറയാ, ഏകാന്തതയിൽ അവർ ഹറാമിലേക്ക് ലയിക്കാണ് സ്വഹാബ. ആൻഡ്രോയിഡിന്റെ ആപ്പിളിന്റെ നീല വെളിച്ചത്തിലേക്ക് ലൈംഗികമായ തൃഷ്ണയെ വളർത്തിയെടുക്കാനും ലൈംഗികമായ ഉത്തേജനങ്ങളിലേക്ക് ഒരു മനുഷ്യനെ ഇഴകിച്ചേരാനും എല്ലാ ലീലാവിലാസങ്ങൾക്കും വേണ്ടി ഏകാന്തതയെ ഇഷ്ടപ്പെടുന്ന നെറ്റ്വർക്കിന്റെ സൗകര്യത്തിലേക്ക് പോകുന്ന ഓരോ സമയങ്ങളിലേക്കും അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞ ഈ വാക്ക് നമ്മുടെ ഓർമ്മയിലുണ്ട് എങ്കിൽ ആ ഓർമ്മ നമ്മുടെ മനസ്സിന് ഉത്തേജനം നൽകണമെങ്കിൽ സ്വലാത്ത് വേണം. മുഅ്മിനേ, 91 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാ ഞാൻ ഇവിടെ വന്നതെന്ന് പറഞ്ഞല്ലോ. ഒന്നും തരണ്ട നിങ്ങൾ, ഞാൻ ഇനി ചോദിക്കുന്നു ഒന്ന് തന്നേ പറ്റൂ. ഈ അനുഗ്രഹീതമായ സദസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ ചോദിക്കാം, എന്റെ ഹബീബിനെ ഒന്ന് തൃപ്തിപ്പെടുത്താൻ, എന്റെ ഹബീബിനെ ഒന്ന് സ്വപ്നത്തിൽ കാണാൻ അനുഗ്രഹീതമായ സദസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, എന്റെ സദസ്സിനോട് ചോദിക്കുന്നു, മുടങ്ങാതെ 100 സ്വലാത്ത് ചൊല്ലാൻ, മുടങ്ങാതെ 100 സ്വലാത്ത് ചൊല്ലാൻ ഈ കാണുന്ന സദസ്സിൽ വന്നിരിക്കുന്ന സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്ക് ആർക്കൊക്കെ താല്പര്യമുണ്ടെന്ന് കൈ പൊക്കുമോ? റൗള ശരീഫിൽ വെച്ചുകൊണ്ട് അള്ളാന്റെ ഹബീബ് കാണട്ടെ. 100 സ്വലാത്ത് ജീവിതത്തിൽ മുടങ്ങാതെ ചൊല്ലാൻ താല്പര്യമുള്ളവർ ഖുലൂ തക്ബീർ, ഖുലൂ തക്ബീർ, ഖുലൂ
ദുനിയാവ് ധന്യമായി. മറ്റൊരു സമ്പാദ്യവും നമുക്ക് വേണ്ട, മറ്റൊരു സമ്പാദ്യവും വേണ്ട. അലറി വിളിക്കുന്ന തിരമാലയെ കീറിമുറിക്കാൻ കയ്യിലുള്ള അചഞ്ചലമായ അത്ഭുതത്തിന്റെ വടി, സ്വർഗത്തിന്റെ ആജന്ന മരത്തിന്റെ ശിഖരമായി മഹാനായ ആദം നബി കൊണ്ടുവന്ന വടി മൂസാ നബിയോട് അടിക്കാൻ പറഞ്ഞു. അല്ലാഹു കടല് പിളരാൻ മൂസാ നബി ബിസ്മി ചൊല്ലി അടിച്ചു. കടല് പിളർന്നില്ല. അല്ലാഹുവോട് ചോദിച്ചു, എന്തേ റബ്ബേ കടല് പിളരാത്തതിന്റെ മറിമായമെന്താ? അല്ലാഹു ചോദിച്ചു, ബിസ്മിയോടുകൂടെ അങ്ങ് ചൊല്ലിയോ സ്വലാത്ത്? ഉറക്കെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വലാത്ത് ചൊല്ലിയിട്ട് കടലിലടിച്ചോ മൂസാ നബിയേ? കടല് പിളരട്ടെ. കടലിൽ പിളർത്തിയ സ്വലാ സ്വർഗത്തിനേക്കാൾ അപ്പുറത്തേക്ക് വിലയിട്ടുകൊണ്ട് ആദം നബിയുടെ മെഹറായി അല്ലാഹു നിശ്ചയിച്ച സ്വലാ ജീവിതത്തിൽ മുടങ്ങൂല. 100 എനിക്കുണ്ട്. കൊതി കൊണ്ട് ചോദിക്കാ, ഒന്നുകൂടി കൈപൊക്കുമോ? ഒന്നുകൂടി കൈപൊക്കുമോ? ആദ്യം പൊക്കാൻ മടിച്ചിരുന്നവർക്ക് ഒരു ആവേശമാവട്ടെ. ഖുലൂ തക്ബീർ, ഖുലൂ തക്ബീർ. അല്ലാഹുവേ ഖബൂലാക്ക് തമ്പുരാനെ, ഖബൂലാക്ക് തമ്പുരാനെ. ഈ ഉള്ളവൻ വന്നുകൊണ്ട് പറഞ്ഞതും കേട്ടതും എന്നെ കേട്ടിരുന്നവരും കാത്തിരുന്നവരും അനുഗ്രഹീതമായ സദസ്സ് സ്വീകരിക്കുക അല്ലാഹ്. ഞങ്ങളെ കബൂലാക്കുക അല്ലാഹ്, കബൂലാക്കുക അല്ലാഹ്. അവസാനം പറയാൻ ഞങ്ങളുടെ നാവിൻ തുമ്പിലേക്ക് നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് തരണേ അല്ലാഹ്. അവസാനം കേൾക്കാൻ നിന്റെ ഖുർആൻ തരണേ അല്ലാഹ്. അവസാനം കാണാൻ നിന്റെ ഹബീബിന്റെ ഭൂവദനം തരണേ അല്ലാഹ്. അല്ലാഹുമ്മ തവഫനാ മുസ്ലിമീന വഅൽഹിഖനാ ബിസ്സാലിഹീൻ. നീ സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. മാരക രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്, അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഈ പരിപാടികൾ മുഴുവനും നീ കബൂലാക്കുക അല്ലാഹ്. ഇതിന്റെ പരിശ്രമങ്ങൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഇതിനു വേണ്ടി ഓടി നടക്കുന്നവർ, ഈ ഉള്ളവന് ഭക്ഷണം തരുന്ന വീട്ടുകാരടക്കമുള്ള ഇതിനോട് സഹകരിക്കുന്നവർ, സഹായിക്കുന്നവർ, ഇവിടെ വരാനുള്ള മഹാനായ സയ്യിദ് അവറുകൾ, അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാം നീ കബൂലാ